ഹലോ മൈ ഡിയർ ഫിലാസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിൻ്റെ ഇൻട്രഡക്ഷൻ ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സ് ആണ്. അപ്പോൾ ഈ സെറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത് 4 to 5 മാർക്കാണ്. അത് മോഡലാണെങ്കിലും പബ്ലിക് ആണെങ്കിലും. പക്ഷേ അതിലുപരി ഇതിൽ പഠിക്കുന്ന കുറച്ച് ബേസിക്സ് ഇനി മുന്നോട്ടുള്ള ചാപ്റ്ററുകൾക്ക് എല്ലാവർക്കും ആവശ്യം വരുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഇനി കൂടുതൽ പറയണ്ടല്ലോ, നേരെ ചാപ്റ്ററിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ഒരു ക്ലാസ്സിൻ്റെ എല്ലാ നോട്ടുകൾ കിട്ടാൻ വേണ്ടി കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലാണെങ്കിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു വെബ്സൈറ്റിൽ വരിക. അവിടെ +1 മാത്തമാറ്റിക്സ് സെക്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ്സിൻ്റെ എല്ലാം നോട്ടുകൾ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം, സമയം കളയുന്നില്ല. അപ്പോൾ അത് തന്നെ ഈ സെറ്റ്സ് എന്താണ് ഈ ഒരു സെറ്റ്, അതിൻ്റെ ഡെഫിനിഷനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ എന്തായാലും പരീക്ഷയ്ക്കൊന്നും ചോദിക്കാൻ പോകുന്നില്ല, പക്ഷേ ഡെഫിനിഷൻ അറിയണം. അതായത് നമ്മൾ എന്താണ് സെറ്റ്സ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റിൻ്റെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷനാണ് സെറ്റ്. എന്താണ് ഈ ഒബ്ജക്റ്റ്? ഈ ഒബ്ജക്റ്റ് അതെന്തും ആകാം, അതിൻ്റെ ഉള്ളിലുള്ള എലമെന്റ്. അത് ചിലപ്പോൾ നമ്പർ ആകാം, ഇനി വേറെ എന്തെങ്കിലും ആൽഫബറ്റ്സ് ആവാം, എന്തും ആകാം. അതിനെല്ലാത്തിനെയും വെൽ ഡിഫൈൻഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്നതാണ് സെറ്റ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള നമ്പർ 1, 2, 3. ഈ ഒരു നമ്പറിനെ എല്ലാത്തിനെ ഞാൻ ഈ ഒരു കേർലി ബ്രേസസിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യുന്നു, ശേഷം അതിനെ കോമയായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അതിനൊരു പേര് കൊടുക്കുന്നു സെറ്റിന്. അപ്പോൾ യൂഷ്വലി അല്ലെങ്കിൽ എല്ലാ കേസിലും തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൊടുക്കുന്ന പേര് അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ആൽഫബറ്റ് ആണ് അതിന് ഓരോന്നും പേര് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ട് ഞാൻ ഇതിനെ സൂചിപ്പിക്കുന്നു. സെറ്റ് എ എന്ന് പറയുന്നത് 1, 2, 3 ഇതൊരു സെറ്റ് ഇപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ അതിൽ നോക്കി കഴിയുകയാണെങ്കിൽ ഇവിടെ വെൽ ഡിഫൈൻഡ് എന്നൊരു വാക്ക് ഉണ്ടാവും. അപ്പോൾ അതിനൊരു അർത്ഥം ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, സെറ്റ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് ആര് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഈ ഒരു സെറ്റ് അവസാനം വരേണ്ടത് ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം. അല്ലാതെ പലരും ചെയ്ത് കഴിഞ്ഞാൽ പലതായി പോരുത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് സെറ്റ് ഓഫ് ദ ടോപ്പ് ബെസ്റ്റ് ഫുട്ബോളേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറയുകയാണെങ്കിൽ അത് പലരും ഡിഫൈൻ ചെയ്ത പലതരത്തിലുള്ള സെറ്റ് ആയിരിക്കും. അടി നടക്കും, കാരണം ഓരോരുത്തർ ഡിഫൈൻ ചെയ്ത് ഓരോ തരത്തിലായിരിക്കും. ഒരാൾ ഡിഫൈൻ ചെയ്ത സെറ്റിൽ ഒരാളുണ്ടാവും, മറ്റൊരാൾ ഡിഫൈൻ ചെയ്തതിൽ ഇന്നയാൾ ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. പകരം ഞാൻ പറയുകയാണ് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100 എന്ന് പറയുകയാണെങ്കിൽ ആര് ഡിഫൈൻ ചെയ്ത സെറ്റിലാണെങ്കിലും അത് 1 to 99 നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതെന്താണ്, വെൽ ഡിഫൈൻഡ് ആണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ എക്സ്പ്ലനേഷൻ. വേണമെങ്കിൽ വായിച്ചു നോക്കാം, ആ പറഞ്ഞു തന്നെയാണ്. പിന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇൻഫിനിറ്റ് സെറ്റുകളുണ്ട്. അതായത് 2, 4, 6, 8 നമ്മുടെ ഇരട്ട സംഖ്യയുടെ സെറ്റ്, ഈവൻ നമ്പേഴ്സിൻ്റെ സെറ്റ്, അതിനൊരു അവസാനമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ നമ്പർ ഇങ്ങനെ എഴുതിയ ശേഷം കുറേ ഡോട്ട് ഇങ്ങനെ ഇട്ടിട്ട് എൻക്ലോസ് ചെയ്യും, കാരണം എല്ലാം കൂടി എഴുതൽ നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞെന്ന് മാത്രം. പിന്നെ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അതായത് പ്രൈം നമ്പർ എല്ലാവർക്കും അറിയായിരിക്കും, ഇനി അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിളിലൂടെ നടക്കാം. 7 എന്നൊരു നമ്പർ ഞാൻ എടുക്കുകയാണെങ്കിൽ അതിനെ എനിക്ക് 1 into 7 എന്ന് എഴുതാൻ പറ്റും. ഈ ഒരു സംഖ്യയ്ക്ക് 1 into 7 എന്ന് മാത്രമേ അതിനെ എനിക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ, വേറെ ഒരു തരത്തിലും എഴുതാൻ കഴിയില്ല. അതായത് ഒന്നും അതേ സംഖ്യയും മാത്രമേ അതിൻ്റെ ഫാക്ടറായിട്ട് വരുന്നുള്ളൂ എങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൈം നമ്പർ. അപ്പോൾ 7 ഇവിടെ ഒരു പ്രൈം നമ്പർ ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ 6 എടുക്കാമെന്ന് വിചാരിച്ചോ. 6നെ എനിക്ക് 1 into 6 എന്ന് എഴുതാം, ശരിയാണ്. പക്ഷേ അതിനെ തന്നെ എനിക്ക് 2 into 3 എന്നും കൂടെ എഴുതിക്കൂടെ? അപ്പോൾ ഒന്നും ആ സംഖ്യ അല്ലാതെ അതിന് വേറെയും കുറേ പ്രൈം ഫാക്ടേഴ്സ് വന്നല്ലോ, വേറെയും കുറേ ഫാക്ടേഴ്സ് വന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് ഒരിക്കലും നമ്മൾ എന്ത് പറയില്ല, പ്രൈം നമ്പർ എന്ന് പറയില്ല. അതിനാണ് പ്രൈം നമ്പർ, പ്രൈം അല്ലാത്ത നമ്പർ എന്ന് പറയുക. പ്രൈം അല്ലാത്ത നമ്പറിനെ കോമ്പോസിറ്റ് നമ്പർ എന്നൊക്കെ പറയലുണ്ട്, പക്ഷേ അതിപ്പോൾ ആവശ്യമില്ല. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സെറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് ദ സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പർ ലെസ് ദാൻ 20 എന്നാണ്. അപ്പോൾ 20 താഴെയുള്ള പ്രൈം നമ്പർ നമുക്ക് തൽക്കാലം 1 to 10 ഞാൻ എടുത്തിട്ട് എക്സാമ്പിൾ കാണിച്ചു തരാം, ഒരു ലോജിക്ക് എത്താൻ വേണ്ടി മാത്രം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഓരോ നമ്പറായിട്ട് നോക്കാം. 1 എന്ന് പറയുന്ന സംഖ്യ അത് ഭാജ്യമല്ല, അഭാജ്യമല്ല, പ്രൈമും അല്ല, നോൺ പ്രൈമും അല്ല. അത് നമ്മൾ അങ്ങനെയാണ് പറയല്. പിന്നെ 2 തൊട്ട് തുടങ്ങാം. 2 എന്ന് പറയുന്നതിന് എനിക്ക് 1 into 2 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, വേറെ ഒരു തരത്തിലും എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും 2 into 1 എന്ന് എഴുതിക്കൂടെ എന്ന്. അത് തന്നെയല്ലേ, തലതിരിച്ച് എഴുതിയതല്ലേ. അങ്ങനെയല്ല, നമുക്ക് ഒരു തരത്തിലേ മാത്രമേ ഇതിനെ എഴുതാൻ കഴിയുള്ളൂ. അങ്ങനെ എഴുതാൻ കഴിയുന്ന സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ 2 എന്താണ്, ഒരു പ്രൈം നമ്പർ ആണ്. ഇനി 3 നോക്കാം. 3ന് എനിക്ക് 1 into 3 എന്നല്ലാതെ വേറെ ഒരു തരത്തിലും എഴുതാൻ കഴിയില്ല. അപ്പോൾ 3 എന്താണ്, പ്രൈം നമ്പർ ആണ്. ഇനി 4 നോക്കാം. 4 നോക്കിക്കഴിഞ്ഞാൽ 1 into 4 എന്ന് എഴുതാൻ പറ്റും, ശരിയാണ്. പക്ഷേ 2 into 2 എന്നും കൂടെ എഴുതാൻ പറ്റില്ലേ, അതുകൊണ്ട് 4 എന്തല്ല, ഒരു പ്രൈം നമ്പർ അല്ല. ഇനി 5 നോക്കാം. 5 എന്ന് പറഞ്ഞാൽ 1 into 5 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, വേറെ ഒരു തരത്തിൽ എഴുതാൻ കഴിയില്ല. അപ്പോൾ 5 ഒരു പ്രൈം നമ്പർ ആണ്. ഇനി 6, ഇനി അങ്ങോട്ടുള്ള ഈവൻ നമ്പർ നോക്കുന്നതിൽ അർത്ഥം തന്നെ ഇല്ല, കാരണം 2 മാത്രമാണ് ഒരേ ഒരു ഈവൻ നമ്പർ പ്രൈമായിട്ടുള്ളത്. അതിനുശേഷം വരുന്ന ഏത് ഈവൻ നമ്പർ ആണെങ്കിലും അത് പ്രൈം അല്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, അതിന് 1 into 6 ഉപരി 2ൻ്റെ ഒരു ഫാക്ടർ എന്തായാലും വരുമല്ലോ, ഇരട്ട സംഖ്യ അല്ലേ. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഒരു ഈവൻ നമ്പറും ഈ പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് 6 മാർക്ക് ചെയ്തു, 6 മാർക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് 7 നോക്കാം. 7 എന്ന് പറയുന്നത് 1 into 7 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ 7 എന്താണ്, ഒരു പ്രൈം നമ്പർ ആണ്. 6 പ്രൈം നമ്പർ അല്ല. 6 ഒരു പ്രൈം നമ്പർ അല്ല. പിന്നെ 8 നോക്കാം. 8 എന്ന് പറയുന്നതിന് നോക്കേണ്ട കാര്യമുണ്ടോ, അതൊരു ഈവൻ നമ്പർ അല്ലേ. അപ്പോൾ 1 into 8 എഴുതാം, 2 into 4 എന്ന് എഴുതാം. അപ്പോൾ എന്താണ്, അത് എഴുതാൻ പറ്റില്ല. ഇത് അറിയുന്നവരായിരിക്കും, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു മാത്രം. ഇനി 9 എന്നുള്ളതിന് നമുക്ക് 1 into 9 അത് പെട്ടെന്ന് തെറ്റിക്കും, കാരണം
9 ഓഡ് നമ്പർ ആണല്ലോ, അപ്പോൾ 1 into 9 എഴുതും, പിന്നെ വേറെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ലോ, 3 into 3 എന്നും കൂടെ എഴുതാമല്ലോ, പെർഫെക്റ്റ് സ്ക്വയറും കൂടെ ആണല്ലോ 9. അപ്പോൾ 9 ഒരു പ്രൈം നമ്പർ അല്ല. 10 നോക്കിയിട്ട് കാര്യമില്ല, അത് ഈവൻ നമ്പറാണ്. 1 into 10 എഴുതാം, 2 into 5 എന്നൊക്കെ എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഐഡിയ കത്തിയെന്ന് വിചാരിക്കുന്നു. പ്രൈം നമ്പർ എന്താണ്, പ്രൈം അല്ലാത്ത എന്താണെന്നുള്ളൊരു ഐഡിയ കത്തിയെന്ന് വിചാരിക്കുന്നു. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ദ സെറ്റ് ഓഫ് പ്രൈം നമ്പർ ലെസ് ദാൻ 20 ആണ്, 20-ൽ താഴെയുള്ള പ്രൈം നമ്പർ. അപ്പോൾ ഞാനത് പറയുന്നത് ലെറ്റ് ദാറ്റ് ബി സെറ്റ് എ. സെറ്റ് എ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതുന്നത്. എന്ത് പേരും കൊടുക്കാം, പേരിലൊന്നും കാര്യമില്ല. സെറ്റ് എ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ ഏതൊക്കെയാണ്? 2, 3, 5, 7, പിന്നെ വന്നിട്ടുള്ളത്, പിന്നെ ഇവിടെ എഴുതിയിട്ടില്ല, പിന്നെ 11 ആയിരിക്കും വരിക. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 11നെ 1 into 11 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, വേറെ വിധത്തിൽ എഴുതാൻ പറ്റില്ല. പിന്നെ 13 എഴുതാം, 1 into 13 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വിചാരിക്കും 15 എഴുതാൻ പറ്റുമെന്ന്. 15 എഴുതാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ 15നെ നമുക്ക് 3 into 5 എന്നും കൂടി എഴുതാൻ പറ്റും, 1 into 15 അതുകൊണ്ട് 15 എന്തല്ല, ഒരു പ്രൈം നമ്പർ അല്ല. പിന്നെ വരുന്ന 17 ആണ്. 17 എഴുതാൻ പറ്റും, 19 എഴുതാൻ പറ്റും, പിന്നെ 21 അത് എഴുതാൻ പറ്റില്ല, കാരണം 3 into 7 എന്നും കൂടി എഴുതാൻ പറ്റും ഇതിനെ. പിന്നെ 23 ഒക്കെയാണ് വരുന്നത്. പക്ഷേ അത്രയ്ക്ക് പോകേണ്ട കാര്യമില്ല, കാരണം ലെസ് ദാൻ 20 നമ്മളോട് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എനെ ഇവിടെ കൊണ്ട് ഒതുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു സെറ്റ്. അതിന് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, 2, 3, 5, 7, 11, 13, 17, 19. അപ്പോൾ അത്രയും കാര്യങ്ങൾ റെഡി ആണെങ്കിൽ ഇനി സെറ്റുകളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഓഫ് ദ സെറ്റിലേക്ക് കിടക്കാം. അപ്പോൾ കോമൺലി യൂസ്ഡ് സെറ്റ് ഇൻ മാത്തമാറ്റിക്സ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. നാച്ചുറൽ നമ്പർ, ഇൻഡിജേഴ്സ്, റേഷണൽ നമ്പേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് വളരെ ബേസിക് നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ അത് തന്നെ അതൊരു നല്ല രസമുള്ള ഒരു കഥയാണ്. ഇപ്പോൾ പണ്ട് ഗുഹാമനുഷ്യരുടെ കാലത്ത് അവർക്കൊന്നും ഈ എണ്ണലിൻ്റെ ആവശ്യമില്ലായിരുന്നു. അവർക്ക് ആദ്യമായിട്ട് എണ്ണൽ വേണ്ടി വന്നത് അവരുടെ ഈ ആട്, കന്നുകാലികൾ ഇതിനെയൊക്കെ എണ്ണി മേയ്ക്കാൻ വിടാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം അവർ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ എത്ര എണ്ണം വിടുന്നു അത്രയും കല്ലുകൾ എടുത്തിടും, തിരിച്ച് കയറ്റുമ്പോൾ അത്രയും കല്ലുകൾ അല്ലെങ്കിൽ അത്രയും കമ്പികൾ കുത്തി വെച്ചിട്ടുണ്ടാവും, അതൊക്കെ എടുത്തു മാറ്റും. അപ്പോൾ കുറച്ച് എക്സ്ട്രാ കമ്പികൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കും കുറേ എണ്ണം ഈ നാട് വിട്ട് കാട് കയറി പോയിട്ടുണ്ട് എന്ന്. പിന്നെ അവർക്ക് മനസ്സിലായി അതത്ര ഒരു നല്ല ശരിയായിട്ടുള്ള ഒരു മാർഗ്ഗമല്ല. അങ്ങനെയാണ് അവർ എണ്ണാൻ വേണ്ടി എണ്ണൽ സംഖ്യകൾ ഉണ്ടാക്കിയത്. അതായത് നമ്മൾ പണ്ട് എണ്ണുന്ന പോലെ തന്നെ 1, 2, 3 അങ്ങനെ എണ്ണുന്ന സംഖ്യ അഥവാ നാച്ചുറൽ നമ്പേഴ്സ്. അങ്ങനെ നമ്മൾ നാച്ചുറൽ നമ്പറിൻ്റെ ആ ഒരു സെറ്റിനെ 1, 2, 3 എന്ന എണ്ണൽ സംഖ്യേൻ്റെ ആ ഒരു സെറ്റിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ അതിൻ്റെ പലതരത്തിലുള്ള ആവശ്യം വരും, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ എണ്ണി വെച്ചിട്ടാണ് സൂചിപ്പിക്കാറുള്ളത്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് എത്തിയപ്പോൾ നമ്മൾ എന്തായി 0 എന്നുള്ള സംഖ്യ കണ്ടുപിടിച്ചു. അപ്പോൾ 0യ്ക്ക് ഇതിനെ ഈ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു സെറ്റിനെ കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്തു, സെറ്റിനെ കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയെടുത്തു. അപ്പോൾ പുതിയ ഈ ഒരു സെറ്റിനെ വിളിച്ച പേരാണ് ഹോൾ നമ്പേഴ്സ്. ഹോൾ എന്ന് മാത്രം എഴുതിയ പോരെ, അല്ലെ ഹോൾ നമ്പർ. ഓക്കെ, ഹോൾ നമ്പർ നിങ്ങൾ അധികം കാണാനൊന്നും പോകുന്നില്ല, അതിനെ W വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്, വലിയൊരു സംഖ്യ ഇല്ല, കാരണം വലിയ സംഖ്യ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിലേക്ക് അങ്ങ് പോകും. പക്ഷേ ചെറിയ സംഖ്യ അത് 0 അല്ലേ 1 എന്നായിരിക്കും ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ വലിയ ക്ലാസ്സിലെത്തുമ്പോഴേക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക 0 ഒന്നല്ല, മൈനസ് സംഖ്യകളുണ്ട്, -1 ഉണ്ട്, -2 ഉണ്ട്, -3 ഉണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിലും ചെറുതാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകും, വളരെ ചെറുതാണ്. അപ്പോൾ നെഗറ്റീവ് സംഖ്യകളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്താക്കി ഈ സെറ്റിനെ പിന്നെ പതിവ് ചെയ്യുന്ന പോലെ തന്നെ ഇലാബറേറ്റ് ചെയ്തു. അപ്പോൾ കിട്ടിയ ഈ ഒരു പുതിയ സെറ്റിനെ നമ്മൾ വിളിച്ച പേരാണ് ഇൻഡിജേഴ്സ്. നമ്മൾ പൊതുവെ സെഡ് എന്നുള്ളൊരു ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് അത് സൂചിപ്പിക്കേണ്ടത്, ഇൻഡിജേഴ്സ്. ഇത് കൂടുതൽ നമുക്ക് ഉപയോഗം വരുന്നൊരു സാധനം കേട്ടോ. ഇൻഡിജേഴ്സ് മറ്റേ കണ്ട പോലെയല്ല, സെഡ് എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ട് സൂചിപ്പിക്കും. സെഡ് എന്താ വൃത്തിയാവട്ടെ. ഓക്കെ, ഇതാണ് ഇൻഡിജേഴ്സ്. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഇതിലൊരു ചെറിയ പ്രശ്നം കണ്ടു. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സംഖ്യകൾ, അതായത് ഇപ്പോൾ 0 കഴിഞ്ഞിട്ട് നേരെ ഉള്ളത് 1 ആണ്. അപ്പോൾ 0 കഴിഞ്ഞിട്ട് നേരെ 1ലോട്ട് ജമ്പ് ചെയ്യുന്നു, 1 കഴിഞ്ഞിട്ട് പിന്നെ 2ലോട്ട് ജമ്പ് ചെയ്യുന്നു. ശരിക്കും അങ്ങനെ അല്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറച്ച് സംഖ്യ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ 0.5 എന്ന് പറഞ്ഞൊരു സംഖ്യ 0.5ൻ്റെ ഇടയ്ക്ക് വരുന്ന സംഖ്യയാണ്. അതുപോലെ 1നും 2നും ഇടയ്ക്ക് വരുന്ന ഒരു സംഖ്യയാണ് 1.5. ഇതിന് മുമ്പ് വരുന്ന സംഖ്യയാണ് ഈ 0.333 അങ്ങനെ പോകുന്ന സംഖ്യകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? അപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ റേഷ്യോ ടൈപ്പിൽ എഴുതാൻ പറ്റും. എങ്ങനെയാണ് റേഷ്യോ ടൈപ്പിൽ എഴുതുക? അതായത് 1/2 എന്ന് എഴുതിയ പോരെ. 1/2 എന്ന് പറയുന്ന 0.5 അല്ലേ? സംശയം ഹരിച്ചു നോക്ക്. 1/2 പോയിന്റ് ഇടുന്നു, 10, 5, അപ്പോൾ 10 ശിഷ്ടമില്ല, 0.5 അല്ലേ? അങ്ങനെ എഴുതാൻ പറ്റും. അതുപോലെ 1.5ന് വേണമെങ്കിൽ എനിക്ക് 3/2 എന്ന് എഴുതാൻ പറ്റുമല്ലോ. 3/2 എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ? ഒരു 2, 1 ബാക്കി 10ൽ 5, 1.5 അല്ലേ? അങ്ങനെ എഴുതാൻ പറ്റും. അതുപോലെ 0.333 ഡോട്ട് അങ്ങനത്തെ അത് ഇങ്ങനെ നീണ്ടുകൊണ്ട് പോകുന്നതാണ്, ഒരു അവസാനമില്ല. അതിനെ എനിക്ക് വേണമെങ്കിൽ 1/3 എന്ന് എഴുതാൻ പറ്റും ഈസി ആയിട്ട്. ഇങ്ങനെ റേഷ്യോ ടൈപ്പിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ എന്താക്കി ഈ ഒരു സെറ്റിനെ, അതായത് എല്ലാ നമ്പേഴ്സിനെയും നമുക്കിപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യാൻ, ഏതാണ്ട് എല്ലാ നമ്പേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാനായി. ഇനി നമ്പർ ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഇത്രയും ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് പിന്നെയും ഈ ഒരു സെറ്റ് നമ്മൾ പതിവ് ചെയ്യുന്ന പോലെ തന്നെ എലാബറേറ്റ് ചെയ്തു. ഇതിനെയാണ് റേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. റേഷണൽ നമ്പേഴ്സ്, റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്. റേഷണൽ നമ്പേഴ്സിനെ നമ്മൾ പൊതുവെ ക്യൂ വെച്ചിട്ടാണ് കാണിക്കാറുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണും എന്തായാലും. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഇതിലൊന്നും പെടാത്ത വേറെയും കുറച്ച് സംഖ്യകൾ, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ √2 എന്നുള്ളൊരു സംഖ്യ, അത് നമ്മളറിയാം, നമ്മൾ കാൽക്കുലേഷന് വേണ്ടി 1.4 ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ 1.414 അങ്ങനെ നീണ്ടു പോകുന്ന ഒരു സംഖ്യയാണത്.
അതുപോലെ √3 ഇതുപോലെ തന്നെ ഒരിക്കലും തീരാണ്ടെന്ന് മാത്രമല്ല വന്ന സംഖ്യ തൊട്ടടുത്ത് റിപ്പീറ്റ് ചെയ്യില്ല. ഓരോ സംഖ്യന് ശേഷവും തൊട്ടടുത്ത് തന്നെ ആ ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യാത്തതുകൊണ്ട് അതൊരിക്കലും കണ്ടിന്യൂറ്റി എങ്ങനെ പോകുന്നു പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പൈ എന്ന് പറയുന്നത് എന്താ 3.1415 എങ്ങനെ നീണ്ടു പോവാണ്, അതൊരിക്കലും തീരുന്നില്ല. ഇങ്ങനത്തെ സംഖ്യകളെ നമ്മൾ കൂട്ടിയിട്ട് പിന്നെയും ഈ ഒരു സെറ്റിൽ ഉൾപ്പെടുത്തിയില്ല. ഇങ്ങനത്തെ സംഖ്യകളെ തന്നെ നമ്മൾ പറഞ്ഞു റേഷണൽ അല്ലാത്ത സംഖ്യകൾ അഥവാ ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ സിമ്പിൾ ഒന്നും അങ്ങനെ പറയാറില്ല, ഇറേഷണൽ നമ്പർ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ സംഖ്യകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതിനിങ്ങനെ രണ്ടായിട്ട് കാണണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ഇതിനെല്ലാത്തിനും കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താക്കി, ഇത്രയും കണ്ട എല്ലാ ആൾക്കാരെയും കൂടി ചേർത്തിട്ട് എല്ലാത്തിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് സെറ്റിനെ വലുതാക്കി, സെറ്റിനെ എല്ലാം കൂടി ചേർത്തിട്ട് അങ്ങ് ഒരുമിപ്പിച്ചു. അതിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. റിയൽ നമ്പർ അഥവാ നമ്മൾ പൊതുവെ 6 വെച്ചിട്ട് സൂചിപ്പിക്കും. ഇതാണ് നമ്പർ സിസ്റ്റം അഥവാ ഒരു സെറ്റ്, കോമൺലി യൂസ്ഡ് സെറ്റ് ഇൻ മാത്തമാറ്റിക്സ്. ഇത് മാത്രമല്ല, ഇനി കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എത്തുമ്പോൾ 4ാമത്തെ ചാപ്റ്ററിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണണം ഈ റിയൽ നമ്പർ അല്ലാത്ത കുറച്ച് നമ്പർ, അത് അവിടെ എത്തുമ്പോൾ നമുക്ക് പറയാം. ഇപ്പോൾ ഇത് മതി. സെറ്റിന്റെ എക്സാമ്പിൾ നോക്കാം. സോറി, ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി കോമൺലി യൂസ്ഡ് സെറ്റ് ഇൻ മാത്തമാറ്റിക്സ് നോക്കി കഴിഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് നമ്മൾ നേരത്തെ കണ്ടത് 1 2 3 4 അങ്ങനെ ഉണ്ടെന്ന്. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്, നെഗറ്റീവ് സംഖ്യകളോട് ഉൾപ്പെടുന്ന ഇൻഫിനിറ്റ് സെറ്റ്, ഇതും ഇൻഫിനിറ്റ് ആണ്, ഇതും ഇൻഫിനിറ്റ് സെറ്റ് ആണ്. പിന്നെ സെറ്റ് ഓഫ് റേഷണൽ നമ്പേഴ്സ്, അതായത് നമ്മൾ കണ്ടു ആ റേഷ്യോ ടൈപ്പ് എഴുതാൻ പറ്റുന്ന സംഖ്യകൾ. ഇവിടെ എന്തുകൊണ്ട് അത് എഴുതിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് എഴുതാൻ. ഇപ്പോൾ നിങ്ങൾ 0ക്കും 1നും ഇടയ്ക്ക് തന്നെയാണ് നോക്കാന്ന് വിചാരിച്ചോ, 0.5 നടുക്ക് എവിടെ വരും, അതിനുമ്പോൾ 0.1 വരും, അതിനുമ്പോൾ 0.01 വരും, 0.001 വരും, പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ 0.9 വരും, 9999 എങ്ങനെ വരും, എത്ര സംഖ്യകളുണ്ട്. അതായത് 0ക്കും 1നും ഇടയ്ക്ക് തന്നെ ഇൻഫിനിറ്റ് സംഖ്യകളുണ്ട്, അതൊക്കെ ഇവിടെ എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ റേഷണൽ നമ്പറിന് പൊതുവെ ഇന്റർവെൽ വെച്ചിട്ടാണ് കാണിക്കാറുള്ളത്, ഇന്റർവെൽ മുമ്പോട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, റിയൽ നമ്പർ നമ്മൾ കണ്ടു, റേഷണൽ നമ്പറിന്റെ കൂടെ ഇറേഷണൽ കൂടി കൂട്ടിയിട്ടാണ് ഈ റിയൽ നമ്പർ ഉണ്ടായി. പിന്നെ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്, പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് ഈ ഇൻഡിജർ തന്നെ ഉണ്ടല്ലോ, അതായത് ഇൻഡിജർ എന്ന് പറയുന്നത് 0, നമ്മളെങ്ങനെയാണല്ലോ പറയാം 0 1 2 3 4 അങ്ങനെ പോകുന്നു. പിന്നെ ബാക്കോട്ട് ആണെങ്കിൽ -1, അത് ഇൻഡിജേഴ്സ് ആണെങ്കിൽ നെഗറ്റീവ് സംഖ്യ എന്തായാലും ഉണ്ടാവും, -2 -3 അങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു പറഞ്ഞത് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്, ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, 0 പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല. ഇതിന് ബാക്കോട്ട് നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്, മുമ്പോട്ട് നോക്കി കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ്. അപ്പോൾ 0ക്ക് ശേഷം വരുന്ന സംഖ്യകളെയാണ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി അതെന്താ നാച്ചുറൽ നമ്പർ തന്നെയാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. പിന്നെ സെറ്റ് ഓഫ് പോസിറ്റീവ് റേഷണൽ നമ്പേഴ്സ്, അപ്പോൾ ഇൻഡിജേഴ്സ് അല്ലാതെ റേഷണൽ നമ്പർ പറയുകയാണെങ്കിൽ ഇതിൽ ഒരു 0.5 0.1 അങ്ങനത്തെ സംഖ്യകൾ കൂടി വരും. അതായത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് 0ക്ക് തൊട്ടപ്പുറം, 0ന് ഒരു പൊടി അപ്പുറമുള്ള, 0 എന്തായാലും പോസിറ്റീവ് അല്ല, 0ന്റെ ഒരു പൊടി അപ്പുറം തൊട്ടുള്ള സംഖ്യകളെയാണ് സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റേഷണൽ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, റേഷണൽ നമ്പർ ഇല്ലേ, അതിൽ നെഗറ്റീവ് ഒന്നും വരാണ്ടെന്നാൽ മതി, അതാണ് റേഷണൽ പോസിറ്റീവ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിയൽ നമ്പർ ആണെങ്കിൽ ആ ഒരു ഇറേഷണൽ √2 മാതിരി സാധനങ്ങളിലൂടെ വരും, പക്ഷേ അതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം എടുത്താൽ മതി, നെഗറ്റീവ് സൈഡ് എടുക്കണ്ട, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളധികം കാണാൻ പോകുന്നില്ല, ഇനി അഥവാ പരീക്ഷയ്ക്ക് വന്നാലോ എന്നുള്ളതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി റെപ്രസെന്റേഷൻ ഓഫ് ദ സെറ്റ്സ്, സെറ്റിനെ നമുക്ക് 2 തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് റോസ്റ്റർ ഫോം അല്ലെ ടാബുലർ ഫോം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഫോർമാറ്റ്, അതാണ് നമ്മൾ ഇത് കൂടുതലും കണ്ടിട്ടുള്ളത്, ഇനി കാണാനും പോകുന്നത്. സെറ്റ് ബിൽഡർ ഫോം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സെറ്റ് ബിൽഡർ ഫോം കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻഫിനിറ്റ് സെറ്റിന് വേണ്ടിയാണ്, നമുക്ക് എഴുതി തിട്ടപ്പെടുത്താൻ പറ്റാത്ത സംഖ്യകളെ വേണ്ടിയാണ്, സെറ്റിന് വേണ്ടിയാണ് സെറ്റ് ബിൽഡർ ഫോം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മെത്തേഡ് എന്താ നോക്കാം. ആദ്യം തന്നെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് ഇത്രയും നേരം നമ്മൾ കണ്ട സാധനം തന്നെ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയണേ, എന്റെ ഉള്ളിൽ 1 2 3 ക്ലാസിക് എക്സാമ്പിൾ 1 2 3 നോക്ക്, അത്രയേ ഉള്ളൂ റോസ്റ്റർ ഫോം. ഓൾ ദ എലമെന്റ്സ് ആർ സെറ്റ് ആസ് ലിസ്റ്റഡ്, അതിൽ ഓൾ ദ എലമെന്റ്സ് ഓഫ് ദ സെറ്റ് ആർ ലിസ്റ്റഡ്, സെറ്റിലുള്ള എല്ലാ എലമെന്റും ലിസ്റ്റ് ചെയ്യുന്നു. ദ എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമസ് ആൻഡ് എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ്. ഇതിങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്നല്ല, വെറുതെ ഉള്ളതുകൊണ്ട് പറഞ്ഞു മാത്രം. അതായത് അതിനെ ഈ ബ്രേസസിന്റെ ഉള്ളിൽ ഇടുന്നു, അതുപോലെ കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി അതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, അതൊരു ചോദ്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് സെറ്റ് ഓഫ് ഓൾ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് പ്രിൻസിപ്പിൾ എന്നുള്ള വാക്കിന്റെ ലെറ്ററുകളെ എല്ലാത്തിനും ഒരു സെറ്റായിട്ട് എഴുതാം. ഞാനിപ്പോൾ സെറ്റ് എ അല്ലെ സെറ്റ് എ വേണ്ട, കുറെ നേരം എ കൊണ്ട് വിളിക്കുന്നത്, ഇനി ബി ആക്കാം. ബി എന്നുള്ള സെറ്റിൽ ഇതിന്റെ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് പ്രിൻസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പി ഇനി കോമ 6 അടുത്ത ലെറ്റർ, ഇനി ഐ, പിന്നെയോ എൻ, സിമ്പിൾ പരിപാടിയല്ലേ, സി. പിന്നെന്താ, ഇനി ഏതാ ലെറ്റർ, ഐ ആണോ? ഇനി ഐ എഴുതേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഒരു ഐ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനിയും പിന്നെ ഐ എഴുതി കഴിയേണ്ട ആവശ്യമില്ല, കാരണം ഒരു സെറ്റിൽ ഒരു എലമെന്റ് ഒരു തവണ എഴുതിയാൽ മതി. അതുപോലെ പിന്നെ പി വന്നിട്ടുണ്ട്, പി ഓൾറെഡി നമ്മൾ എഴുതിയാണല്ലോ, അതുകൊണ്ട് പി ഇനി എഴുതേണ്ട കാര്യമില്ല. ഇനി എ ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ എ എഴുതണം. അതുപോലെ എൽ അതും ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ അത് എഴുതണം. അത്രയേ ഉള്ളൂ. അത്ര എഴുതി കഴിഞ്ഞാൽ എന്തായി, സെറ്റ് റെഡിയായി. അപ്പോൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അതായത് ഓൾ ദ എലമെന്റ്സ് ആർ ടേക്കൺ ആസ് ഡിസ്റ്റിങ്ക്റ്റ്, അതായത് റിപ്പീറ്റേഷൻ പാടില്ല. അത്രയും കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടില്ല. അതിപ്പോൾ ലെറ്റർ ആണെങ്കിലും ഇതിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെയാണ്, എന്ത് എലമെന്റ് ആണെങ്കിലും റിപ്പീറ്റേഷൻ പാടില്ല. നമ്പർ ആണെങ്കിലും ശരി, ലെറ്റർ ആണെങ്കിലും ശരി. ഇനി സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് സംശയം ഉണ്ടാവും. വേണമെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ പറയുകയാണ്, ഒരു സെറ്റ് ആണെങ്കിൽ ഡിഫൈൻ ചെയ്യാണ്, അല്ലെ ഇപ്പോൾ പറയാണ് സെറ്റ് ഓഫ് ഓൾ ദ എലമെന്റ്സ്, സെറ്റ് ഓഫ് ഓൾ ദ എലമെന്റ്സ് അല്ല വേണ്ട,
സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇൻ ബിറ്റ്വീൻ അല്ലെ ബിറ്റ്വീൻ 0 and 4 ഇങ്ങനത്തെ ഒരു സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യാന്ന് വിചാരിച്ചു. 0ക്കും 4നും ബിറ്റ്വീനുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ആ ഒരു സെറ്റ് നമുക്ക് എന്താക്കാം, വളരെ ഈസി ആയിട്ട് അങ്ങ് എഴുതാൻ പറ്റും. ലെറ്റ് ബി സി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരൊക്കെയുള്ള 0 എന്തായാലും നാച്ചുറൽ ഒന്നുമല്ല. അതിന് ശേഷം വരുന്ന നാച്ചുറൽ ഏതാ? 0ക്ക് തൊട്ട് ശേഷം വരുന്ന 1 ആണ്. പിന്നെ 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. 4 നമ്മൾ എഴുതേണ്ട കാര്യമുണ്ടോ? കാരണം 4നും 0ക്കും ബിറ്റ്വീൻ ഉള്ളതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 എന്തായാലും എന്താ വരാത്തത്? 3. ഓക്കെ, 4ന് തൊട്ട് ബാക്കിയുള്ള എഴുതിയാൽ മതി. അപ്പോൾ 4 എന്തായാലും എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ 3 വരെയുള്ള ആൾക്കാരെ ഞാൻ എഴുതിയിട്ട് ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ഈസി ആയിട്ട് സെറ്റ് എഴുതാൻ പറ്റിയില്ലേ? ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഞാനിത് 0 മാറ്റിയിട്ട് 1 ആക്കി എന്ന് വിചാരിച്ചോ. 1 ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം കുഴപ്പമുണ്ട്. അല്ല കുഴപ്പമില്ല, 0ക്കും 1നും ബിറ്റ്വീൻ ഉള്ള നാച്ചുറൽ നമ്പർ. 0ക്കും 1നും ബിറ്റ്വീൻ നാച്ചുറൽ നമ്പർ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഒന്നും ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി. ഇതിനെ നമുക്ക് എം ടി സെറ്റ് അഥവാ നൾ സെറ്റ് എന്നൊക്കെ വേണേൽ പറയാം. ഇത് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം അതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിനെ ജസ്റ്റ് നൾ സെറ്റ് അല്ലെ എം ടി സെറ്റ് എന്ന് പറയാം. പക്ഷേ ഇനി കളി മാറി. അതായത് ഇവിടെ നാച്ചുറൽ നമ്പർ എന്നല്ലേ ഞാൻ പറഞ്ഞ്, ഞാൻ നാച്ചുറൽ നമ്പർ മാറ്റി. ഞാൻ പറയുകയാണ് അത് നാച്ചുറൽ നമ്പർ അല്ല, റിയൽ നമ്പർ ആക്കണം. കുടുങ്ങിയില്ലേ? കാരണം 0ക്കും 1നും ബിറ്റ്വീൻ തന്നെ എത്ര നാച്ചുറൽ നമ്പർ ഉണ്ട്? അല്ലെങ്കിൽ ചോക്ക് 0, 1 അതിൻ്റെ ബിറ്റ്വീൻ 0.5 ഒക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ 0.2 വന്നു എന്ന് വിചാരിച്ചോ, ഇവിടെ 0.1 വന്നു എന്ന് വിചാരിച്ചോ, 0.15 ഇടയ്ക്ക് വരും. എത്ര സംഖ്യകളുണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സംഖ്യകളാണ്. അപ്പോൾ അത് ഓരോന്നിനും ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നേരം വെളുത്തു. അതുകൊണ്ട് ആ പരിപാടി നമ്മൾ ചെയ്യില്ല. നമ്മൾ ചെയ്യുന്നത് ഈ സമയത്ത് സെറ്റിന് അതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റിൻ്റെ ഒരു കോമൺ പ്രോപ്പർട്ടി അങ്ങ് ഡെഫിനിഷനായിട്ട് അങ്ങ് എഴുതും. അതായത് ഞാനത് എഴുതി കാണിച്ചു തരാം. ഇപ്പോൾ സി എന്നുള്ള സെറ്റ് പറയുന്നത് എക്സ്, അത് എഴുതാൻ എന്നിട്ട് പറഞ്ഞുതരാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ. എക്സ് എന്ന് പറയുന്ന റിയൽ നമ്പറിലുള്ള ഒരു സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെൻ്റ് ആണ്. ആൻഡ് പിന്നെ പറയുകയാണ് എക്സ് ഈസ് ഇൻ ബിറ്റ്വീൻ 0 and 1. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനിഷൻ, അതായത് ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. എന്ന് വെച്ചാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ എലമെന്റ് ഓഫ് ആർ ആൻഡ് എക്സ് ബിലോങ്സ് ടു ആർ. എന്ന് വെച്ചാൽ റിയൽ നമ്പറിന്റെ സെറ്റ് ഉണ്ടല്ലോ, റിയൽ നമ്പറിന്റെ സെറ്റിന്റെ ഉള്ളിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന എക്സുകൾ റിയൽ നമ്പറാണ്. ഈ എക്സുകളാണ് ഇതിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്ന സെറ്റിന്റെ ഉള്ളിലുള്ള എലമെന്റ്. അതൊക്കെ റിയൽ നമ്പറുകളാണ്. പിന്നെ 0ക്കും 1നും ബിറ്റ്വീൻ ആണ് ഇതുള്ളത്. എന്ന് വെച്ചാൽ 0ക്കും 1നും ബിറ്റ്വീനുള്ള എല്ലാ റിയൽ നമ്പറുള്ള കൂട്ടങ്ങളായി സെറ്റുകളായി. അപ്പോൾ ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. അങ്ങനത്തെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം ഉപയോഗിക്കുന്നത്. ഇത് ആ ഒരു എക്സാമ്പിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റിയൽ നമ്പർ 0 and 1ന് പറ്റിയുള്ള റിയൽ നമ്പറുകൾ. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എം ടി സെറ്റിനെ പറ്റി. പെട്ടെന്ന് പോകുന്നത് വെച്ചാൽ അത്രയും പെട്ടെന്ന് തീർക്കാമല്ലോ, അതുവേണ്ടിയാണ്, വരുന്നില്ല. ഓക്കെ, അപ്പോൾ എം ടി സെറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, സെറ്റിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലെങ്കിൽ അതാണ് എം ടി സെറ്റ് അഥവാ നൾ സെറ്റ്. ദ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ് ഈസ് കോൾഡ് ആൻ എം ടി സെറ്റ് ഓർ നൾ സെറ്റ്. അതായത് അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാത്ത സെറ്റിന് നമ്മൾ എന്താ പറയുക, എം ടി സെറ്റ് എന്ന് പറയും. അത് നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു 5 എന്നുള്ള ഒരു ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ച് കാണിക്കാം, 5, അല്ലെങ്കിൽ ഈ ഒരു കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ ഒന്നും ഇടാണ്ടെന്നാൽ മതി. അപ്പോൾ എന്തായി, എം ടി സെറ്റായി. ഇനി അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടു തന്നെയാണ്. അതായത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഇൻ ബിറ്റ്വീൻ 1 and 2. എന്ന് വെച്ചാൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ബട്ട് ലെസ് ദാൻ 2. അതോ കയ്യിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ 1നും 2നും ഇടയ്ക്ക് ഒരു നാച്ചുറൽ നമ്പറും ഇല്ല, 1ഉം 2ഉം അല്ലാതെ. 1ഉം 2ഉം ഉൾപ്പെടുത്താൻ പാടുണ്ടെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേണമായിരുന്നു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ വേണമായിരുന്നു. അതില്ല. അപ്പോൾ ഇത് ഉൾപ്പെടുത്താൻ പറ്റില്ല 1ഉം 2ഉം. അതിൻ്റെ ബിറ്റ്വീൻ ആയിട്ട് വേറെ നാച്ചുറൽ നമ്പർ ഒന്നും ഇല്ല താനും. അതുകൊണ്ട് ഇതെന്താണ്, നൾ സെറ്റ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും ഇല്ല, നോ നാച്ചുറൽ നമ്പർ, സോ ഇറ്റ് ഇസ് എ നൾ സെറ്റ്. കുഴപ്പമില്ലല്ലോ. ഇനി കാർഡിനാലിറ്റി ഓഫ് ദ സെറ്റ്. ഒക്കെ ഈസി ആയിട്ടുള്ള ടോപ്പിക് കേട്ടോ. കാർഡിനാലിറ്റി എന്ന് പറയുന്ന ആ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ സംഭവം നിങ്ങൾക്ക് അറിയായിരിക്കും. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് ഇസ് കോൾഡ് കാർഡിനാലിറ്റി ഓഫ് ദ സെറ്റ്. അതായത് ആ സെറ്റിൻ്റെ ഉള്ളിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടോ അതിനെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. കാർഡിനാലിറ്റി ഓഫ് സെറ്റ് എ ഇസ് ഡിനോട്ടഡ് ബൈ എൻ ഓഫ് എ. എന്ന് വെച്ചാൽ എന്താ, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്ക്, സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയുള്ള 1, 2 എന്തുണ്ട് നോക്കണ്ട, എത്ര എലമെന്റ് ഉണ്ടെന്ന് മാത്രം ഇപ്പോൾ നോക്ക്. 1, 2, 3, 4, 5 എലമെന്റ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് അഥവാ കാർഡിനാലിറ്റി ഓഫ് ദ സെറ്റ് എന്ന് പറയുന്നത് 5 ആണ്. കണ്ടില്ല, അത്രയേ ഉള്ളൂ. ഏത് എലമെന്റ് എന്നുള്ളത്, അതായത് ചിലപ്പോൾ ആൽഫബറ്റ് ആകാം, പക്ഷേ എത്ര എലമെന്റ് ഉണ്ടോ അതിനാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു എക്സ്ട്രാ അറിവിന് വേണ്ടി വെറുതെ ഒരു കാര്യങ്ങൾ പറയാം. അതായത് ഇപ്പോൾ സെറ്റ് എനെ ഞാൻ പറയുന്നു, സെറ്റ് എ എന്ന് പറയുന്നത് ഒരു നൾ സെറ്റ് ആണെന്ന് വിചാരിച്ചോ. സെറ്റ് എ ബി എ നൾ സെറ്റ്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചത് കാർഡിനാലിറ്റി ഓഫ് എ എത്രയാണ്, അഥവാ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എത്രയാണ്? 0. ഈസി ആയിട്ട് പറയാൻ പറ്റും. അത് കാരണം എന്താ, നൾ സെറ്റ് ആയതുകൊണ്ട്. ഇനി ഞാൻ പറയുകയാണ്, ഇതിനൊന്ന് നീട്ടട്ടെ, സോറി, ഇന്നൊന്ന് മേലോട്ട് കയറ്റട്ടെ, സ്ഥലം ഉണ്ടാവില്ല. ഇനി അടുത്ത പറയുകയാണ് വേറൊരു സെറ്റ് ബി. ഈ ഒരു ബീൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഉള്ളിൽ ഒരൊറ്റ ഒരു എലമെന്റ് ഉണ്ട്, ലെറ്റ് ദാറ്റ് ബി 7 അല്ലെ എനിത്തിങ് എന്തെങ്കിലും ആട്ടെ. ഇനി പറയുന്നത് നമ്പർ ഓഫ് ബി എത്രയാണ്. നമ്പർ ഓഫ് ബി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും 1. അപ്പോൾ നമ്പർ ഓഫ് ബി അഥവാ നമ്പർ ഓഫ് എലമെന്റ്സ് 1 ആയിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ സിംഗിൾ ടൺ സെറ്റ് എന്ന് പറയാം. സിംഗിൾ ടൺ സെറ്റ് അഥവാ പരീക്ഷയ്ക്ക് 1 വേർഡ് നിങ്ങൾ ചോദിച്ചാലോ, സോറി സിംഗിൾ ടൺ.
ഇങ്ങനെ എഴുതുന്നതിനെയാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുക. പിന്നെ ഇനി അടുത്തായിട്ട് നോക്കേണ്ടത് ഇപ്പോൾ സെറ്റ് സി, അതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ് ഒരു 1 2 3 എന്നിട്ട് ഞാൻ നിർത്തി. ഓക്കെ, നിർത്തി. ഇതിങ്ങനെ നീണ്ടൊന്നും പോകുന്നില്ല, 1 2 3 നിർത്തി. അപ്പോൾ ഇതിൻ്റെ കാർഡിനാലിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്പർ ഓഫ് സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. ഇതിപ്പോൾ 3 ആണ്, അപ്പോൾ ഒരു ഫൈനൈറ്റ് ആണ്, ഇൻഫിനിറ്റ് അല്ല, എന്തായാലും ഇൻഫിനിറ്റ് അല്ല. അപ്പോൾ ഇങ്ങനത്തെ സെറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുക. അപ്പോൾ ഒബ്വിയസ്ലി അടുത്ത് എന്താ എഴുതാൻ പോകുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ വേറെ സെറ്റ് എടുക്കുന്നു, ആ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 1 2 3 ഡോട്ട് അത് അവസാനിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാർഡിനാലിറ്റി ഇവിടെ തലയില്ലാണ്ട് ഇവിടെ എഴുതാം. അതിൻ്റെ കാർഡിനാലിറ്റി നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ ഡി എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇൻഫിനിറ്റ് ആയിരിക്കും, അതിനൊരിക്കലും അവസാനമില്ല. അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ പറയുക ഇൻഫിനിറ്റ് സെറ്റ്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, 1 വേർഡിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. കാർഡിനാലിറ്റി എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നോക്കാൻ പോകുന്നതാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്സെറ്റിൻ്റെ ഡെഫിനേഷൻ ആദ്യം പറയുന്നതിന് മുമ്പ് സംഭവം എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. സബ്സെറ്റ് കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്, നമുക്ക് എക്സാമ്പിളൂടെ തന്നെ എടുക്കാം. ഇപ്പോൾ സെറ്റ് എ എന്ന് പറയുകയാണെങ്കിൽ സെറ്റ് എൻ്റെ ഉള്ളിലുള്ളത് 1 2 3 ആണെന്ന് വിചാരിച്ചോ. സോറി, 1 2 മതി, 1 2 മതി തൽക്കാലത്തേക്ക്. 1 2 ആക്കി നിർത്തുന്നു, ബ്രേക്ക് ചെയ്തു. ശരി, ഇനി ബി എന്നുള്ളൊരു സെറ്റ്, അതിൻ്റെ ഉള്ളിലുള്ളത് 1 ഉണ്ട്, 2 ഉണ്ട്, അതിലുപരി 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. എൻ്റെ ഉള്ളിലുള്ളത് 1 2 ആണ്. ആ 1 2 ഇതിലുണ്ട് എന്ന് വെച്ചാൽ ഇതിലുള്ള എല്ലാ എലമെൻറ്റും ഇതിലുണ്ട്. എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ, ഇതിലുള്ള എല്ലാ എലമെൻറ്റും ഇതിലുണ്ടായിക്കോട്ടെ. അതുണ്ടോ? അതുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. നമ്മളിങ്ങനെ സൂചിപ്പിക്കുക, അതായത് എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ട്. ഓക്കെ, എ ആണ് ചെറുത്, ബിയിൽ നിന്ന് വന്നുള്ള ഒരു ചെറിയ സെറ്റാണ് എ, അതുകൊണ്ട് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് വേണേൽ പറയാം. ഇങ്ങനെയാണ് നമ്മൾ പറയുക. അതായത് ഈ കൂർത്തറ്റുണ്ടല്ലോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്, അത് ആരുടെ നേരെ ഉണ്ടോ അതാണ് സബ്സെറ്റ് ഉണ്ടാവുക. അപ്പോൾ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. ഇനി ഇതേ സാധനം തന്നെ ആൾക്കാർ തലതിരിച്ച് എഴുതാറുണ്ട്. അതായത് ബി ആദ്യം എഴുതിയിട്ട് ഇങ്ങനെ തിരിച്ചെഴുതും. എന്നിട്ട് എന്തായാലും അർത്ഥം തന്നെയല്ലേ, എ തന്നെയാണ് ഇവിടുത്തെ സബ്സെറ്റ് വരിക. പക്ഷെ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയെങ്കിൽ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് വായിക്കും. ഇങ്ങനെ എഴുതിയെങ്കിൽ ബി ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് വായിക്കും. വായിക്കുന്നതിനുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് സംഭവം ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, എ ആണ് ഇവിടുത്തെ സബ്സെറ്റ്, എ ആണ് ഇവിടുത്തെ കുഞ്ഞൻ സെറ്റ്. അത് വന്നിരിക്കുന്നത് ബിയിൽ നിന്ന് തന്നെയാണ്. ഇനി അടുത്തത് നോക്കേണ്ടത്, ഇതിൽ തന്നെ വേറൊരു വകഭേദം സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചോ എ എന്ന് പറയുന്ന സെറ്റ് അതിപ്പോൾ 1 2 3 തന്നെയായിരുന്നു എന്ന് വിചാരിച്ചോ. അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റ് അതും 1 2 3 ആയിരുന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ എയും 1 2 3 ബിയും 1 2 3. അപ്പോൾ എനിക്ക് പറഞ്ഞുകൂടെ എ ഈസ് ഈക്വൽ ടു ബി എന്ന്, എ ബി തന്നെയാണ്. പക്ഷേ ഇത് സബ്സെറ്റിൻ്റെ അർത്ഥത്തിലൊന്ന് നോക്കി നോക്ക്, ഇതിലും 1 2 3 ഇതിലും 1 2 3 എന്ന് വെച്ചാൽ ഇതിലുള്ള എല്ലാ എലമെൻറ്റും ഇതിലുണ്ട്, ഇതിൽ നിന്ന് വന്ന എലമെൻറ്റ് പോലെ നമുക്ക് എടുക്കാം. അപ്പോൾ എനിക്ക് എന്തും പറയാം, എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് വേണേൽ പറഞ്ഞൂടെ, പറയാമല്ലോ. പക്ഷേ ഏത് സബ്സെറ്റ് എന്ന് മാത്രം പറയുന്നത് ശരിയല്ല, കാരണം ഇത് എലമെന്റ് ഈക്വൽ ആണല്ലോ. അതുകൊണ്ട് ഇത് സെറ്റും ഈക്വൽ ആണെന്ന് വേണേൽ പറയാം. അതുകൊണ്ട് അടിയിൽ ഒരു വരയും കൂടി ഇടുന്നു. അതായത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എ ഈസ് ദ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി എന്നുള്ളതാണ്. എ ഈസ് ദ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. എ സെറ്റ് എ സെറ്റ് ബി സബ്സെറ്റ് ഓഫ് ബി ഇഫ് എവറി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി. അതായത് എയിലുള്ള എല്ലാ എലമെന്റും ബിയിലുള്ള ഓരോ എലമെന്റും ബിയിലും ഉണ്ടെങ്കിൽ ദിസ് ഡിനോട്ടഡ് ബൈ എ ഈസ് എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി. ആ ഈക്വൽ ടു വരുന്നത് അതൊരു അതിലേക്കും പോരാ, പ്രോപ്പർ ഇംപ്രോപ്പർ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എവറി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അതായത് അവിടെ പറയുന്നത് അറിയോ, എവറി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. എല്ലാ സെറ്റും അതിൻ്റെ തന്നെ ഒരു സബ്സെറ്റ് ആണ്. അതല്ലേ നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇതൊക്കെ ഇത് എ ബി എന്ന് ശരിക്കും പറയേണ്ടതില്ല, ഇത് 2 എന്ന് എനിക്ക് വേണേൽ പറയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ തൽക്കാലം സേക്ക് ഓഫ് കൺവീനിയൻസ് ബി തന്നെ എടുത്തോട്ടെ. അപ്പം എയും ബിയും ഉണ്ട്. അപ്പോൾ എ സത്യം പറഞ്ഞാൽ എക്ക് തന്നെ ഒരു സബ്സെറ്റ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രോപ്പർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട് എവറി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. എല്ലാ സെറ്റും അതിന് തന്നെ ഒരു സബ്സെറ്റ് ആണ്. അതുപോലെ എം ടി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയോ? ഇപ്പോൾ എം ടി സെറ്റ് നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു സെറ്റ് സി പറയാമെന്ന് വിചാരിച്ചോ. സി 1 2 3 അല്ലെ 1 2. അതുപോലെ നൾ സെറ്റിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. ഈ എല്ലാം ഉള്ള അല്ലെങ്കിൽ ഈ സീൻ്റെ ഉള്ളിലും ഒരു ഒന്നും ഇല്ലാത്ത അവസ്ഥ ഇല്ലേ? അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഈ നൾ സെറ്റ് ഈസ് എ സെറ്റ് ഓഫ് എവറി സെറ്റ്. നൾ സെറ്റ് അത് എത്ര വലിയ സെറ്റ് ആയിക്കോട്ടെ, ഇതിപ്പോൾ ചെറിയ രണ്ട് എലമെന്റ് ഉള്ള സെറ്റാണ്, ഇതിലും വലിയ സെറ്റ് ആയിക്കോട്ടെ, എത്ര സെറ്റ് ആണെങ്കിലും എന്ത് വലിയ സെറ്റ് ആണെങ്കിലും നൾ സെറ്റ് ഈസ് എ സെറ്റ് ഓഫ് എവറി സെറ്റ്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും നൾ സെറ്റ് ഈസ് സെറ്റ് ഓഫ് എവറി സെറ്റ്. ഇതിപ്പോൾ തൽക്കാലം സി വെച്ച് സൂചിപ്പിച്ചതേ ഉള്ളൂ, അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്താണ്. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. സബ്സെറ്റ് ആട്ടോ, ഞാൻ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. പിന്നെ പ്രോപ്പർ സബ്സെറ്റ് ഇംപ്രോപ്പർ സബ്സെറ്റ് ആണ്. അതിനു മുമ്പ് ഒരു സംഭവം തന്നു കഴിഞ്ഞാൽ എൻ്റെ മൊത്തം സബ്സെറ്റ് എഴുതാനുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതെങ്ങനെ എഴുതാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ എക്സാമ്പിളിലൂടെ തന്നെ തുടങ്ങാം. ഇപ്പോൾ ഞാൻ പറയുകയാണ് സെറ്റ് എ, അതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ് 1 2 3 ക്ലാസിക്. ഇനി അതിൻ്റെ ഉള്ളിൽ ഞാൻ പറയുകയാണ് ഫൈൻഡ് ഓൾ ദ സബ്സെറ്റ് ഓഫ് എ. ഓൾ ദ സബ്സെറ്റ് ഓഫ് എ നമുക്ക് എഴുതണം, ഇതിൻ്റെ ഉള്ളിലുള്ള ഓൾ ദ സബ്സെറ്റ്. അപ്പോൾ എത്ര സബ്സെറ്റ് വരെ മാക്സിമം വരും അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. അപ്പോൾ അതാദ്യം കണ്ടുപിടിച്ചേക്കാം. കാരണം പല ചോദ്യങ്ങളിലും എല്ലാം എഴുതേണ്ടി വരില്ല. പലതിലും ചോദിക്കുക ടോട്ടൽ സബ്സെറ്റുകൾ എഴുതുക എന്നുള്ളത് മാത്രമായിരിക്കും.
അപ്പോൾ ഞാൻ പറയുകയാണ് ടോട്ടൽ സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഈസിയാണ് 2n. അപ്പോൾ അതിൽ n എന്താ? n എന്ന് പറയുന്നത് ടോട്ടൽ എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ്. അതായത് ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എത്ര എലമെൻ്റ് ഉണ്ടോ അത്രേ. ഈ ഒരു കേസിലാണ് ഇവിടെ 1 2 3 എലമെൻ്റാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ n 3 എടുക്കുക. അപ്പോൾ ഞാൻ നോക്കട്ടെ ഇവിടുത്തെ ടോട്ടൽ എത്രയാണ് ഉണ്ടാവും? ടോട്ടൽ 2 1 2 3 അല്ലേ, 2 അതായത് 22 അതായത് 8 അല്ലേ, 22 4 4 2 8 ബേസിക് അല്ലേ. അപ്പോൾ 8 എണ്ണം വരെ മാക്സിമം പോവാം. ഇത് നമുക്ക് എപ്പോഴും ഉപയോഗം വരിക എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കും എത്ര എണ്ണം വരെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ 8 എന്ന് ഡയറക്റ്റിൽ എഴുതി മതി. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് എല്ലാം എഴുതണം, എഴുതിയിട്ടൊന്ന് കൺഫേം ചെയ്യണം എല്ലാം എഴുതി കഴിഞ്ഞോ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ. അപ്പോൾ മനസ്സിലാവും 8 എണ്ണമാണ് ടോട്ടൽ, അല്ലെങ്കിൽ 8 എണ്ണം എഴുതി കഴിഞ്ഞാൽ ഓക്കെ സമാധാനം. അങ്ങനെയാണ് ഓരോന്ന് എങ്ങനെ എഴുതാൻ നോക്കാം. ആദ്യം തന്നെ അത് എഴുതുന്ന രീതി എന്ന് പറയുന്നത് സബ്സെറ്റ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. സബ്സെറ്റ് എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നൾ സെറ്റ് നിന്ന് തുടങ്ങാം. അത് കാരണം എന്താ? നൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നൾ സെറ്റ് എന്തായാലും അതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി നോക്കാം ഓരോന്ന് വിധമുള്ള ജോഡികളാക്കി എഴുതാം. ഓരോന്ന് വിധമുള്ള ജോഡികൾ, അതായത് ഒന്ന് മാത്രം വരുന്ന തരത്തിലുള്ള സബ്സെറ്റ്. അപ്പോൾ നോക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു സെറ്റാണല്ലോ, അതുകൊണ്ട് ഇതിന് സബ്സെറ്റ് എന്ന് പറയാമല്ലോ. സബ്സെറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ രണ്ട് മാത്രമായിട്ടുള്ള എഴുതാം, മൂന്ന് മാത്രമായിട്ടുള്ളത് എഴുതാം. ഇനി നോക്കാം, ഇനി എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഇനി 1 2 3 അതായത് ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് എഴുതി. ഇനി ബാക്കിയുള്ളത് ഇവന്മാരെന്താക്കുക, നമുക്ക് പേർ ചെയ്ത് എഴുതാം. ആദ്യം രണ്ടെണ്ണം വീതമുള്ള ജോഡികൾ, അതായത് 1 2 ഒരു ജോഡിയാകാം, 2 3 ഒരു ജോഡിയാകാം, ഇനി വേണമെങ്കിൽ 1 3 ഒരു ജോഡിയാകാം. അതെങ്ങനെ തെറ്റാതെ എഴുതാം അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 1 2 2 3 1 3 ചറപറ എഴുതാതെ ഞാനിങ്ങനെ ആലോചിക്കാനറിയാം. പണ്ട് എനിക്കും പഠിക്കുന്ന സമയത്തുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നത്. അതായത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ തന്നെയാണോ എഴുതി, ഇനി തെറ്റിയോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു. ഒന്നും ചെയ്യേണ്ട, അതായത് ആ എലമെന്റ് ഉണ്ടല്ലോ, ഇപ്പോൾ 1 2 3 നമ്മുടെ ഉള്ളിലുള്ള എലമെന്റ്. അപ്പോൾ 1 2 3 വട്ടത്തിലോ അതായത് എല്ലാത്തിലും നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന തരത്തിൽ ഇങ്ങനെ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും എഴുതി വെക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ ആദ്യം ഒരാളെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ 1നെ ഫോക്കസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, 1 2 ഒരു വര വരയ്ക്കുക. അപ്പോൾ 1 2 പേരാവുന്ന തരത്തിൽ വര വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് 1 2 എഴുതുന്നു. ഇനി അടുത്ത വര 1 അല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, 1 അടുത്ത വരാനുള്ള 3. ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് വര വരയ്ക്കണമായിരുന്നു. അപ്പോൾ 1 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1ന്റെ കാര്യം ഏതാണ്ട് കഴിഞ്ഞു. 1 3. അപ്പോൾ ആ ഒരു ആൾക്കാരുണ്ട്, ഇതിൻ്റെ കളർന്ന് മാറ്റിക്കളെ, ഡബിൾ അല്ലേ. അപ്പോൾ 1ന്റെ കാര്യം കഴിഞ്ഞു. 1 എന്ന് പറയുന്നത് 1 2 ആയിട്ടും 1 3 ആയിട്ടും പേർ ചെയ്തു. ഇനി വേറെ ആരും ഇല്ല 1നെയൊക്കെ. അപ്പോൾ 1 പോട്ടെ. ഇനി നമുക്ക് 2 നോക്കാം. 2നെ ഫോക്കസ് ചെയ്തു. 2നെ ഫോക്കസ് ചെയ്തപ്പോൾ 2 1 വരയ്ക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഒരു വര വന്നിട്ടുണ്ട്. ഇനി ഞാൻ വരയ്ക്കുകയാണെങ്കിൽ 2 1 എഴുതേണ്ടി വരും. 2 1 എന്ന് പറഞ്ഞാൽ 1 2 തന്നെയല്ലേ, ഓർഡർ ഒന്നും മാറ്റർ അല്ലല്ലോ. അതുകൊണ്ട് 1 2 എന്ന് പറഞ്ഞാൽ 2 1 തന്നെയാണ്. അപ്പോൾ 2 ഓൾറെഡി ഒരു വര വന്നു, അതുകൊണ്ടാണ് ഇങ്ങനത്തെ വര വരയ്ക്കുന്നതിൻ്റെ ഉപയോഗം. ഓൾറെഡി വന്നാണോ അതിന് എഴുതണ്ട. ഇനി അടുത്ത് നോക്കാം. അടുത്തെന്ന് പറയുന്നത് 1 3 ആണ്. 1 3 വന്നു കഴിഞ്ഞാൽ എന്താ, 2 3. അപ്പോൾ 2 3 ചേർത്ത് എഴുതുക. 2 3 അടുത്ത സബ്സെറ്റ്. ഇനി നോക്കാം 3ന് നോക്കേണ്ട കാര്യം ഉണ്ടോ, കാരണം 2ന് കഴിഞ്ഞാൽ 2ന് ഇനി വേറെ ആരുമില്ല. 3ന് നോക്കാം. 3 1 ഓൾറെഡി പേര് എടുക്കുകയാണ്, 3 2 ഓൾറെഡി പേര് എടുക്കുകയാണ്. ഇനി 3ന്റെ എഴുതേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി 3ന്റെ എല്ലാം വന്നു കഴിഞ്ഞു. നോക്ക് 3 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്. 3ന്റെ ഓൾ കോമ്പിനേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ആരൊക്കെയാ നോക്ക്, നമ്മുടെ സെറ്റിൽ 3 ആൾക്കാരായിരുന്നുള്ളത്. 1 വീതമുള്ള എഴുതി, 2 വീതമുള്ള എഴുതി. ഇനി ആകെ 3 എണ്ണം കൂടി ഉള്ള ഒരു സെറ്റും കൂടി ഉണ്ടാവും. അപ്പോൾ ആ 3 എണ്ണമുള്ള സെറ്റിനെ ഞാൻ ഇപ്പോൾ തൽക്കാലം തന്നെ എഴുതട്ടെ. 1 2 3 ഇത്ര ആയിക്കഴിഞ്ഞാൽ ടോട്ടൽ സബ്സെറ്റുകൾ ആയിക്കഴിഞ്ഞു. നിങ്ങളൊന്ന് എണ്ണി നോക്കുക, നമുക്ക് എത്ര കിട്ടിയോ? 8 അല്ലേ തുടക്കത്തിൽ കിട്ടണം എന്ന് പറഞ്ഞ്. 1 2 3 4 5 6 7 8 8 ഉണ്ടല്ലോ. അപ്പോൾ 8 സബ്സെറ്റ് ഓൾറെഡി കിട്ടി. അതിനുള്ളൊരു മെത്തേഡായിരുന്നു ഇത്. പിന്നെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ നൾ സെറ്റും അതുപോലെ ഓരോ സെറ്റുകൾ ഉൾപ്പെടുന്നത്, ഒന്ന് മാത്രം ഉൾപ്പെടുന്നത്, ജോഡികളുള്ളത് ഒക്കെ ഉണ്ടല്ലോ. അതായത് ഈ ഒറിജിനൽ സെറ്റ് അല്ലാത്ത എല്ലാം ഇവന്മാരെല്ലാവരെയും നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്. അതല്ലാണ്ട് ആ ഒരു സെറ്റ് തന്നെ ഉണ്ടല്ലോ, ആ സെറ്റ് തന്നെ നിരത്തി പിടിച്ച് എഴുതുന്നതിനാണ് നമ്മൾ ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. അതായത് സബ്സെറ്റുകൾ തന്നെ ഉണ്ട്. സബ്സെറ്റിൽ നമ്മൾ ബാക്കി എല്ലാ സബ്സെറ്റുകളും നമുക്ക് വേണമെങ്കിൽ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒരു സെറ്റിനെ അങ്ങനെ തന്നെ എഴുതിയിട്ട് അത് സബ്സെറ്റാന്ന് പറയുന്നതിന് ഇംപ്രോപ്പർ എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ അതൊരിക്കലും പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതിപ്പോൾ സിലബസിൽ ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്, എന്നാലും അതിപ്പം ആവശ്യമാണ്, എന്തായാലും പഠിച്ചു വെച്ചേക്കുക. പിന്നെ ടോട്ടൽ സബ്സെറ്റ് മാത്രമല്ല ഞാനിവിടെ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇപ്പോൾ കിട്ടിയ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പ്രോപ്പർ ഇംപ്രോപ്പർ നമുക്കൊന്ന് പറയാൻ പറ്റുമോ നോക്കാം. ടോട്ടൽ സബ്സെറ്റ്. ഇനി ഞാൻ പറയുന്നത് ടോട്ടൽ പ്രോപ്പർ സബ്സെറ്റ് എത്ര ഇരിക്കുന്നു, ടോട്ടൽ പ്രോപ്പർ സബ്സെറ്റ്. അപ്പോൾ എന്താ മനസ്സിലാക്കണ്ടേ, അത് ടോട്ടൽ സബ്സെറ്റ് ആണെങ്കിൽ 2n ആണ്. ഏത് സെറ്റ് ആണെങ്കിലും അതിപ്പോൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ 4 എണ്ണം ഉള്ളതായിക്കോട്ടെ 5 എണ്ണം ഉള്ളതായിക്കോട്ടെ, അതിൽ ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് ആ ഒരു സെറ്റ് തന്നെ വരുന്നതാണ്. അത് ആകെ ഒറ്റ കേസല്ലേ വരുള്ളൂ, കാരണം 3 എണ്ണമുള്ള ഒറ്റ കേസിന്, 4 എണ്ണുള്ളതാണെങ്കിൽ ആ 4 എണ്ണമുള്ള ഒറ്റ കേസേ വരുള്ളൂ. അപ്പോൾ ഒരെണ്ണം മാത്രമാണ് ഏത് കേസിലാണെങ്കിലും ഇംപ്രോപ്പർ ആയിട്ട് എടുക്കുക. അപ്പോൾ ടോട്ടൽ പ്രോപ്പർ കിട്ടാൻ വേണ്ടി എന്താക്കുക, ടോട്ടൽ സബ്സെറ്റ് 2n ആണ് -1. ആ 1 എന്ന് പറയുന്നത് ഏതായിരിക്കും, ഇംപ്രോപ്പർ ആയിട്ട് നിൽക്കുന്ന ഇതായിരിക്കും.
ഇനി നോക്കി നോക്ക്, പ്രോപ്പർ പ്ലസ് ഇംപ്രോപ്പർ, അതായത് 2n - 1 + 1 ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ ഇത് ക്യാൻസൽ ആവും, അപ്പോൾ 2n ആവും, ടോട്ടൽ n ആവില്ലേ. അപ്പോൾ ടോട്ടൽ സബ്സെറ്റ് 2n ആവും, ടോട്ടൽ പ്രോപ്പർ സബ്സെറ്റ് 2n - 1 ആവും. ജസ്റ്റ് ഫോർമുലേറ്റ് പഠിക്കേണ്ട, അതിൻ്റെ ലോജിക്ക് പഠിച്ചാൽ മതി. അതായത് ഇനി അത് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റണം. പിന്നെ യൂണിവേഴ്സൽ സെറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇതിപ്പോൾ 3 എണ്ണമല്ലേ നമ്മൾ എഴുതിയേ, 4 എണ്ണമുള്ളതെന്ന് വെറുതെ എഴുതിയാലോ? 4 എണ്ണമുള്ളതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇനി അവർ ടഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണമല്ലോ. അപ്പോൾ ബി എന്നുള്ളൊരു സെറ്റിൽ ഞാൻ പറയുന്നു, അതിൻ്റെ ഉള്ളിൽ 1 2 3 4 ആണ്, 4 എലമെന്റ് ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാം സിമ്പിൾ. സബ്സെറ്റ് എഴുതുമ്പോൾ ആദ്യം തന്നെ എന്താ നൾ സെറ്റ് അങ്ങ് എഴുതി വെച്ചേക്കാം. നൾ സെറ്റ് ആദ്യം എഴുതി, നൾ സെറ്റ് കഴിഞ്ഞിട്ട് ഓരോന്നും മാത്രം വരുന്ന സെറ്റ് കണ്ടല്ലോ. മാത്രം വരുന്നതെന്ന് പറഞ്ഞാൽ 1 2 3 4. അപ്പോൾ അതും എഴുതുക, 1 2 3 4 അല്ലേ, 4 ഉണ്ട്, അതൊക്കെ എഴുതി. ഇനി അടുത്തത് ഈ 2 ജോഡികൾ വീതം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത അതേ ലോജിക്ക് തന്നെ ചെയ്ത് നോക്കുക. അതായത് എന്താണ് 1 2 3 4 എല്ലാത്തിനും വര കിട്ടണം, അത്ര അങ്ങനെ എഴുതിയാൽ മതി, പറഞ്ഞില്ല. പിന്നെ അതിലേക്ക് ഓരോന്ന് വര വരയ്ക്കുക. ആദ്യം ഫോക്കസ് ചെയ്യുന്ന 1ലേക്കാണ്, അപ്പോൾ 1ൽ ഫോക്കസ് ചെയ്തിട്ട് 2ലേക്ക് വര വരയ്ക്കുന്നു, അപ്പോൾ 1 2. പിന്നെ 1ൽ ഫോക്കസ് ചെയ്തിട്ട് 4ലേക്ക് വര വരയ്ക്കുന്നു, 1 4. അടുത്തത് 1 ഫോക്കസ് ചെയ്തിട്ട് 3ലോട്ട്, അപ്പോൾ 1 3. കഴിഞ്ഞോ? കഴിഞ്ഞില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി 1 കഴിഞ്ഞു, ഇനി 2നെ ഫോക്കസ് ചെയ്യാം. 2നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ 2 1നോട് വരയ്ക്കേണ്ട കാര്യമില്ല, ഓൾറെഡി വരച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഇവന്മാർ രണ്ടാളോടും വരയ്ക്കാം. ഇത് ഇങ്ങോട്ട് വരച്ച് വരെ കേട്ടോ, നോക്കണ്ട. 2 4നോട് വരച്ചു എന്ന് വിചാരിച്ചോ, അപ്പോൾ 2 4 2 4. ഇനി അടുത്ത വരാ 2 3നോട് വരയ്ക്കാമല്ലോ, അപ്പോൾ 2 3. കഴിഞ്ഞിട്ടില്ല, ഇനി 2 കഴിഞ്ഞു. അടുത്തത് 4 നോക്കാം. 4 എന്ന് പറയുന്നത് ഓൾറെഡി 2ആയിട്ട് വര വരച്ചിട്ടുണ്ട്, 1ആയിട്ട് വര വരച്ചിട്ടുണ്ട്. ഇനി ആരൊക്കെ വരയ്ക്കാനുള്ളത് 3ആയിട്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, 2 3 എന്ന് പറയാം. 2 3 സോറി 2 3 അല്ലല്ലോ, ഇതിപ്പോൾ 2 3 അല്ലല്ലോ, 4 3 അല്ലേ. അതുപോലെ നേരത്തെ എഴുതി 4 2 അല്ലായിരുന്നോ? അല്ല, 4 3 ആണ്. കാരണം 4 എഴുതി 4 2 എഴുതേണ്ട കാര്യമില്ല, അത് 2 4 തന്നെയാണ്, അത് പിന്നെ എഴുതേണ്ട കാര്യമില്ല. ഇനി ഉള്ളത് 4 3 ആണ്, അത് കഴിഞ്ഞു. അടുത്തായിട്ട് ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് എന്താണ്, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ 3 ആണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ 3 നോക്കിയിട്ട് കാര്യമുണ്ടോ? 3 നോക്കിയിട്ട് കാര്യമുണ്ടോ? 3 1ആയിട്ട് ചെയ്തു, 2ആയിട്ട് ചെയ്തു, 4ആയിട്ട് ചെയ്തു, ഇനി 3ആയിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് അത് ഓൾറെഡി വന്നു കഴിഞ്ഞു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഉള്ളത് എന്ന് പറയുന്നത് 4 എണ്ണം ഉള്ളതാണല്ലോ, 3 എണ്ണം വരെയുള്ള ജോഡിയാക്കി ഇനി 4 എണ്ണം വരുന്നതാണ്, അത് തന്നെയാണ് വരാൻ പോകുന്നത്. അതായിരിക്കും ഇതിൻ്റെ ഒരേ ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള സബ്സെറ്റ്. ബാക്കിയെല്ലാം അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള സബ്സെറ്റാണ്. നമ്മൾ ആദ്യം നോക്കിയില്ല ഇതിൻ്റെ ടോട്ടൽ സബ്സെറ്റുകൾ എത്ര എണ്ണം വരും നമുക്ക് വെറുതെ നോക്കി നോക്കാം. ഇപ്പോൾ 2 ഇവിടെ 4 അല്ലേ വരുന്നത്, 2 എന്ന് പറഞ്ഞാൽ എത്രയാ, 16. 2 16 അല്ലേ, 16 വരുന്നില്ലേ നോക്കി നോക്ക്. 1 2 3 4 5 6 7 8 9 10 11 12. ഓ മൈ ഗോഡ്, എന്തൊക്കെ വിട്ടല്ലോ. യെസ്, എന്താണെന്ന് മനസ്സിലായോ? കാരണം 3 എണ്ണം വരുന്ന ജോഡി എഴുതിയിട്ടേ ഇല്ല. 3 എണ്ണം വരുന്ന ജോഡി ഉണ്ടാവൂലേ, ഞാൻ ടെസ്റ്റ് ചെയ്തൊന്ന് കൂട്ടിയാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ തൽക്കാലം 4 എണ്ണം വരുന്ന അവിടെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് എഴുതാം. ഇനി 3 എണ്ണം വരുന്ന ജോഡി ഉണ്ട്. 3 എണ്ണം വരുന്ന ജോഡി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അതും ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വട്ടത്തിലോ അങ്ങനെയെങ്കിലും എഴുതുക. 1 2 3 4 ഓർഡറൊന്നും വിഷയമുള്ള കാര്യമില്ല. ഇനി 3 എണ്ണം വീതമുള്ള ജോഡിയാക്കണം. അപ്പോൾ ജസ്റ്റ് 3 എണ്ണം വീതമുള്ള ജോഡി ആദ്യം ഇങ്ങനെ നോക്കാം. 1 2 3 എഴുതട്ടെ, 1 2 3. അടുത്തത് ആ ഒരു ക്ലോക്ക് പോകുന്ന പോലെ അങ്ങ് പോയിക്കോ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. നമ്മളിപ്പോൾ ആദ്യം ഇങ്ങനെയല്ലേ പോയി, ഇനി ഇങ്ങനെ 2 3 4 പോവും, 2 3 4. അടുത്ത് നോക്കാം, അടുത്തേതാ, ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇനി ഇങ്ങനെ. അതായത് 1 4 3 അല്ലേ, 3 4 1 എങ്ങനെ എഴുതിയാലും കണക്കാം, എഴുതിയാൽ മതി. ഓക്കെ, 3 4 1. അടുത്ത നോക്കാം, അടുത്ത് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി, ഇനി ഇതും കൂടി മാത്രം. അപ്പോൾ അയ്യോ, അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ് 3 ഉള്ള ജോഡിയും കഴിഞ്ഞ്. അപ്പോൾ 4 1 2 കഴിഞ്ഞില്ലേ. അത്രയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി, 3 വരുന്ന ജോഡിയും കൂടി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആവേശത്തിൻ്റെ പുറത്ത് ഞാൻ എഴുതിയ 4 വരുന്ന ജോഡിയും കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതൊന്ന് 2 എണ്ണോ. ഓക്കെ, അപ്പോൾ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇപ്പോൾ 16 എണ്ണം വരുന്നുണ്ട്. അതിൽ ഇതാണ് ഇംപ്രോപ്പർ ആയിട്ട് അവിടെ നിൽക്കുന്ന, ബാക്കിയെല്ലാം പ്രോപ്പർ സബ്സെറ്റുകളാണ്. അപ്പോൾ 4 എണ്ണം കൂടി വന്നല്ലോ, 4 എണ്ണം ഒന്നും ചോദിക്കൂല. ഇനി അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണമല്ലോ. ഇനിയിപ്പം 5 എണ്ണം വന്ന് ഒരിക്കലും ചോദിക്കൂല, എന്നാലും ഞാൻ പറയാം 5 എണ്ണം വരുന്ന അങ്ങനെ വന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ 4 എണ്ണം വരുന്ന ജോഡിയും കൂടെ ആക്കണം, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അതും വരില്ല കേട്ടോ, പേടിക്കണ്ട. പിന്നെ യൂണിവേഴ്സൽ സെറ്റാണ് ഇനി നോക്കാനുള്ളത്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യുന്ന സമയത്ത് അതിൽ കുറേ അധികം സെറ്റുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. ആ സെറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ എലമെൻറ്റിനെയും പെറുക്കി എടുത്തിട്ട് മുഴുവനായിട്ട് എല്ലാത്തിനെയും കൂടി യോജിപ്പിച്ച് വേറെ സെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ, അതിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുക. എന്ന് വെച്ചാൽ എക്സാമ്പിളിലൂടെ നോക്കാം, എന്നിട്ട് ഡെഫിനേഷനിൽ നോക്കാം. അപ്പോൾ സെറ്റ് എ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 2 3 ആണ്. സെറ്റ് ബി എന്ന് പറയുന്നത് 3 4 7 ആണ്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെയും 3 ഇവിടെയും 3 കാണാം, നോട്ടീസ് ചെയ്താൽ.
അത് നോക്കേണ്ട കാര്യമില്ല. ഇപ്പം നോക്കിക്കോ, ഇനി സി എന്ന് പറയുന്നത് 6 7 ആണ്. അവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 7 ഇവിടെ 7 ഉണ്ട്. അതെന്തെങ്കിലും ആട്ടെ. ഇനി ഞാൻ ചെയ്യുന്നത് എൻ്റെ യൂണിവേഴ്സൽ സെറ്റ് ക്യാൻ ബി എന്ന് വെച്ചാൽ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ സെറ്റിലുള്ള എല്ലാ എലമെന്റിനെയും കൂട്ടിച്ചേർത്ത് വരുന്ന സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ നോക്കുകയാണ് 1 2 3 എവിടെ നിന്നൊക്കെ എഴുതിയിട്ടില്ല 1 2 3, പിന്നെ 4 ആണ് നേരെ എഴുതിയിട്ടില്ല. അടുത്ത സെറ്റ് ഇൻവോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ 1 2 3 കഴിഞ്ഞു. ഇനി 3 4 7 ആണ് ഇൻവോൾവ് ചെയ്യേണ്ടത്. പക്ഷേ 3 ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഓൾറെഡി ഇവിടെ നിന്ന് 3 എഴുതിയിട്ടുണ്ട്. പിന്നെയും 3 എഴുതേണ്ട കാര്യമില്ല. ഒരു തവണ 3 എഴുതിയാൽ മതി. കാരണം സെറ്റിൽ മൾട്ടിപ്ലൈ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ 1 2 3 എഴുതി. പിന്നെ അടുത്തായിട്ടുള്ള 4 എഴുതി. പിന്നെ വരുന്നത് 7 ആണ്. 7 എഴുതിയിട്ടുണ്ട്. അത് ഒരു ഓർഡറിൽ എഴുതിയെന്ന് മാത്രം. ഓർഡർ ഒന്നും എഴുതണമെന്നില്ല. സെറ്റ് എന്ന് എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ വരുന്ന 6 ആണ്. 6 എഴുതി 7 എഴുതി. ബേസിക്കലി അർത്ഥം ഇത്രയേ ഉള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിന് ഒറ്റ തവണ എഴുതുക, ബാക്കി എല്ലാത്തിനും എഴുതുക. എല്ലാവരും ഉണ്ടായിരിക്കണം. മൾട്ടിപ്പിൾ തവണ ആരും ഉണ്ടായിരിക്കരുത്. അത്രയേ ഉള്ളൂ യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയുള്ളതാണ് വെൻ ഡയഗ്രാം. അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു ബ്യൂട്ടി ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പോൾ വെൻ ഡയഗ്രാം നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ നോക്കാം. ഞാൻ പറയാണ് സെറ്റ് എ എന്ന് പറയുന്നത് 1 2 3 ഫ്രഷ്. ഇനി സെറ്റ് ബി എന്ന് പറയുന്നത് ഒരു 2 3 4. യെസ്, ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. ഇത് റോസ്റ്റർ ഫോമിൽ ഞാൻ പറഞ്ഞു. ഇനി ഇതിനെ ഡയഗ്രാമാറ്റിക്കലി, അതായത് ഇതിനെ പിക്ചോറിക്കലി എനിക്കൊന്ന് റെപ്രസെന്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താക്കും, ഞാനൊരു വെൻ ഡയഗ്രാം വരയ്ക്കും. വെൻ ഡയഗ്രത്തിൽ ചെയ്യുന്നത് മോസ്റ്റ്ലി റെക്ടാങ്കിളിനെ, മോസ്റ്റ്ലി എല്ലാ കേസിലും റെക്ടാങ്കിളിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കും. എന്ന് വെച്ചാൽ ഈ ഒരു സെറ്റിൻ്റെ ഉള്ളിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, സെറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ എലമെന്റും ചേർത്തിട്ടാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഉള്ളിലാണ് ഏതൊരു സെറ്റും ഉള്ളത്. അപ്പോൾ ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് റെക്ടാങ്കിൾ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വരയ്ക്കുന്ന ഷേപ്പുകളാണ്. അത് കൂടുതൽ കേസിൽ നമ്മൾ വരയ്ക്കുന്നത് ഇത് തന്നെയാണ്, സർക്കിൾ തന്നെയാണ്. ആ സർക്കിൾ വെച്ചിട്ട് നമ്മൾ ഓരോ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യും. ഇത് സെറ്റ് എ ആണെന്ന് വിചാരിച്ചോ, ഇത് സെറ്റ് ബി ആണെന്ന് വിചാരിച്ചോ. ബിക്ക് ഒരു രസമില്ലല്ലോ അങ്ങനെ. സെറ്റ് ബി എന്ന് വിചാരിച്ചോ. ഇനി അതിൻ്റെ ഉള്ളിൽ എലമെന്റുകൾ നിറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്താക്കും, എലമെന്റ് ഇങ്ങനെ നിറയ്ക്കുകയാണ്. സെറ്റ് അതിൻ്റെ ഉള്ളിൽ ആർക്കുള്ള 1 2 3 ആണെന്നല്ലേ അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. സെറ്റ് ബിൻ്റെ ഉള്ളിൽ നോക്ക്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇവിടെ ഒരു 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റിയേക്കാം. 2 3 പിന്നെ ഒരു 4 കൂടി ഉണ്ട്. ഇനി ഞാൻ എന്താക്കാന്ന് വെച്ചാൽ, ഒരു സെറ്റിൽ പലതവണ ഒരേ സാധനം വേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെന്താക്കുക, ഒന്ന് ചേർത്തങ്ങ് എഴുതിയേക്കാം. അങ്ങനെയാണെങ്കിൽ അത്രയും സ്ഥലം ലാഭിക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി കണ്ടോ. ഇതിൻ്റെ ഇങ്ങനെ എഴുതിയിട്ടുള്ള ഗുണം എന്താ നമുക്ക്, 1 2 3 ഈ ഒരു 2 3 എന്ന് പറയുന്നത് ഈ എൻ്റെയും ഭാഗമാണ്, ഈ 2 3 എന്ന് പറയുന്നത് ഈ ഒരു ബിൻ്റെയും ഭാഗമാണ്. അപ്പോൾ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള റീജിയൻ ഇതാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇന്റർസെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുക, അത് എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഗുണം ഇതാണ്, നമുക്ക് യൂണിയൻ എടുക്കാൻ പറ്റും. യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് എടുക്കാൻ ഇനി മൾട്ടിപ്പിൾ തവണ ഒരു സംഖ്യ വന്നിട്ടില്ലല്ലോ. 1 2 3 4 ഇതിലുള്ള ഓരോ ഒന്നും എഴുതി കൊടുത്താൽ പോരെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഓരോ ടോപ്പിക്ക് കഴിഞ്ഞിട്ടും നമ്മൾ എന്താക്കും, അതിൻ്റെ വെൻ ഡയഗ്രാം വരച്ച് നോക്കും. നമുക്ക് വെൻ ഡയഗ്രാം ഈസ് എ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സെറ്റ്സ്. സെറ്റിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. യൂണിവേഴ്സൽ സെറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ റെക്ടാങ്കിൾ വെച്ചിട്ടാണ് കാണിക്കുക. സബ്സെറ്റ് റെപ്രസെൻറ്റഡ് ബൈ ക്ലോസ്ഡ് കർവ്, യൂഷ്വലി സർക്കിൾസ് ഇൻസൈഡ് ദ റെക്ടാങ്കിൾ. ഇതിങ്ങനെ തിയറി പറയേണ്ട കാര്യമില്ല, എന്നാലും കേട്ടിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ, ഒരു വട്ടം വരയ്ക്കാൻ പറഞ്ഞു പോയതാ. ഇത് ലെറ്റ് ബി സെറ്റ് സി. അപ്പോൾ 3 സെറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡി അല്ലേ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, വെൻ ഡയഗ്രത്തിൻ്റെ ഒരു എക്സാമ്പിൾ, ക്ലാസിക് എക്സാമ്പിൾ അവർ തന്നെ തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കുക. അപ്പോൾ ഇതിൽ 3 എണ്ണം ഉണ്ട്, ഒന്ന് നോക്കിയേ. അതിൽ നോക്കി കഴിഞ്ഞാൽ അത് തന്നെ യൂണിവേഴ്സൽ സെറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ യൂണിവേഴ്സിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. അതിനുള്ള ഓരോ എലമെൻറ്റും, ഓരോ സെറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ എലമെൻറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എയിലുള്ളത് 2 3 4 ആണ്. 1 2 3 4 ആണ്. അപ്പോൾ അതിൽ 3 ഇവിടെ നോക്കാം, 3 ഇവിടെയുണ്ട്, 4 ഇവിടെയുണ്ട്. അപ്പോൾ 4 കോമൺ ആണ്. പിന്നെ ബിയിലുള്ളത് 3 4 5 ആണ്. സിയിലുള്ളത് 3 പിന്നെ ഉണ്ട് അല്ലേ, 3 സ്ഥലത്ത് 3 ഉണ്ട്. പിന്നെ 5 ഉണ്ട് ഇവിടെ, പിന്നെ 6. അപ്പോൾ ഇതിനൊന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കുക. എയിൻ്റെ ഉള്ളിൽ 1 2 3 4 കണ്ടോ, എല്ലാത്തിലും വരുന്നുണ്ട്. പിന്നെ ബി എന്ന് പറയുന്നത് 3 5 4 ഉണ്ട്. പിന്നെ 3 5 6 ഉണ്ട്. സിയിൽ നോക്കുക, ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള ആളാണ് 5, അതിവിടെ വന്നിട്ടുണ്ട്. ഇനി എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആളാണ് 4. ഇനി നോക്ക്, എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ആളാണ് 3. അപ്പോൾ അതെവിടെയാണ് വന്നിട്ടുള്ളത് നോക്ക്, എല്ലാത്തിലും കൃത്യമായിട്ട് കിട്ടുന്ന തരത്തിൽ. അതാണ് വെൻ ഡയഗ്രത്തിൻ്റെ ഒരു ബ്യൂട്ടി. പല സമയത്ത് നമുക്ക് വെൻ ഡയഗ്രാം ഉപയോഗിക്കേണ്ടി വരുന്നിരിക്കും. പിന്നെ ഇനി 2 എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി നേരത്തെ തൊട്ട് മുമ്പ് എഴുതി വെച്ച സാധനമാണ്. അതായത് എന്താണ്, റൈറ്റ് ഓൾ ദ സബ്സെറ്റ് ഓഫ് പി. നമ്മൾ 4 എണ്ണം വരെ എഴുതിയതാണ്. അപ്പോൾ 3 എണ്ണങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താക്കുക, ഈസി ആയിട്ട് 1 വരുന്നത് എഴുതുക, 2 വരുന്ന ജോഡി എഴുതുക, 3 വരുന്നത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായിരിക്കും ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു സബ്സെറ്റ്. അതുകൂടെ എഴുതി കഴിഞ്ഞാൽ തീർന്നു. ഇനി അടുത്തത്, ഇത് മാർച്ച്, അതായത് 2020 ഫൈനൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. എക്സാമ്പിൾ 1 അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. ഇതിലൊരു പറയുന്നത് നോക്ക്, സെറ്റ് എ എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. സെറ്റ് ബിൽഡർ ഫോമിൽ പറഞ്ഞിരിക്കുകയാണ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ഈസ് ലെസ് ദാൻ 5. നമുക്ക് എക്സ് ഈസ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 7.
ഓക്കെ, അതൊരു വല്ലാത്ത പറച്ചിലാണ്. നോക്കിക്കോ, ഇവിടെ 0 ഉണ്ട്, ശരിയല്ലേ? ഇനി ഇവിടെ ഒരു 5 ഉണ്ടെന്ന് വിചാരിച്ചോ, ഇവിടെ ഒരു 7 ഉണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ് <5 ആണ്. 5-നേക്കാൾ താഴെ ആയിരിക്കണം. നാച്ചുറൽ നമ്പർ ആണല്ലോ, 5-നേക്കാൾ താഴെയുള്ള നാച്ചുറൽ നമ്പർ ഇങ്ങോട്ടുണ്ട്. പിന്നെ എക്സ് എന്ന് പറയുന്നത് >7 ആയിരിക്കണം. 7-നേക്കാൾ വലിയ സംഖ്യ ആയിരിക്കണം. ഏതെങ്കിലും സംഖ്യ 5-നേക്കാളും ചെറുതും 7-നേക്കാൾ വലുതും ആകുമോ? അതായത് ഇപ്പോൾ 9-നേക്കാൾ ചെറുത് 7-നേക്കാൾ ചെറുതെന്ന് പറയുന്നത് ഓക്കെ, 7-നേക്കാൾ ചെറുതുള്ള എല്ലാ സംഖ്യകളും 9-നേക്കാൾ ചെറുതാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും അങ്ങനത്തെ സംഖ്യകളുണ്ട്. അല്ലെങ്കിൽ 5-നേക്കാൾ വലുത് 7-നേക്കാൾ ചെറുത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും കുഴപ്പമില്ല, അത് 6 എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് 5-നേക്കാളും ചെറുത് 7-നേക്കാൾ വലുത് അങ്ങനത്തെ ഒരു സംഖ്യ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദർ ഇസ് നോ നാച്ചുറൽ നമ്പർ <5 ആൻഡ് >7. അതുകൊണ്ട് എന്താണ് സെറ്റ് എന്ന് പറയുന്നത് ഇല്ലാത്തതാണോ? അതെ, അതൊരു നൾ സെറ്റ് ആണ്. അഥവാ അതിൻ്റെ ഉള്ളിൽ നമ്പർ ഓഫ് എലമെന്റ്സ് 0 ആണ്. ചോദിച്ചത് അത്രയാണ്. ചോദിച്ചത് ഫൈൻഡ് n ഓഫ് എ ആണ്, അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ആണ്. അത് 0 ഇല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കുന്നത് ഇന്റർവൽ ഓഫ് ദി സെറ്റ് ആണ്. അതായത് നമ്മൾ ഈ ഒരു സെറ്റ് റെപ്രസെന്റ് ചെയ്യാൻ കണ്ടിട്ടുള്ള ഒരു രീതിയിൽ വേറൊരു രീതി മാത്രം. ഇപ്പോൾ ഞാൻ പറയുകയാണ്, നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ, അതായത് എക്സ് ഈസ് എൻ എലമെന്റ് ഓഫ് ആർ. ഓക്കെ, എന്നിട്ട് പറയുകയാണ് അത് 2-നും 4-നും ബിറ്റ്വീൻ ആയിരിക്കും. എക്സ് ആറിലാണ്, 6-ന്റെ എലമെന്റ് ആണ്. പിന്നെ 2-നും 4-നും ബിറ്റ്വീൻ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ സംഖ്യ ഉണ്ട് 2-നും 4-നും? 2-നും 4-ന്റെ ഇടയ്ക്ക് 3 മാത്രമായിരിക്കും. അത് നാച്ചുറൽ നമ്പർ ആയിരുന്നെങ്കിൽ, ഇത് നാച്ചുറൽ നമ്പർ അല്ല, റിയൽ നമ്പർ ആയി. എത്രയോ സംഖ്യകളുണ്ട്. അപ്പോൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി മെത്തേഡ് എന്താണെന്നറിയോ? നമ്മൾ ഈ 2-ഉം 4-ഉം കോമ ഇട്ട് എഴുതും, എന്നിട്ട് 2 സൈഡിലും ബ്രാക്കറ്റ് അങ്ങ് ഇട്ട് കൊടുക്കും. ഇങ്ങനെ എഴുതിയുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഓപ്പൺ ഇന്റർവെൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ 2-നും 4-നും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സംഖ്യകൾ. അതായത് ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് എക്സ് ഈസ് എൻ എലമെന്റ് ഓഫ് 2 and 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അതാണ്. അതായത് എക്സ് റിയൽ നമ്പറാണ് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ റെപ്രസെന്റേഷന് വേണ്ടിയാണ്. പിന്നെ 2-നും 4-നും ബിറ്റ്വീനുള്ള എല്ലാ സംഖ്യകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഒരു വകഭേദം നോക്കിക്കോളൂ. എക്സ് ഇസ് എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞു, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇതിൻ്റെ അടിയിൽ ഞാൻ ഒരു വരയും കൂടി ഇങ്ങോട്ട് കൊടുക്കും. അതായത് <= എക്സ് ഈസ് >2 എന്ന് പറഞ്ഞാൽ വിചാരിച്ചോ. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത് നമ്പർ ലൈനിലും കൂടെ കാണിച്ചു തരാം. അത് ഈ ഒരു ചാപ്റ്ററിലല്ല, എന്നാലും കണ്ടോളൂ. ഇപ്പോൾ 0 ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ, 2 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഇത് ഇൻ ബിറ്റ്വീൻ 2 and 4 അപ്പോൾ 2-നും 4-നും ഇടയ്ക്ക്. പക്ഷേ 2, 4 ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല, 2 ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല, 4 ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ അതിന് എന്താക്കുമെന്ന് അറിയോ? ഇങ്ങനത്തെ വട്ടം വരയ്ക്കും, അതായത് ഉള്ളിലൊന്നും ഇല്ലാത്ത വട്ടം. അതിനർത്ഥം 2, 4 ഉൾപ്പെടുത്തേണ്ട, അതിന് ബിറ്റ്വീനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയെന്നാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ <= വന്നു എന്ന് വിചാരിച്ചോ, ഈ ലാസ്റ്റ് ഞാൻ പറഞ്ഞ കേസ് പോലെ ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ അതിനർത്ഥം 2 ഉൾപ്പെടുത്താം, 2ഉം ഉൾപ്പെടുത്താം. എന്ന് വെച്ചാൽ ഇതിൻ്റെ സെറ്റ് വന്നത് 2 പിന്നെ അങ്ങോട്ടുള്ള സംഖ്യകളൊക്കെ 4-ന് തൊട്ട് മുമ്പ് വരെ. 4 ഉൾപ്പെടുത്താൻ പറ്റില്ല, വേണമെങ്കിൽ 3.9999 വരെ ഉൾപ്പെടുത്താം. 4 ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇവിടെ 2 ഉൾപ്പെടുത്താൻ <= ആണ്. എന്ന് വെച്ചാൽ എന്താണ്, എനിക്ക് ഇതിനെ കറപ്പിക്കാം, അതായത് 2 ഉൾപ്പെടുത്താം. അപ്പോൾ നമ്പർ ലൈൻ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. അതല്ല ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളതിനെങ്ങനെ ഇന്റർവെൽ ആയിട്ട് എഴുതും. അപ്പോൾ 2, 4 എഴുതും. പക്ഷേ 4 ക്ലോസ്ഡ് ഇന്റർവെലാണ്, 2 ഓപ്പൺ ഇന്റർവെലാണ്. ഓപ്പൺ ഇന്റർവെൽ എന്നാണ് പറയുക. അപ്പോൾ അതിന് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ തുടക്കം വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും അടുത്ത ഞാൻ എന്തായിരിക്കും വരയ്ക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇപ്പം നമ്മൾ 2-ന്റെ അല്ലേ ഓപ്പൺ ആക്കി വെച്ചേ, സോറി 2 ആണ് ക്ലോസ്ഡ് ആക്കി വെച്ചേ. ഇനി ഞാൻ ചെയ്യുന്നത് 4 ഇങ്ങോട്ട് ക്ലോസ്ഡ് ആക്കുകയാണ്. അപ്പോൾ എന്തായി, ഇതെല്ലാം മാറി. ഇനിയിപ്പോൾ 4 ആണ് ക്ലോസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്താം. 2 ഉൾപ്പെടുത്താൻ പറ്റില്ല. 2-ന്റെ തൊട്ട് മുമ്പുള്ള 2.1 തൊട്ടുള്ള സംഖ്യകളെല്ലാം എഴുതാം. 4-ന്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ എഴുതാം, 4 എഴുതാം. കാരണം 4 ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ല. അത് പോയോ? ഞാൻ വട്ടം വരച്ച് യെസ്. ഇവിടെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാമെന്നറിയോ? നേരത്തെ ചെയ്ത പോലെ തന്നെ 2 and 4 മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ഓപ്പൺ ഇന്റർവെൽ ഇടുക, ഇവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ ഇടുക. സോറി, തിരിച്ച് ഇവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ ഇടുക, ഇവിടെ ഓപ്പൺ ഇന്റർവെൽ ഇടുക. നാക്ക് തെറ്റിപ്പോയി, ശരിയല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരൊറ്റ എക്സാമ്പിളും ഒരൊറ്റ കാര്യം കൂടി ഇതിൽ പറയാനുള്ളൂ. ഓൾറെഡി നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും. വെയിറ്റ് ഒന്ന് വരയ്ക്കട്ടെ. എന്തായിരിക്കും? അതായത് ഇനി വരുന്നത് 2 കൂടി <= അല്ലെങ്കിൽ > വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതെനിക്ക് നമ്പർ ലൈനിൽ വരയ്ക്കുകയാണെങ്കിൽ അതും ഉൾപ്പെടുത്താം. 2 സൈഡിലും അതിനെ ഉൾപ്പെടുത്താം. മാത്രമല്ല അതിനെ എഴുതുന്ന രീതി എന്ന് പറയുന്നത് 2 സൈഡിലും എനിക്ക് ക്ലോസ്ഡ് ഇന്റർവെൽ വെക്കാൻ പറ്റും. ക്ലോസ്ഡ് എന്നാണ് പറയാം, പേര് പരസ്പരം മാറിപ്പോയി. 2 ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതിനർത്ഥം 2ഉം 4ഉം കൂടി ഇവിടെ ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്നാണ്. ഞാനിതെല്ലാം ഇപ്പോൾ എഴുതി അവസാനം ഇങ്ങനെ പോയോ? വെയിറ്റ്, ഞാനിപ്പോൾ എന്തിലാണ് മാറ്റം വരുത്തിയേ? നേരത്തേലല്ലല്ലോ, താഴത്തേലല്ലേ മാറ്റം വരുത്തണ്ടേ? സോറി. അപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2ഉം കൂടി വരാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇതും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റും, ഇതും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റും. എന്നിട്ട് എന്താക്കാം, ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. അതെങ്ങനെയൊക്കെ എഴുതാം?
ക്ലോസ്ഡ് ഇൻ്റർവെൽ 2 ആൻഡ് 4, അതായത് 2 ഉൾപ്പെടുത്താം 4 ഉൾപ്പെടുത്താം. ഇത്രയാണ് ഇൻ്റർവെൽ റെപ്രസെൻറ്റേഷൻ. ഇത് ഈ ഒരു ചാപ്റ്ററിലല്ല, ഇനി വരുന്ന ചാപ്റ്ററിലൊക്കെ പലയിടത്തും നിങ്ങൾ കാണും. അപ്പോൾ നോക്കിക്കോ, ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എങ്ങനെ എഴുതുക, എ ബി എന്ന് വെച്ചാൽ എന്താ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി, ഈക്വൽ ടു ഇല്ല, ജസ്റ്റ് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ. അപ്പോൾ എൻ്റെ പോയിന്റ്സ് ഓഫ് എ ആൻഡ് ബി ആർ നോട്ട് ഇൻക്ലൂഡഡ്, അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കണ്ടോ, വട്ടത്തിലാണ് കാണിച്ചിരിക്കുന്നത്, ഉള്ളിലില്ല, ഉള്ളിൽ ഫില്ലാക്കിയിട്ടില്ല. ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ അതും കൂടി ഉൾപ്പെടുത്താം. കണ്ടോ, എ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ബി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പോയിന്റ്സ് ഓഫ് എ ആൻഡ് ബി ആർ ഇൻക്ലൂഡഡ് ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും. ഇതാണ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഇതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനീക്വാലിറ്റി എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്, അതിൽ നമ്മൾ ഇനീക്വാലിറ്റിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറ്റി നോക്കാം. പിന്നെ പാർഷ്യലി ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്താ, ഒരു സൈഡിൽ ക്ലോസ്ഡ് ആക്കി വെക്കുക, ഒരു സൈഡിൽ ഓപ്പൺ ആക്കി വെക്കുക. അതായത് എ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആൻഡ് ലെസ് ദാൻ ബി അങ്ങനെ പറയാം. അല്ലെങ്കിൽ എ ഇസ് ലെസ് ദാൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ എ ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇവിടെ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്, ഇവിടെ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്, ഇവിടെ ഓപ്പൺ ആണ്, ഇവിടെ ഓപ്പൺ ആണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നോക്കാം അടുത്തത് എക്സാമ്പിൾ 1.3. ഇതെന്ന് പറയുന്ന മാർച്ച് 2020 പിന്നെയും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. ദ സെറ്റ് ബിൽഡർ ഫോം ഓഫ് 6-12 എന്ന് വെച്ചാൽ നമ്മളിത് 6-12, ഇത് ഓർഡറുടെ പേരല്ല, 6-12 ഇങ്ങനെ ഓർഡറിൽ എഴുതി വെച്ച സാധനമൊന്നും അല്ലത്. ഇത് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ ആണ്. അപ്പോൾ അതിങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഓപ്ഷൻ കണ്ടാലും മനസ്സിലാവുമല്ലോ ഇത് ഓപ്പൺ ഇൻ്റർവെൽ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 6-12 എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ ഇത് വരച്ചു വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ എലമെന്റ് ഓഫ് ആർ ആൻഡ് ആറിനേക്കാളും ഗ്രേറ്റർ ദാൻ എക്സ് ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ 12. അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് കണ്ടോ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡിലാണെങ്കിലും, അത് പറ്റില്ല. അങ്ങനെയാണ് ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ വേണമായിരുന്നു, അതില്ല. അപ്പോൾ രണ്ട് സൈഡിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഓപ്പൺ ഇൻ്റർവെൽ തന്നെയാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. പിന്നെ എക്സാമ്പിൾ 1.4. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ എലമെന്റ് ഓഫ് ആർ ആൻഡ് 2 എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ അത് സിമ്പിൾ അല്ലേ, കാരണം ഇവിടെ ഈക്വൽ ടു ഇല്ല, ഇനീക്വാലിറ്റി ഇല്ലെന്ന് പറയുന്നത് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ 2 ഓപ്പൺ ഇൻ്റർവെൽ ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് 4നേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, 4 ഓപ്പൺ ഇൻ്റർവെൽ ആണ്. ഈക്വൽ ടു വന്നല്ലോ, ഓൾറെഡി വന്നല്ലോ. അപ്പോൾ എന്താണ്, ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. പരീക്ഷയ്ക്ക് അതൊക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. പിന്നെ പവർ സെറ്റ് എന്ന് പറയുന്നത് നേരത്തെ സബ്സെറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സബ്സെറ്റിലേക്ക് നമുക്ക് റീകോൾ ചെയ്യാം. സബ്സെറ്റിൽ നമ്മൾ എന്താ ചെയ്തത്, നമ്മളൊരു സെറ്റ് അങ്ങ് എഴുതും. ഈ ഒരു സെറ്റിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം, പണി എളുപ്പമല്ലോ. അപ്പോൾ ഈ ഒരു സെറ്റിനെ ഇവിടെ വെച്ചു, ഇതാണ് സെറ്റ് ബി. ഇനി ആ ഒരു സെറ്റിൻ്റെ നമ്മൾ കുറേ സബ്സെറ്റ് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, കുറേ സാധനങ്ങൾ. അപ്പോൾ ആ ഒരു സബ്സെറ്റിനെയും കൂടി ഞാൻ ഇങ്ങോട്ട് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. വരില്ലേ? ഓക്കെ, ഇതാണ് അതിൻ്റെ സബ്സെറ്റുകൾ. പക്ഷേ ചോദ്യം അതല്ല, ഇത് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ ഈസ് കോൾഡ് ദ പവർ സെറ്റ് ഓഫ് എ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ എഴുതിയത് എന്താ, നമ്മൾ നേരത്തെ സബ്സെറ്റുകൾ ഇങ്ങനെ വെറുതെ അങ്ങ് എഴുതി വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഈ സബ്സെറ്റുകളെ ഓരോന്നിനെയും ഓരോ എലമെൻ്റ് ആക്കി ഇങ്ങനെ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അവസാനം ഒരു കേളി ബ്രേസസ് ഒക്കെ ഉൾപ്പെടുത്തി എഴുതുന്ന ഈ ഒരു രീതി ഉണ്ടല്ലോ, അപ്പോൾ കിട്ടുന്നതാണ് പവർ സെറ്റ്. എന്ന് വെച്ചാൽ സബ്സെറ്റ് എലമെൻ്റ് ആക്കി വെച്ചിട്ട് അതിനെ ഒരു സെറ്റാക്കി മാറ്റുക, അപ്പോൾ കിട്ടുന്നതാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ ഈസ് കോൾഡ് പവർ സെറ്റ് ഓഫ് എ. ഇത്രയുള്ള സിമ്പിളാണ്. പവർ സെറ്റ് ഓഫ് എ ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ നമ്മൾ കാണിക്കാറുണ്ട്, അതായത് ഉദ്ദേശിക്കുന്ന പവർ സെറ്റ് ഓഫ് എ ആണ്. പവർ സെറ്റ് ഓഫ് എയിലുള്ള എത്ര എലമെന്റ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്സെറ്റ് തന്നെ ആയിരിക്കും. ഇനി നോക്കുക, എക്സാമ്പിൾ 1, 2, 3 വെച്ചിട്ട് അവർ കാണിക്കുന്നുണ്ട്. സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, നൾ സെറ്റ് 1, 2, 3. ഇനി 2 വരുന്നത് 1, 2, 2, 3 ആൻഡ് 1, 3. പിന്നെ 1, 2, 3 എല്ലാം കൂടി വരുന്നത് ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു സബ്സെറ്റ്. ഹെൻസ് പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് നൾ സെറ്റ് 1, 2, 3 ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സെറ്റുകളാണ്. സെറ്റ് എലമെന്റ് ആയിട്ടുള്ള മറ്റൊരു സെറ്റ്, ദാറ്റ്സ് പവർ സെറ്റ്. ഇനി ഇമ്പോർട്ടൻ്റ് റിസൾട്ട് എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നത് ഇത് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല, വളരെ ഈസി ആയിട്ടുള്ള കാര്യം. എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ, നമ്പർ ഓഫ് എ ഈസ് എം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല. അതായത് ഈ ഒരു സെറ്റ് എന്റെ ഉള്ളിൽ എത്ര എലമെന്റ് ഉണ്ടോ അത് എം ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് 2m ആയിരിക്കും. അതായത് പവർ സെറ്റ് ഓഫ് എ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എത്ര എലമെന്റ് ഉണ്ട്, ഏത് എലമെന്റ് എന്നുള്ളതല്ല, എത്ര എലമെന്റ് ഉണ്ട്, ആ ഒരു എലമെന്റ് എത്ര എണ്ണം ഉണ്ടെന്ന് കണക്കാക്കാൻ വേണ്ടി 2m ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമില്ല. കാരണം നോക്ക്, നമ്മൾ 4 എലമെന്റ് ഉള്ള ഒരു സെറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ എത്ര ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഉണ്ടാവും, 2⁴, അതായത് 16. അതല്ലേ നമ്മൾ ഓൾറെഡി കണ്ടത്. ആ 16 ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ചോദിക്കുകയാണ് പവർ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് വെച്ചാൽ എത്ര സബ്സെറ്റ് ഉണ്ട്, അത്രയും തന്നെ ഉണ്ടാവും. ഇപ്പോൾ 4 എലമെന്റ് ഉള്ളതാണ് 2⁴, അതായത് 16 ഉണ്ട്. അത്രയും ഇവിടെ ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് എ ഈക്വൽ ടു 2m. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഓപ്പറേഷൻസ് ഓഫ് ദ സെറ്റ് ആണ്. ഓപ്പറേഷൻസ് ഓഫ് ദ സെറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് ആകെ 4 പഠിക്കാനുള്ള പ്രധാനമായിട്ടും യൂണിയൻ ഓഫ് ദ സെറ്റ്, ഇന്റർസെക്ഷൻ ഓഫ് ദ സെറ്റ്, ഡിഫറൻസ് ഓഫ് ദ സെറ്റ് ആൻഡ് കോംപ്ലിമെന്റ് ഓഫ് ദ സെറ്റ്. ഈ 4 ഓപ്പറേഷൻ തന്നെയാണ് പരീക്ഷയ്ക്ക് ഏറ്റവും വെയിറ്റേജ് ആയിട്ട് കൂടുതലും കാണാറുള്ളത്. അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും നോക്കി വെക്കണം. നോക്കാം, യൂണിയൻ ഓഫ് ദ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
യൂണിയൻ ഓഫ് ദ സെറ്റ് ഒരു കാര്യം ഇങ്ങനെ പറയുന്നതിൽ നല്ലത് ഞാനിതിനെ വെൻ ഡയഗ്രത്തിലൂടെ അല്ലെങ്കിൽ ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. നോക്കിക്കോ, ഇപ്പോൾ സെറ്റ് എ എന്ന് പറയുന്നത് 1 2 3 ആണ്. ഇനി സെറ്റ് ബി എന്ന് പറയുന്നത് 3 4 5 എന്ന് വിചാരിച്ചോ. ഇതിനിങ്ങോട്ട് മാറ്റാം. ഇനി ഞാൻ പറയാണ് വാട്ട് ഈസ് സെറ്റ് എ യൂണിയൻ ബി. നേരെ വരില്ലേ? സെറ്റ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന നേരത്തെ പോലെ തന്നെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എടുത്തില്ലേ, അതായത് ഈ 2 സെറ്റിലുള്ള എല്ലാ എലമെന്റിനെയും കൂട്ടി ചേർത്തിട്ട് എഴുതുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള എലമെന്റ് ഉണ്ടെങ്കിൽ അത് എഴുതേണ്ട കാര്യമില്ല, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നോക്ക് 1 2 3 എഴുതി. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ 3 എഴുതേണ്ട കാര്യമുണ്ട്, ഓൾറെഡി 3 ഉണ്ട് ഇവിടെ, മറ്റേതിൻ്റെ വഴിയൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് 3 എഴുതേണ്ട കാര്യമില്ല. ഇനി അടുത്തത് 4, അത് ഇതുവരെ എഴുതിയിട്ടില്ല, അതുകൊണ്ട് എഴുതി 5. ഇതാണ് എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എയിലുള്ളതും ബിയിലുള്ള എല്ലാ എലമെന്റിനെയും കൂട്ടി യോജിപ്പിച്ച് ഒരു സെറ്റാക്കുക. റിപ്പീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് റിപ്പീറ്റഡ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല. ഇതാണ് എ യൂണിയൻ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കുക, അപ്പോൾ മനസ്സിലായിക്കോളും. അതായത് യൂണിയൻ ഓഫ് സെറ്റ് എ ആൻഡ് ബി, സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ് വിച്ച് ബിലോങ്സ് ടു എ ഓർ ബി ഓർ ബോത്ത്. എന്ന് വെച്ചാൽ എന്താ, ഒന്നെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള എലമെന്റുകൾ ഒന്നെങ്കിൽ ആ എലമെന്റ് എയിലായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് ബിയിലായിരിക്കണം, ഇനി അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് ബോത്തിലായിരിക്കണം. എല്ലാം കണ്ടു കഴിഞ്ഞു. അതായത് ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ രണ്ടിലുള്ള എലമെന്റ് ആയിരിക്കും നമ്മൾ യൂണിയൻ ആയിട്ട് ഉൾപ്പെടുത്തുക. ദ സിമ്പിൾ യു ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് യൂണിയൻ. സിംബോളിക്കലി യൂണിയൻ ഈസ് റിട്ടൺ ആസ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി ആയിട്ടാണ് നമ്മൾ എഴുതുക. ഇത് വായിക്കുന്നത് എ യൂണിയൻ ബി. മനസ്സിലായില്ലേ? ഇനി അവരൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. 2 4 6 8 ആൻഡ് 6 8 10 12. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നോക്ക് 2 എലമെന്റ് കോമൺ ആണ്. ആ ഒരു 2 എലമെന്റ് കോമൺ ഉള്ള സാധനത്തിന് ഒരു പിന്നെ എഴുതിയോ ഇല്ല, അത് ഒറ്റ തവണ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ 2 4 6 8 പിന്നെ 6 8 പിന്നെ എഴുതിയില്ല, 10 12 അങ്ങനെ എഴുതുന്ന രീതിയാണ് നമ്മൾ യൂണിയൻ ഓഫ് ദ സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വെൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ. അവിടെ ഓരോരുത്തർ വരച്ചു വെച്ചിട്ടുണ്ട്, സോറി ഞാൻ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതാക്കാം. ഒരു റെക്ടാങ്കിൾ മിസ്സിംഗ് ആയിരുന്നു, ഇപ്പോൾ റെഡി. ഇത് യൂണിയൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് യൂണിയൻ ആക്കിയിട്ടുള്ള ഗുണം എന്താണെന്നറിയോ? ഇനി നോക്ക്, ഇത് സെറ്റ് എ, ഇത് സെറ്റ് ബി, ഇത് അതിൻ്റെ രണ്ടിലും കൂടി കോമൺ ആയിട്ട് വരുന്ന ഏരിയ, അതെന്തെങ്കിലുമൊക്കെ ആട്ടെ. നമുക്ക് എ യൂണിയൻ ബി കണക്കാക്കണമെങ്കിൽ അത് ഒന്നെങ്കിൽ എ ആയിരിക്കണം, അല്ലെങ്കിൽ ബി ആയിരിക്കണം, അല്ലെങ്കിൽ ബോത്ത് ആയിരിക്കണം. അപ്പോൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഈ പറഞ്ഞ എലമെന്റുകളെ ചേർത്ത് എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുകയാണെങ്കിൽ ഏതാണ് എ യൂണിയൻ ബി, അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം ഉണ്ടോ, അതിൻ്റെ ഇന്റർസെക്ഷൻ പോർഷൻ അടക്കമുള്ള എല്ലാ ഭാഗങ്ങളുമാണ് എ യൂണിയൻ ബിയിൽ വരിക. അപ്പോൾ അത്രയേ ഉള്ളൂ യൂണിയൻ ഓഫ് ദ സെറ്റ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ദ സെറ്റ് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ദ സെറ്റ് നോക്കുകയാണെങ്കിൽ എ യൂണിയൻ ബി, ബി യൂണിയൻ എ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അതായത് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമ്മളിപ്പോൾ എ ഇത് ബി ഇത് അതിൻ്റെ യൂണിയൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിലും എ യൂണിയൻ ബി എടുക്കുകയാണെങ്കിലും ഇനി അതായത് തലതിരിച്ച് ബി യൂണിയൻ എ എടുക്കുകയാണെങ്കിലും സെയിം ആയിട്ട് തന്നെ വരുന്ന പറയുന്നത്. അത് ശരിയല്ലേ? കാരണം അതിനാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും, ഈ എ പ്ലസ് ബി എന്ന് പറയുന്നത് ബി പ്ലസ് എ എന്ന് പറയുന്നതും ഒരുപോലെയാണ് അല്ലേ? തിരിച്ചെഴുതിയാലും മറിച്ചെഴുതിയാലും ഒരുപോലെയാണ്. അപ്പോൾ എന്താണ് എ പ്ലസ് ബി പ്ലസ് ഈക്വൽ ടു ബി പ്ലസ് എ, കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ സമൂസ എന്ന് പറയുന്നത് തലതിരിച്ചെഴുതിയാലും മറിച്ചെഴുതിയാലും സമൂസ തന്നെയാണ്. അപ്പോൾ സമൂസ ഇസ് കമ്മ്യൂട്ടേറ്റീവ്. അതുപോലെ എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയനെ, അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് ലോ അലോ ചെയ്യുന്നുണ്ട്. ആ ലോ ഏത് കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നുള്ള പഠിക്കുന്നതിലുപരി എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് വെച്ചാൽ ഇത് ആദ്യം ഞാനൊരു ആദ്യം ചെയ്തു വെച്ചു, യൂണിയൻ ബി ആദ്യം ചെയ്തു വെച്ചു, എന്നിട്ട് അതിനെ യൂണിയൻ ഓഫ് സി ആക്കി, പിന്നെ എ യൂണിയൻ ബി യൂണിയൻ സി ചെയ്തു. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടാനാണ് അവർ പറയുന്നത്. നമുക്ക് സംഭവം മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പോൾ സെറ്റ് എ എന്ന് പറയുന്നത് 1 2 3, പിന്നെ സെറ്റ് ബി എന്ന് പറയുന്നത് ഒരു 3 4 5, സെറ്റ് സി എന്ന് പറയുന്നത് സിയും കൂടെ എടുക്കാം 5 6 7. അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യം രണ്ടെണ്ണത്തിനെ ജോഡിയാക്കി വെക്കുക, എന്നിട്ട് പിന്നെ ഇന്റർസെക്ഷൻ എടുത്താലും യൂണിയൻ എടുത്തു കഴിഞ്ഞാലും 3 എണ്ണത്തിനെ വേറെ തരത്തിൽ യൂണിയൻ എടുത്തു കഴിഞ്ഞാലും ഒരുപോലെ കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എ യൂണിയൻ ബി എടുക്കുന്നു. എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം 1 2 3 ഞാൻ എഴുതി, ഇവിടെ 1 2 3, പിന്നെ ഇവിടെ 3 പിന്നെ എഴുതേണ്ട കാര്യമില്ല, 4 5. അപ്പോൾ എ യൂണിയൻ ബി ആയി. ഇനി നോക്കാം, ഇനി എ യൂണിയൻ ബി എടുത്തല്ലോ. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എ യൂണിയൻ ബി എന്നിട്ട് ദ ഹോൾ യൂണിയൻ അല്ലെങ്കിൽ ദ ഹോൾ, അത് ആദ്യം തന്നെ ചെയ്തു. എ യൂണിയൻ ബി യൂണിയൻ സി എടുക്കുകയാണ്, അതായത് ഈ സംഭവമായിട്ടുള്ള യൂണിയൻ എടുക്കുകയാണ്. നോക്കട്ടെ, 1 2 3 4 5. 5 ഇനി എഴുതേണ്ട കാര്യമില്ല, 6 എഴുതുക, 7 എഴുതുക. ഓക്കെ, അപ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി എഴുതിയല്ലോ. ഇനി നോക്കിക്കോ, ഇനി ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റിക്കോട്ടെ.
ശരി, അടുത്തായിട്ട് എടുക്കുന്നത് എ യൂണിയൻ അവിടെ കട്ടെ. ഇനി ബി യൂണിയൻ സി ആദ്യം ചെയ്തേക്കാം. ബി യൂണിയൻ സി ഇങ്ങനത്തെ ഒരു ജോഡി. ബി യൂണിയൻ സി എന്ന് പറയുന്നത് ആരൊക്കെയാണ്? 3, 4, 5, ഇനി എഴുതണ്ടായില്ല 6, 7. ശരി, ഇനി എ എന്ന് പറയുന്നത് ഓൾറെഡി ഇതാണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാണ് എ യൂണിയൻ ബി യൂണിയൻ സി. ഇനി ചോദിക്കാം എ യൂണിയൻ ബി യൂണിയൻ സി. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യം ഞാൻ ബി യൂണിയൻ സി ആണ് ചെയ്തത്. ഇനി എ ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ എയിലുള്ളത് 1, 2, 3. ഇനി ഇവിടെ ഉള്ളത് ആരൊക്കെയാണ്? 3 ഓൾറെഡി വന്നിട്ടുണ്ട്, പിന്നെ എഴുതണ്ട. 4, 5, 6, 7. അപ്പോൾ എന്തായി? ഇതായി. നോക്കിയേ, ആദ്യം ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ആൻസറും അതല്ലാതെ ആദ്യം എ യൂണിയൻ ബി എടുത്തിട്ട് എന്നിട്ട് സി ആയിട്ട് യൂണിയൻ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ സെയിം അല്ലേ? അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിനാണ് നമ്മൾ അസോസിയേറ്റീവിൽ ഒന്ന് പേരിട്ടൊക്കെ പറയുക. സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇനി എ യൂണിയൻ നൾ സെറ്റ്, അതൊക്കെയാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എ യൂണിയൻ നൾ സെറ്റ് എന്ന് പറയുന്നത് എ ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചേ. ഇപ്പോൾ എ എന്ന് പറയുന്നത് 1, 2, 3 1, 2, 3 ആണെന്ന് വിചാരിക്കാം. ആൻഡ് നൾ സെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാത്ത സെറ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എടുക്കുകയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ആരായിരിക്കും അവശേഷിക്കുക? അല്ല, ആരായിരിക്കും ഉണ്ടായി വരിക? അതേ തന്നെയല്ലേ ഉണ്ടായി വരിക. ഇതിലും കോമൺ ആയിട്ടുള്ള നല്ല എല്ലാ എലമെന്റിനെയും ചേർത്ത് എഴുതി കഴിഞ്ഞാൽ 1, 2, 3 എന്ന് തന്നെയല്ലേ ഇനി വരാനും പോകുന്നത്. അപ്പോൾ എന്താ? എ യൂണിയൻ എ എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. അപ്പോൾ അത് പിന്നെ ഇങ്ങനെ കാണിക്കണം എന്നില്ല. നമുക്ക് അടുത്തതിൽ അങ്ങനെ നോക്കാം. എ യൂണിയൻ എ എന്ന് പറയുന്നത് അത് തന്നെ എനെ എ ആയിട്ട് തന്നെ യൂണിയൻ ചെയ്യുക. അപ്പോൾ പിന്നെ എ തന്നെയല്ലേ കിട്ടുക. അത് ഒബ്വിയസ് ഫാക്റ്റ് ആണല്ലോ. ഇനി അടുത്ത് നോക്കാം. യു യൂണിയൻ എ. യു എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സൽ സെറ്റാണ്. അത് നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് തന്നെ വരുന്നതാണ് പറയുന്നത്. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ച് കാണിച്ചു തരാം. ഇത് വെൻ ഡയഗ്രത്തിൽ ഇതെന്താ സംഭവം? റെക്റ്റാങ്കിൾ. അതായത് ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് യു. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു സെറ്റ്, അത് ലെറ്റ് ദാറ്റ് ബി എ. ഇത് എ എന്ന് പറയുന്ന ഒരു സെറ്റാന്ന് വിചാരിച്ചോ. അതിൻ്റെ ഉള്ളിലുള്ള എലമെന്റ് കുറയില്ലേ? അതിൻ്റെ ഉള്ളിലുള്ള എലമെന്റ്, ഇതിൻ്റെ ഉള്ളിൽ കുറേ എലമെന്റുകളുണ്ട്. ഓക്കെ, എലമെന്റ് ഏതാണെന്നൊന്നും നമ്മൾ എഴുതുന്നില്ല. പറയുകയാണ് യു യൂണിയൻ എ എന്ന് വെച്ചാൽ യുയിലുള്ളത് എയിലുള്ള എല്ലാത്തിനെയും കമ്പൈൻ ചെയ്ത് എഴുതണം. എയിലുള്ളത് മാത്രം. യുയിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ളത് മാത്രം. അപ്പോൾ എന്നാലോചിച്ചു, യുയിലുള്ള എല്ലാതും എയിലുള്ളതും കൂടി എല്ലാത്തിനെയും കൂട്ടി യോജിപ്പിച്ച് എല്ലാം കൂടി വരുമ്പോൾ അവസാനം ഇത് തന്നെയല്ലേ വരിക. അപ്പോൾ അത് യു തന്നെയാണ്. അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് എന്തായിരിക്കും? 1 വേർഡ് ആയിട്ട് ഫസ്റ്റത്തെ 5 ചോദ്യങ്ങളിൽ യു യൂണിയൻ എ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു അത് ഓപ്ഷനിലുണ്ടാവും, എടുത്തെഴുതാം. ഈസി ആയിട്ട് മാർക്ക് കിട്ടും. അടുത്തായിട്ട് നോക്കുന്നതാണ് ഇന്റർസെക്ഷൻ. യൂണിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെയിറ്റേജ് ഉള്ള സംഭവമാണ്. ഏറ്റവും വെയിറ്റേജ് ഉള്ളതെന്നല്ല, യൂണിയൻ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ അമ്മയച്ഛനൊക്കെ പോലെയാ, ഒരുപോലെ ഉണ്ടാവും. ഇന്റർസെക്ഷൻ ഓഫ് ദ സെറ്റ് എന്ന് പറഞ്ഞാൽ ദ ഇന്റർസെക്ഷൻ ഓഫ് ദ സെറ്റ് എ ആൻഡ് ബി ഈസ് എ സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ് വിച്ച് ആർ കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇന്റർസെക്ഷൻ ഓഫ് ദ സെറ്റ് എന്ന് പറയാം. നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ നോക്കാം. ലെറ്റ് ദ സെറ്റ് എ ബി 1, 2, 3. ഇനി ലെറ്റ് ദ സെറ്റ് ബി 2, 3, 5. അപ്പോൾ സെറ്റ് എ ആയി, സെറ്റ് ബി ആയി. ഇനി ഇതിൻ്റെ ഇന്റർസെക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടിൽ കോമൺ ആയിട്ടുള്ള എലമെന്റുകൾ മാത്രം എഴുതുക. ഇതിൽ കോമൺ ആയിട്ടുള്ള ആരൊക്കെയുള്ള? 2, 3 ഇവിടെയുണ്ട്, വേറെ ആരും കോമൺ അല്ല. 1 ഇവിടെ മാത്രമേ ഉള്ളൂ, 5 ഇവിടെ മാത്രമേ ഉള്ളൂ, 2, 3 രണ്ടിടത്തും ഉണ്ട്. അപ്പോൾ 2, 3 ആണ് ഇവിടുത്തെ കോമൺ എലമെന്റ് ആയിട്ട് വരിക. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 5 ഇങ്ങനെ വരും. സിമ്പിൾ അല്ലേ? 1, 5 ഇങ്ങനെ എഴുതുന്നതിനാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുക. ഇനി ഇതിനെ തന്നെ എനിക്ക് വേണമെങ്കിൽ വെൻ ഡയഗ്രം കൊണ്ട് കാണിക്കാൻ പറ്റും. വെൻ ഡയഗ്രത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. നോക്കിയോ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഉൾപ്പെടുത്തുന്നു സെറ്റ് എ. ഇത് സെറ്റ് എ ആണെന്ന് വെച്ചോ, ഇത് സെറ്റ് ബി ആണെന്ന് വിചാരിച്ചോ. അടുത്തായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എലമെന്റുകൾ 1, 2, 3 1, 2, 3. ഇതിൻ്റെ ഉള്ളിലുള്ള എലമെന്റും 2, 3 കോമൺ ആയ സ്ഥിതിക്ക് ഞാൻ ഇതിങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഇനി അടുത്ത 5 കൂടി ഉണ്ട് ഇതിൽ. ഇത്ര എലമെന്റുകളാണുള്ളത്. പിന്നെ ഇത് യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഉള്ളിൽ 2 തവണ ഒരു സാധനം എഴുതുന്നുണ്ടായില്ല, അതുകൊണ്ട് തന്നെ കോമൺ ആക്കി ഇങ്ങനെ വെക്കുന്നു. ഇനി നോക്കിക്കോ, നമ്മൾ പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ രണ്ടിൻ്റെ ഇന്റർസെക്റ്റിംഗ് പോർഷനിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇന്റർസെക്ഷൻ എന്ന് പറയുക അല്ലേ? അപ്പോൾ അതായത് 2, 3 അതന്നെയല്ലേ നമ്മൾ എഴുതി വെച്ചേ? ഞാൻ എന്തൊക്കെ എഴുതി വെച്ചേ? 1, 5 അല്ലല്ലോ, 2, 3 അല്ലേ? നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഇല്ലാത്ത സാധനം എഴുതി വെച്ചാൽ. ഓക്കെ, സോറി, 2, 3 കേട്ടോ. അത് വല്ലാത്തൊരിതാണ്. റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ടൊന്നും എന്നോടൊന്നും പറയാനും പറ്റുന്നില്ല, കണ്ടിട്ട് മിണ്ടാതിരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ 2, 3 നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ 2, 3 എന്ന് പറയുന്നതാണ് ഇന്റർസെക്റ്റിംഗ് റീജിയൻ. അതിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിലുള്ള എലമെന്റ് എന്ന് പറയുന്നത് രണ്ടാൾക്കും കോമൺ ആയിരിക്കും. ഇനി നമ്മൾ നോക്കുകയാണ് നെക്സ്റ്റ് ടോപ്പിക് അല്ല, ഇതിൽ വേറെന്താ പറയുന്നത്? സിമ്പിൾ ഇന്റർസെക്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ഇന്റർസെക്ഷൻ ഓഫ് എ. Symbolically, we write A intersection B. Read as A intersection B. The intersection of the two sets can be represented by Venn diagram. Venn diagram വെച്ച് ഇത് കാണിക്കാൻ പറ്റും.
അപ്പോൾ അതാ നോക്ക്, ഇവർ പറഞ്ഞത് 2, 4, 6, 8, 6, 8, 10, 12. നോക്ക് 2, 4 ഇവിടെ ഉണ്ട്, 6, 8 കോമൺ ആണ്, 10, 12 ഇതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 6, 8 എന്ന് പറയുന്നത് ഇന്റർസെക്റ്റിംഗ് റീജിയൻ ആയിരിക്കും. അതുകൊണ്ട് സൊല്യൂഷൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 6, 8 ആയിരിക്കും. അതൊക്കെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്, കാരണം ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടി മറ്റേതിൻ്റെ പ്രോപ്പർട്ടി പോലെ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ 2 പ്രോപ്പർട്ടി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം മറ്റേ അതേ പ്രോപ്പർട്ടി തന്നെയാണ്. എ ഇന്റർസെക്ഷൻ ബി ആൻഡ് ബി ഇന്റർസെക്ഷൻ എ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുപോലെ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നതും എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നതും അസോസിയേറ്റീവ് ലോ ആണ്. അതുകൊണ്ട് അത് രണ്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത കാര്യങ്ങൾ നോക്കാം. എ ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്ന് വെച്ചാൽ എനി സെറ്റ്, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നമ്പറുകളുണ്ട്. പിന്നെ നൾ സെറ്റിന് നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ 5 നടത്തി നോക്ക്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഒന്നും ഇല്ലാത്ത ഈ ഒരു അവസ്ഥ മാത്രമാണ്. അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? ഒരു നൾ സെറ്റ് തന്നെ ആയിരിക്കും. അതാണ് അവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ നോക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ബി, സോറി എ ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ എടുക്കുന്നു, എ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സെറ്റ് 1, 2, പിന്നെ അതേ സെറ്റ് തന്നെയാണ് എ പിന്നെയും. ഓക്കെ, അപ്പോൾ പിന്നെ എ എന്ന് പറയുന്നത് 1 and 2 തന്നെയാണ്. അപ്പോൾ നോക്ക്, എ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് രണ്ടിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാർ എല്ലാം കോമൺ അല്ലേ? അപ്പോൾ എ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 1, 2 തന്നെ കിട്ടും. എന്ന് വെച്ചാൽ എന്താ, എല്ലാം തിരിച്ചു കിട്ടും. അപ്പോൾ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എ തന്നെയാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അടുത്ത വേണമെങ്കിൽ വെൻ ഡയഗ്രാം വെച്ചിട്ട് തന്നെ കാണിക്കാതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ ഒരു സെറ്റ് എ ഉണ്ടായിരുന്നു. ആ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ ഇതാണ് കേട്ടോ സെറ്റ്. അപ്പോൾ സെറ്റിൻ്റെ ഉള്ളിൽ കുറേ എലമെൻ്റ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ. നമ്മളോട് പറയുന്നത് ഈ യൂണിവേഴ്സൽ സെറ്റിൽ ഒന്ന് നോക്കിയാൽ ഇവിടെ യൂണിവേഴ്സൽ സെറ്റിനും ഇത്രയും ഭാഗമുള്ള യൂണിവേഴ്സൽ സെറ്റിനും എക്കും കോമൺ ആയിട്ടുള്ള റീജിയൻ ആണ് നമ്മൾ എഴുതേണ്ടത്. അതേതാ? ഇതിന് മൊത്തത്തിൽ ഇത്രയും ഭാഗങ്ങളുണ്ട്, ഇതിന് ഈ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഈ ഞാൻ കാണിക്കുന്ന സാധനമല്ലേ, അത് എ തന്നെ അല്ലേ? അപ്പോൾ എന്താണ്, യു ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എ തന്നെ ആയിരിക്കും. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, 1 വേർഡിൽ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എഴുതുക. അടുത്തത് ഡിസ്ജോയിന്റ് സെറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അത് ഓപ്പറേഷൻ ഒന്നുമല്ല. ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത് ഇത്രയുള്ളൂ, ഡെഫിനേഷൻ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. 2 sets A and B are said to be disjoint if there are no common element in A and B. എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെന്റ് ഒന്നും റീജിയൻ ഒന്നും ഷെയർ ചെയ്യാൻ ഇല്ലെങ്കിൽ അതിനാണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇഫ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദ 2 sets ഈസ് എംപ്റ്റി എന്ന് വെച്ചാൽ അത് ഇന്റർസെക്ട് ചെയ്യുന്നില്ലെങ്കിൽ സെറ്റ് ആർ സെറ്റ് ടു ബി ഡിസ്ജോയിന്റ്. അവർ ഡിസ്ജോയിന്റ് സെറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്ക്, ഇത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്. അങ്ങനത്തെ അതാണ് അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം. എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണെങ്കിൽ അതിനാണ് നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത്. കാരണം ഇന്റർസെക്ഷൻ പോർഷൻ ഇല്ല അതിന്. ഇതാണ് അതിന്റെ വെൻ ഡയഗ്രാം വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ചതുരം കൂടി വരയ്ക്കാം. വെൻ ഡയഗ്രാം വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. മനസ്സിലായില്ലേ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഒരു എംപ്റ്റി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അടുത്തത് ഡിസ്ജോയിന്റ് സെറ്റിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് വെക്കാം. ചെക്ക് വെദർ ഈ ഒരു സെറ്റ് എ 2, 4, 6, 8 ആൻഡ് സെറ്റ് ബി 1, 3, 5, 7 ആറ് ഡിസ്ജോയിന്റ് സെറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പം നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുക, ഈസി ആയിട്ട് നോക്കുക. കോമൺ ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ? 2 ഇവിടെ ആരെങ്കിലും 2 വരുന്നുണ്ടോ? ഇല്ല. 4 ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. 6 ഇല്ല. 8 ഇല്ല. ഇനി ഇവിടെയുള്ളവർ ഇവിടെ വരുന്നുണ്ടോ? ഇവിടെയുള്ളവർ ഇവിടെ വരുന്നില്ല. എന്തായാലും ഇവിടെയുള്ളവർ ഇവിടെയും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, എ ഇന്റർസെക്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ നൾ സെറ്റാണ് കിട്ടാൻ പോകുന്നത്. അതായത് അത് നമ്മൾ ഇന്റർസെക്റ്റിംഗ് റീജിയൻ ഒന്നുമില്ല, 2 കോമൺ ആയിട്ട് എലമെന്റ് ഇല്ല. എ ഇന്റർസെക്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു നൾ സെറ്റ് ആയിരിക്കും. അതാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ അത്രയൊന്നും പോകണ്ടായില്ല, നമുക്കപ്പോൾ ആദ്യം തന്നെ മനസ്സിലാവും. കാരണം ഇത് 2, 4, 6, 8 എന്ന് പറഞ്ഞാൽ എന്താ, അത് ഈവൻ നമ്പേഴ്സ് അല്ലേ. ഇത് 1, 3, 5, 7 ഓഡ് നമ്പേഴ്സ്. ഓടും ഈവനും. ഓക്കെ, ഓടും ഈവനിലും നോക്കി കഴിഞ്ഞാൽ രണ്ടിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഒക്കെ വരുമോ? ഇല്ലല്ലോ. ഒരേ സമയം ഓടാവുക, ഒരേ സമയം ഈവൻ ആവുകയും ചെയ്യുന്ന നമ്പർ ഇല്ലല്ലോ. അപ്പോൾ ഈ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റാണ്. അതിൻ്റെ ഒരു വെൻ ഡയഗ്രാം വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പല ചോദ്യങ്ങളിലും എങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറയും. അപ്പോൾ ആ ചോദ്യത്തിലൊക്കെ വെൻ ഡയഗ്രാം വരച്ചെടുക്കും. എനിക്ക് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതായത് അതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷനാണ്, വെൻ ഡയഗ്രാം വെച്ചുള്ള എക്സ്പ്ലനേഷനാണ് നല്ലതെങ്കിൽ. ഇനി നമുക്ക് ഡിഫറൻസ് ഓഫ് ദ സെറ്റിലേക്ക് വരാം. ഡിഫറൻസ് ഓഫ് ദ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the difference of the set A and B is the set of all elements that are in A but not in the set B. ഡെഫിനിഷൻ വായിച്ചാലൊന്നും മനസ്സിലാവില്ല, കാരണം പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഈ ഒരു ഡിഫറൻസ് ഓഫ് ദ സെറ്റിലാണ്. പക്ഷേ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. എന്താണെന്ന് ഞാൻ വളരെ ഇതിൽ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എ എന്ന് പറയുന്നത് 1, 2, 3, ബി എന്ന് പറയുന്നത് 3, 4, 5. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നതെന്നറിയോ, എ മൈനസ് ബി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ഡിഫറൻസ് ഓഫ് ദ സെറ്റ്. എ മൈനസ് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ, എയിലുണ്ട് ബിയിലില്ല, അത്രയേ ഉള്ളൂ. എയിലുണ്ട് ബിയിലില്ല എന്ന് വെച്ചാൽ നോക്ക്, ഇതിലേതൊക്കെ എലമെൻ്റ് ഉള്ളത്? 1, 2, 3 ഉണ്ട്. ഇതിൽ എയിലുള്ളതും ബിയിലില്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ് നോക്കാം. അപ്പോൾ 1 നോക്കുകയാണ് എയിലുണ്ട്, ബിയിൽ അതില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, ഈ ഡിഫറൻസിൽ എഴുതുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം.
1 എഴുതാൻ പറ്റും, 2 എഴുതാൻ പറ്റും. 2 ഇതിലുണ്ട് ഇതിലില്ല, അതാണ് വേണ്ടത്. എയിലുണ്ട് ബിയിലില്ല, 2 എഴുതാൻ പറ്റും. അടുത്ത നോക്ക് 3 എയിലുണ്ട് ബിയിലും ഉണ്ട്, അത് പറ്റില്ല. എയിലുണ്ട് ബി പാടില്ല, എയിലും ബിയിലും ഉണ്ടെങ്കിൽ അത് പറ്റൂല, 3 എഴുതാൻ പറ്റില്ല. ഇനി വേറെ ആരാളുള്ള, ഇനിയിപ്പോൾ ബിയിലുള്ള ആൾക്കാരാണ് 4, അത് നോക്കുക. അത് എയിലല്ല ബിയിലാണുള്ളത്. അപ്പോൾ ബിയിലുണ്ട് എയിലില്ല, അതല്ല ഇത്. എയിലുണ്ട് ബിയിലില്ല എന്നുള്ളതാണ് എ മൈനസ് ബി ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എയിൽ നിന്ന് ബിക്ക് കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ അങ്ങ് കുറച്ച് കളയാം. അപ്പോൾ എയിൽ നിന്ന് ബിക്ക് കോമൺ ആയിട്ടുള്ള 3 അല്ലേ, അതങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് 1 and 2. ഇത് നമുക്ക് വെൻ ഡയഗ്രം വെച്ചിട്ട് കാണിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കിക്കോളൂ. അതിന് മുമ്പ് ഈ ബി മൈനസ് എയും കൂടെ അങ്ങോട്ട് എഴുതി കളയാം. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ, തിരിച്ച്. അതായത് ബിയിലുണ്ട് എയിലില്ല. നമുക്ക് 3 2 പറ്റില്ല. 4 നോക്കാം, 4 ബിയിലുണ്ട് എയിലില്ല, അപ്പോൾ 4 പറ്റും. ഇനി 5 നോക്കാം, 5 ബിയിലുണ്ട് എയിലില്ല, അതും പറ്റും. അതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഇനി ഇത് വെൻ ഡയഗ്രം വെച്ചിട്ട് എന്ത് ബ്യൂട്ടിയാന്ന് നോക്കിക്കോളെ. വെൻ ഡയഗ്രത്തിൽ തുടക്കത്തിൽ എപ്പോൾ കാണുന്ന നല്ലൊരു ചതുരം വരയ്ക്കുന്നു, വലുതാവില്ലേ? ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു സെറ്റ് എ, സെറ്റ് ഇത് സെറ്റ് ബി അല്ല, ഇവിടെ ഇടാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു പരിപാടി. അതായത് ആരൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. 1, അതുപോലെ 2, പിന്നെ 3. പിന്നെ 3ക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇവിടെ വെക്കുന്നു, കാരണം 3 അവിടെയുണ്ട്. ഇനി 4, 5. ശരിയല്ലേ? നല്ല ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു, ശരിയാക്കാം. ഇനി ഇതിനെ ഞാൻ ഇങ്ങോട്ട് ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായി, ഇൻ്റർസെക്റ്റിംഗ് റീജിയൻ കിട്ടി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ഇൻ്റർസെക്റ്റിംഗ് റീജിയൻ അല്ലേ എടുത്തത്, എന്തിനാണ് എടുത്തതെന്ന് നോക്കിക്കോ. ഇൻ്റർസെക്റ്റിംഗ് റീജിയൻ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എ മൈനസ് ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? എയിലുണ്ട് ബിയിൽ പാടില്ല, അങ്ങനത്തെ ആൾക്കാർ. നമുക്ക് എയിലുണ്ട് ബിയിൽ പാടില്ല എന്ന് പറഞ്ഞാൽ എയിൽ മാത്രം പാടുള്ള ആൾക്കാർ, അതല്ലേ ഇത്. നമുക്ക് ഇവർ എയിലേ ഉള്ളൂ, ബിയിലില്ല. ആ കോമൺ ഇൻ്റർസെക്റ്റിംഗ് റീജിയൻ ഷെയർ ചെയ്യുന്ന ഭാഗത്ത് വരാത്ത ഭാഗങ്ങൾ, എയിലുണ്ട് ബിയിലില്ലാത്ത ആൾക്കാർ. അതുപോലെ ബി മൈനസ് എ നമുക്ക് എന്ന് വിചാരിച്ചോ. അപ്പോൾ ബിയിലുണ്ട് എയിലില്ലാത്ത ആൾക്കാർ, ബിയിൽ മാത്രമുള്ള ആൾക്കാർ, കണ്ടോ? ആ ഇൻ്റർസെക്റ്റിംഗ് റീജിയൻ ഷെയർ ചെയ്യാത്ത ആൾക്കാർ. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി നോക്കിക്കോളെ. ഇനി ഓരോ ആൾക്കാരും എന്താ നമുക്കൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇവൻ എന്ന് പറയുന്നത് ഇയാളാണ് ബി മൈനസ് എ, സോറി എ മൈനസ് ബി. ഇയാളാണ് ബി മൈനസ് എ. ഇനി ഈ കാണുന്ന സാധനമാണ് എ ഇൻ്റർസെക്ഷൻ എ, സോറി എ ഇൻ്റർസെക്ഷൻ ബി. കണ്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ എയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി അങ്ങ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എ മൈനസ് ബി. അതുപോലെ ബി മൈനസ് എ ആണെങ്കിൽ തിരിച്ചു. അങ്ങനെയാണ് നമുക്ക് 1 2, ഇവിടെ നമുക്ക് 1 2, 4 5, ഇവിടെ 4 5. ഇപ്പോൾ കണ്ടില്ലേ, കോമൺ റീജിയൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലേ? അങ്ങനത്തെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിഫറൻസ് ഓഫ് ദ സെറ്റ് എന്ന് പറയാം. ഡിഫറൻസ് ഓഫ് ദ സെറ്റ് എന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും വരിക. അപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി കോംപ്ലിമെന്റ് ഓഫ് ദ സെറ്റ് നോക്കാം. കോംപ്ലിമെന്റ് ഓഫ് ദ സെറ്റ് എന്ന് പറയുന്നത് ലെറ്റ് യു ബി ദ യൂണിവേഴ്സൽ സെറ്റ് ഓഫ് എ ആൻഡ് സബ്സെറ്റ് ഓഫ് യു. അങ്ങനെ പറയണ്ട, യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ നോക്കാം. അതായത് എൻ്റെ കയ്യിൽ ഒരു സെറ്റ് എ ഉണ്ടായിരുന്നു. ആ സെറ്റ് എൻ്റെ ഉള്ളിൽ 1 2 3. ഇനി അവിടെ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന യൂണിവേഴ്സൽ സെറ്റ്, അതായത് വേറെ സെറ്റുകൾ അവിടെയൊക്കെ വന്നിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സൽ സെറ്റ് ഒരു 1 2 3 4 5 6 7 ആണെന്ന് വിചാരിച്ചു. അതൊക്കെയാണ് എനിക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടില്ല. ഒറ്റ സെക്കൻഡ്, ഈ ലാഗ് ഒന്ന് മാറ്റട്ടെ. അപ്പോൾ നോക്കിക്കോളൂ, ഇനി നമ്മളെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, കോംപ്ലിമെന്റ് ഓഫ് ദ സെറ്റ്. അപ്പോൾ ഇനി എ കോംപ്ലിമെന്റ് എഴുതണം. എ കോംപ്ലിമെന്റ് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എയിലില്ലാത്ത യൂണിവേഴ്സൽ സെറ്റിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന ആൾക്കാർ. നമുക്ക് 1 2 3 എന്ന് പറയുന്ന ആൾക്കാർ എയിലുള്ള ആൾക്കാരാണ്. 1 2 3 എന്ന് പറയുന്ന എയിലുള്ള ആൾക്കാരാണ്. ഇനി എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എയിന് അല്ലാതെ പുറമെ യൂണിവേഴ്സൽ സെറ്റിൽ ആരൊക്കെ വരുന്നുണ്ടെന്നാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ 4 5 6 7. അതാണ് ആരൊക്കെ യൂണിവേഴ്സൽ സെറ്റിലുണ്ട് എന്ന് വെച്ചാൽ എയിലില്ലാത്ത ആൾക്കാർ. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതണം, 4 5 6 7. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. അതായത് എയും ഈ എ കോംപ്ലിമെന്റും ചേർത്ത് എഴുതി കഴിഞ്ഞാൽ 1 2 3 4 5 6 7 ഇതെല്ലാം കൂടി ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ഫൈനലി യൂണിവേഴ്സൽ സെറ്റ് തന്നെ തിരിച്ചു കിട്ടും. അതായത് എയിലില്ലാത്ത ബാക്കിയുള്ള എല്ലാ ആൾക്കാരുമാണ് യൂണിവേഴ്സിറ്റിയിലുള്ള ബാക്കിയുള്ള ആൾക്കാരാണ് എ കോംപ്ലിമെന്റോട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ എയിലുള്ളവരും എയിലില്ലാത്തവരും ചേർന്ന് കഴിഞ്ഞാൽ ആകെ മൊത്തം യൂണിവേഴ്സൽ കിട്ടുമല്ലോ. അതിനാണ് നമ്മൾ യൂണിവേഴ്സൽ അല്ല കോംപ്ലിമെന്റ് ഓഫ് ദ സെറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, അപ്പോൾ കോംപ്ലിമെന്റ് ഓഫ് ദ സെറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താ, ദെൻ ദ കോംപ്ലിമെന്റ് ഓഫ് എ ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ് ഓഫ് യു വിച്ച് ആർ നോട്ട് ഇൻ ദ എലമെന്റ് ഓഫ് എ. അതായത് എയിലിന് പുറത്തുള്ള യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കി എല്ലാവരും ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇതാ, ഷെയ്ഡ് ചെയ്ത് ഈ റീജിയൻ ഉണ്ടോ എ കോംപ്ലിമെന്റ്. അപ്പോൾ എയും എ കോംപ്ലിമെന്റ് ചേർന്ന് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് മുഴുവൻ കിട്ടുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊരു തരത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ അങ്ങ് കുറച്ച് കളഞ്ഞാണ്. ശരിയാണ്, കാരണം യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഈ മുഴുവൻ ഭാഗം, അതിൽ നിന്ന് എ അങ്ങ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും എ കോംപ്ലിമെന്റ്. അങ്ങനെയും പറയാം. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് യൂണിവേഴ്സൽ സെറ്റ് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ കോംപ്ലിമെന്റ് ഓഫ് ദ സെറ്റ് ആണ്. കോംപ്ലിമെന്റ് ഓഫ് ദ സെറ്റ് അല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ
ഇത് നോക്കിക്കോ, എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ യു എന്ന് പറയാം. അതാണ് ഇപ്പം പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ഒരു സെറ്റ്, അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഒരു സബ്സെറ്റ് മാത്രമാണ് എ. അപ്പോൾ ആ എയും ഈ ഒരു എ കോംപ്ലിമെൻറ്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? മൊത്തത്തിൽ ആ ഒരു യൂണിവേഴ്സൽ സെറ്റ് തന്നെയായിരിക്കും. ഇനി എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ്, അത് എന്തൊരു സംസാരം നോക്കണേ. അതായത് എന്റെ പുറത്തുള്ള എയിൽ ഇല്ലാത്ത എന്ന യൂണിവേഴ്സൽ സെറ്റിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആരെങ്കിലും കോമൺ ഉണ്ടാവുമോ? ആരും കോമൺ ഉണ്ടാവില്ല. കാരണം എയിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് എയിൽ മാത്രമുള്ള ആൾക്കാർ. എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എയിൽ ഇല്ലാത്ത ബാക്കി പുറത്തുള്ള ആൾക്കാർ. പിന്നെ നോക്ക്, എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലിമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് നൾ സെറ്റ് ആണ്. പിന്നെ എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ എയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന, ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന പോലെ അടിയിൽ ലൈക്ക് ബട്ടൺ ഉണ്ട്. അത് ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് പോകും. ഒരു തവണ കൂടെ അതിൽ പിന്നെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ലൈക്ക് തിരിച്ചു പോകും. അതുപോലെ തന്നെ എ എന്ന് പറയുന്നത്, അതിനെ എനിക്ക് ഒരു തവണ കോംപ്ലിമെന്റ് എടുക്കാം, അപ്പോൾ അത് കോംപ്ലിമെന്റ് ആയി. പിന്നെയും കോംപ്ലിമെന്റ് എടുക്കുക, അപ്പോൾ അത് പിന്നെ എ തന്നെയായി മാറി. ശരിയല്ലേ? കാരണം എന്നാലും ചോദിക്കും ഇത് എ ആണെന്ന് വിചാരിച്ചോ. അതിന് ഒരു തവണ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറത്തുള്ള എല്ലാ റീജിയനുമാണ് എ കോംപ്ലിമെന്റ് ആയി മാറിയത്. ഇനി ആ കോംപ്ലിമെന്റിന്റെ ഒന്നുകൂടി കോംപ്ലിമെന്റ് എടുക്കുക, പിന്നെ യൂണിവേഴ്സിറ്റി ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ തിരിച്ചുള്ളിലോട്ട് കയറൂലേ. അപ്പോൾ പിന്നെ കിട്ടുന്നത് എ തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കും. പിന്നെ അടുത്ത് നോക്കേണ്ടതാണ് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് നൾ സെറ്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കുക എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ലാത്തതിന്റെ പുറത്തുള്ളത് അത് യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല. നൾ സെറ്റ് എന്ന് പറയുന്നത് ഉള്ളിലൊന്നും ഇല്ലാത്ത ആൾക്കാർ. നൾ സെറ്റ് എന്ന് പറയുന്നത് ഉള്ളിലൊന്നുമില്ല, അതിന്റെ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എല്ലാം ഉള്ളത്, അതായത് യൂണിവേഴ്സൽ സെറ്റ്. ഇനി അത് തിരിച്ചും, അതായത് യൂണിവേഴ്സൽ സെറ്റ് ഞാൻ എടുത്തെന്ന് വിചാരിച്ചോ, യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന നൾ സെറ്റ് ആയിരിക്കും. കാരണം യൂണിവേഴ്സൽ സെറ്റിൽ എല്ലാം ഉണ്ട്, അതിന്റെ പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണില്ല. അങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം വരിക. ബേസിക്കലി മനസ്സിലാക്കേണ്ട എത്ര നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് യൂണിവേഴ്സൽ സെറ്റ് ആണ്, യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് നൾ സെറ്റ് ആണ്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ഡിമോർഗൻസ് ലോ. ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എ യൂണിയൻ ബി ആദ്യം എടുത്തു, എന്നിട്ട് അതിന്റെ കോംപ്ലിമെന്റ് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യുന്നതിന് ആദ്യം എ കോംപ്ലിമെന്റ് എടുക്കുക, ബി കോംപ്ലിമെന്റ് എടുക്കുക, എന്നിട്ട് അതിന്റെ ഇന്റർസെക്ഷൻ എടുക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ സംസാരിക്കാം. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഞാൻ ആദ്യം എടുത്തു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് ഇതിനർത്ഥം. ഈ ഒരു ബ്രാക്കറ്റ് തുറന്നിട്ട് ഈ കോംപ്ലിമെന്റ് ഇൻഡിവിജ്വൽ ആൾക്കാർക്ക് കൊടുക്കുക. പിന്നെ ഇവിടെയുള്ള സാധനം ഇത് ഇന്റർസെക്ഷൻ ആണ് യൂണിയൻ ആക്കുക, യൂണിയൻ ആണ് ഇന്റർസെക്ഷൻ ആക്കുക. സിമ്പിൾ. ഇതാണ് ഡിമോർഗൻസ് തിയറത്തിന്റെ 2 ലോ ഉണ്ടല്ലോ, അതിലൊന്ന്. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് എന്താ? ആദ്യം യൂണിയൻ വരുന്നത്. ഇപ്പോൾ അത് ഇന്റർസെക്ഷൻ വരുന്നില്ല, ഞാൻ എഴുതിയ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. സിമ്പിൾ. ഇതിനാണ് നമ്മൾ ഡിമോർഗൻസ് തിയറം എന്ന് പറയുന്നത്. ഒരു ഡിമോർഗൻസ് തിയറം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വെൻ ഡയഗ്രം വെച്ചിട്ട് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു കാര്യമാണ്. അത് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കുമെന്ന് അറിയില്ല, പക്ഷേ അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം എളുപ്പമായിരിക്കും. അതുകൊണ്ട് വെറുതെ ഞാനൊന്ന് പ്രൂവ് ചെയ്ത തരത്തിൽ കാണിച്ചു തരാം. ഇപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എടുത്തു. എൻ്റെ കയ്യിൽ 2 സെറ്റ് ഉണ്ടായിരുന്നു. ഒരു സെറ്റ് എ, രണ്ടാമത്തെ സെറ്റ് ബി. അത് കോമൺ റീജിയനൊക്കെ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന 2 സെറ്റ്. ഇതിൻ്റെ പേര് എ, ഇതിൻ്റെ പേര് ബി. ഇനി ചെയ്യുന്നത് നോക്കിക്കോ. ആദ്യം നമുക്ക് ഫസ്റ്റ് ലോ പ്രൂവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ലോ അല്ല, ഡിമോർഗന്റെ ഫസ്റ്റ് തിയറം ഉണ്ടല്ലോ, ഇത് മാത്രം നോക്കി നോക്കാം. രണ്ടും നോക്കുന്നില്ല, ഒരെണ്ണം നോക്കിയാൽ മതി. അപ്പോൾ സംഗതി നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇപ്പോൾ ഇത് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പോൾ അത് നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഏതാ? ഇതിനായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോർഷൻ, അത് ഇതല്ലേ. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ അതിന്റെ പുറത്തുള്ള ഭാഗങ്ങൾ. എ ഇന്റർസെക്ഷൻ ബിന്റെ പുറത്തുള്ള ഭാഗം യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കിയുള്ള ആരെയൊക്കെയാണ്? പുറത്തുള്ള എല്ലാവരും. ഇത് മാത്രമല്ല, ഇതെല്ലാവരും ഉൾപ്പെടും. അപ്പോൾ അതിനെ വേണമെങ്കിൽ ഞാൻ വേറെ കളറിൽ കാണിച്ചു തരാം. ഈ ഒരു റീജിയനിൽ ഞാൻ പെയിന്റ് ചെയ്യുന്നുണ്ട്. റെഡി അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ എന്താ പറയുക, എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുക. ഇനി നോക്കിക്കോ, അടുത്തൊരു പറയുന്നത് എന്താ വെച്ചാൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം വായിച്ചു കളയാം. നോക്കിക്കോളെ. അപ്പം ഞാൻ ആദ്യം പെയിന്റ് അടിച്ച സാധനം ഇതായിരുന്നു. ഞാൻ ആദ്യം പെയിന്റ് അടിച്ച സാധനം എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ആണ്. ഇപ്പോൾ പച്ചാറത്തിൽ പെയിന്റ് അടിച്ചത്. ഇനി നോക്കിക്കോ, അതെല്ലാം വായിച്ചു. ഇനി ചെയ്യുന്നത് നോക്കിക്കോ, എ ആൻഡ് ബി ഇല്ല. ഇത് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ പുറത്തുള്ള ആൾക്കാർ. എന്റെ പുറത്തുള്ള എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പെടും. അതായത് ബിന്റെ റീജിയൻ വരെ എന്റെ പുറത്ത് പെടും. അതായത് ഇതൊക്കെ പെടും, ഇതെല്ലാം പെടും. ഇനി ഇപ്പൊ പെടാത്ത ആരാളുള്ള? ഈ ഒരു എന്റെ റീജിയന്റെ ഉള്ളിലുള്ള ആൾക്കാർ മാത്രം ഇപ്പൊ പെടാത്തുള്ള.
ഇനി നോക്കിയോ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ബിന്റെ പുറത്തുള്ള ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ പെടും എന്ന് വെച്ചാൽ നേരത്തെ പെടാതിരുന്ന എന്റെ റീജിയൻ കൂടി പെടും. ഇപ്പൊ പെടാണ്ട് വന്നത് ഇവൻ മാത്രമാണ്, അതായത് ആ ഇന്റർസെക്റ്റിംഗ് പോർഷൻ ഉണ്ടല്ലോ അത് മാത്രമാണ്, അത് വന്നിട്ടില്ല. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി അതിന്റെ യൂണിയൻ എടുക്കണം എന്ന് വെച്ചാൽ എന്താ, ഈ മൊത്തം ഭാഗം സെലക്ട് ചെയ്യുക. ഇന്റർസെക്ഷൻ പോർഷൻ ഒഴികെ ബാക്കി എല്ലാ ഭാഗവും സെലക്ട് ആയിട്ടുണ്ട് ഈ ഒരു LHS സൈഡിൽ, സോറി RHS സൈഡിൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ ഞാൻ എന്താക്കുക, അതിനെ വേറൊരു പെയിന്റ് അടിച്ച് കാണിച്ചു തരാം. ചുവന്ന പെയിന്റ് അടിച്ചിട്ടാണ് ഞാൻ ഇതിനെ കാണിക്കുന്നത്. നോക്കിക്കോ, ഈ ഒരു റീജിയൻ ആണ് അത് പറയുന്നത്, RHS സൈഡ് പറയുന്നത്. ഓക്കെ, ഈ ഒരു റീജിയൻ ആണ് RHS സൈഡ് പറയുന്നത്. നേരത്തെ മറ്റേ സൈഡ് എന്താ പറഞ്ഞത്, അതേ സാധനം തന്നെ മറ്റേ സൈഡ് പറഞ്ഞു. ഇപ്പോൾ ഇത് പറയുന്നത് ഇത് സൈഡ്. അപ്പോൾ എന്താ അതിനർത്ഥം, ഡി മോർഗന്റെ തിയറൊക്കെ ശരിയാണെന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റേ തിയറും കൂടി പ്രൂവ് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്കുള്ളത് ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ കുറേ ചോദ്യങ്ങൾ ചെയ്യാം. ഡിസംബർ 2020, അതായത് വളരെ പണ്ടൊന്നുമല്ല, കൊറോണേൻ്റെ ഒരു സമയത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് ഇങ്ങനത്തെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് പറയുന്നത് 1 2 3 4 എന്ന് പറയുന്ന ഒരു സെറ്റാണ്. ബി എന്ന് പറയുന്നത് 3 4 5 6 7 എന്ന് പറയുന്ന ഒരു സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 വരെ തന്നിട്ടുണ്ട്. ഇനി ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളോട് ചോദിച്ചത് എ യൂണിയൻ ബി അത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്താൽ നമുക്കത് പറ്റൂലേ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലുള്ളതിൻ്റെ എല്ലാവരും കൂടി കൂട്ടി എഴുതുക. അപ്പോൾ 1 2 3 4, ഇനി 3 എഴുതേണ്ട കാര്യമില്ല, 4 എഴുതേണ്ട കാര്യമില്ല, ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഇനി 5 6 7 അത്ര എഴുതി കഴിഞ്ഞാൽ എ യൂണിയൻ ബി കഴിഞ്ഞു. അടുത്തത് പറയുന്നത് ബി എന്ന് പറയുന്നത് ഇതിൻ്റെ എ ക്വസ്റ്റൻ ആണ് കഴിഞ്ഞ്. ബി എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയ എ യൂണിയൻ ബി ഇല്ലേ, അതിൻ്റെ കോംപ്ലിമെൻറ്റ്, എ യൂണിയൻ ബിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്തുവേണം, യൂണിവേഴ്സൽ സെറ്റ് വേണമായിരുന്നു, അതിനാണ് അവർ തന്ന യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ടല്ലോ. ഇനി എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിലുണ്ട്, എന്നാൽ അല്ല ഇതിലില്ലാത്ത എക്സ്ട്രാ വരുന്ന യൂണിവേഴ്സൽ സെറ്റിലുള്ള ആൾക്കാർ, അതായത് ഇവിടെ 1 2 3 4 5 6 7 8 ഇവിടെ ഉണ്ട്. അതല്ലാണ്ട് ആരൊക്കെയുള്ള 7 വരെ ഇവിടെ ഉണ്ട്, 8 9 ഇതിലില്ല, ഇതിലുണ്ട്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിലുള്ള 8 9 എഴുതി കൊടുക്കുക. ഇതാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് വരിക. ഇനി സംശയം നോക്കുക, എ യൂണിയൻ ബിയും എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റും ചേർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 ഫുള്ള് വരും. റെഡി അല്ലേ? ഇനി നോക്കാം, മാർച്ച് 2008. ഓക്കെ, വളരെ പഴയ ചോദ്യമാണ്, നമ്മളൊക്കെ ജനിക്കുന്ന ഒരു സമയത്ത്, എനിക്കാണ് 1 വയസ്സ് കൂടിയില്ല. ഓക്കെ, ആ ഒരു സമയത്തുള്ള ഒരു ചോദ്യമാണ്. ഇഫ് x is equal to ABCD and y is equal to FBDG. ശരി, ഇതിപ്പോൾ ആൽഫബറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഫൈൻഡ് x മൈനസ് വൈ. ഇതിപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യം കേട്ടോ, അത് എടുത്ത്. അപ്പോൾ നോക്കിക്കോ, x മൈനസ് വൈ ആൻഡ് x ഇൻ്റർസെക്ഷൻ വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സബ് ക്വസ്റ്റ്യൻ 1 പറയുന്നത് നോക്കാം. അതിൽ പറയുന്നത് x മൈനസ് വൈ ആദ്യം കണ്ടുപിടിക്കണം. നമുക്ക് x എന്ന് പറയുന്നത് ABCD ആൻഡ് FBDG ആണ്, y എന്ന് പറയുന്നത്. x മൈനസ് വൈ എന്ന് പറയുന്നത് എക്സിലുള്ളതും വൈയിലില്ലാത്തതും. അതായത് എക്സിലുണ്ട് എന്ന് പറയുന്ന ആരൊക്കെയാ, ABCD എല്ലാം എക്സിലുണ്ട്. വൈയിലില്ലാത്തത് എന്ന് പറയുന്നത് ബിയും ഡിയും ഇതിലും ഉണ്ട്. അപ്പോൾ അത് ഉൾപ്പെടുത്താൻ പറ്റില്ല. ബിയും ഡിയും രണ്ടിലും ഉണ്ട്, അത് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇതിൽ മാത്രമുള്ള ആൾക്കാർ, സോറി എക്സിൽ മാത്രമുള്ള ആൾക്കാർ. അപ്പോൾ ആരൊക്കെ ഉൾപ്പെടുത്തുക, എയും ഡിയും. അപ്പോൾ സബ് ക്വസ്റ്റ്യൻ 1ൻ്റെ ആൻസർ എയും ഡിയും ആണ്. ഇതാണ്. ഓക്കെ, ഇനി സബ് ക്വസ്റ്റ്യൻ അതിൽ തന്നെ പറയുന്നുണ്ട് എ മൈനസ് എക്സ്, എ എന്ന് തന്നെയാണല്ലോ വൈയിൽ വരുന്നത്. എക്സ് മൈനസ് വൈ ആണ് ഇപ്പോൾ എടുത്തത്, ഇനി എക്സ് ഇൻ്റർസെക്ഷൻ വൈ എടുത്ത് നോക്കാം. എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ബിയും സിയും അല്ല, ബിയും ഡിയും കോമൺ ആണ് അല്ലേ, ബിയും ഡിയും കോമൺ ആണ്, വേറെ ആരും കോമൺ അല്ല. അപ്പോൾ ഞാൻ എഴുതുന്നു ബിയും ഡിയും. ഇതാണ് ഇൻ്റർസെക്ഷൻ, എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഇനി സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് ഈസ് ട്രൂ ഓർ ഫാൾസ്. താഴെ തന്നിരിക്കുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു, ഒരു സമയത്ത് എനിക്ക് പറയാൻ പറ്റിയില്ല. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് സബ്സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. സബ്സെറ്റിന്റെ വെൻ ഡയഗ്രം വരച്ചാൽ എങ്ങനെ ഉണ്ടാവും അറിയോ? അതായത് യൂണിവേഴ്സൽ സെറ്റ് ഞാൻ എപ്പോഴത്തെ പോലെ വരയ്ക്കുന്നു. ഇനി ഇപ്പോൾ വിചാരിച്ചോ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ ഈ ഒരു ഡയഗ്രം വെച്ചിട്ട് കാണിക്കുകയാണെങ്കിൽ ഇതാണ് ബി എന്ന് വിചാരിച്ചോ. എ എവിടെ ഉണ്ടാവുന്ന അറിയോ? അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അതായത് അതില്ലാതെ അതിൻ്റെ പുറത്തൊന്നും പോകില്ല, അതിൻ്റെ ഉള്ളിൽ ഒരു റീജിയൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. കാരണം എന്താ, എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബീൻ്റെ ഉള്ളിലും ഉണ്ട്. കാരണം ബീൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് എ. അപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയിൻ്റെ ഭാഗം ഇതായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ബീൻ്റെ ഭാഗം ഇത് മൊത്തത്തിലുണ്ടാവും. ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ ഇൻ്റർസെക്ഷൻ ഒന്നും എടുക്കുന്നില്ല. ഇനി ഇവരെന്താ ചോദിച്ച സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് ഈസ് ട്രൂ ഓർ ഫാൾസ്. ഇഫ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി, എ ബീൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി തന്നെ കിട്ടുന്നതാണ് പറയുന്നത്. നോക്കാം, നമ്മൾ അതിനൊക്കെയാണ് ഈ വെൻ ഡയഗ്രം ഉപയോഗപ്പെടുന്നത്. നോക്കിക്കോ, ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണല്ലോ. യൂണിവേഴ്സൽ സെറ്റിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്, ബി ഇതുണ്ട്, എ ഉണ്ട്. അപ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, അങ്ങനെ തന്നെയാണ് വരച്ചിരിക്കുന്നത്. എ ബീൻ്റെ സബ്സെറ്റ് ആവുന്ന തരത്തിലാണ് വരച്ചിരിക്കുന്നത്. ഇനി എ യൂണിയൻ ബി എടുത്തു നോക്കാം. അപ്പോൾ എയിൻ്റെ ഭാഗം ഇതാണ്, ബീൻ്റെ ഭാഗം ഇതാണ്. എ യൂണിയൻ ബി എന്ന് പറയുന്നത് അതിൻ്റെ കോമൺ ആയിട്ടുള്ള റീജിയൻ വേണം. അപ്പോൾ ബീൻ്റെ ഭാഗം ഇതാണ്, എയിൻ്റെ ഭാഗം ഇതാണ്,
കോമൺ ആയിട്ടുള്ള എന്ന് പറയുന്നത് കോമൺ അല്ല കോമൺ എന്ന് പറയുന്നത് ഇന്റർസെക്ഷനിലാണ്, കോമൺ അല്ല, എല്ലാവരും കൂടി ചേർത്ത് എഴുതാൻ വേണ്ടേ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വരും. അപ്പോൾ ബേസിക്കലി വന്നത് ഇപ്പോൾ ബി തന്നെയല്ലേ, കാരണം ബി മൊത്തത്തിൽ വന്നു, അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ ബി മൊത്തത്തിൽ വരും. അപ്പോൾ ശരിയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താക്കുക, അതെങ്ങനെ എഴുതി കൊടുക്കുക, ഇത് എഴുതുക, ഈ ഒരു എഴുതൽ ഇത് വരയ്ക്കുക, ഈ ഒരു ഡിമോർഗൻസ് തിയറം അല്ല, വെൻ ഡയഗ്രാം വരയ്ക്കുക. വെൻ ഡയഗ്രാം വരച്ചിട്ട് ഇങ്ങനെ എഴുതുക, അതിൻ്റെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ബി റീജിയൻ തന്നെയാണ് വരുന്നതെന്ന് എഴുതി കൊടുക്കുക. സിമ്പിൾ കഴിഞ്ഞു. ഇനി ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ എ യൂണിയൻ ബി ഈസ്, പറയാൻ നോക്കണേ, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, എ യൂണിയൻ ബി, അതല്ലേ നമ്മളിപ്പോൾ ചെയ്തേ, അത് തന്നെയല്ലേ ഇപ്പോൾ ചെയ്തത്, ഒന്നുകൂടി ചെയ്തെന്ന് വെച്ചാൽ ഇത് ബി, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ മനസ്സിലായി എ എന്തായാലും ചെറിയ സെറ്റാണ്, അതുകൊണ്ടാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. അതെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാവുക, ആരാണോ സബ് അവന് ഉള്ളിലേക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് എ. ഇനി പറയുന്നത് ഈ ടു സെറ്റ്സ് എ യൂണിയൻ ബി നോക്കാം, എന്റെ റീജിയൻ ഇതാണ്, ബിന്റെ റീജിയൻ ഇതാണ്, എല്ലാം കൂടി ചേർത്ത് എഴുതി കഴിഞ്ഞാൽ വരാൻ പോകുന്ന റീജിയൻ ഇതാണ്, അത് ബി തന്നെയല്ലേ വരുന്നത്. അപ്പോൾ കറക്റ്റാണ്. അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് നല്ലൊരു ചോദ്യമാണ്. ഇതിൽ കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. ഇതിനാണ് ഈ പ്രോപ്പർ സബ്സെറ്റ് ഇംപ്രോപ്പർ സബ്സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇഫ് ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് ഈസ് 63, ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എന്ന് വെച്ചാൽ നോക്കണേ. പ്രോപ്പർ സബ്സെറ്റിന്റെ എണ്ണം 63 നിന്നിട്ടുണ്ട്. സാധാരണ നമ്മളോട് ചോദിക്കുന്നത് വെച്ചാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് തരും, എന്നിട്ട് ഇതിൽ എത്ര സബ്സെറ്റ് പോസിബിൾ ആണെന്ന് ചോദിക്കും. അപ്പോൾ 2 സംഖ്യ കിട്ടാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ തിരിച്ചിട്ട് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് അവർ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ചോദിക്കുന്നത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന്, അതും എത്ര സബ്സെറ്റ് ഉണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, എത്ര പ്രോപ്പർ സബ്സെറ്റ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, നമുക്കറിയാൻ പറ്റും ടോട്ടൽ സബ്സെറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ് പ്ലസ് ഇംപ്രോപ്പർ ആണ്. അതായത് ആ 1 ആണ്. ഇംപ്രോപ്പർ എപ്പോഴും ഒരു 1 ആണല്ലോ വരിക. പ്രോപ്പർ പ്ലസ് 1 ആണ്. ഇവിടെ നോക്കണേ, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് 63 എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹിന്റ് തന്നിട്ടില്ല. ടോട്ടൽ എന്ന് പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ് ആയിട്ടുള്ളത് 63 പ്ലസ് അവരുടെ 1, അപ്പോൾ എന്തായി 64ആയി. അപ്പോൾ ടോട്ടൽ സബ്സെറ്റ് എത്രയായി 64. നമുക്കറിയാം 2 ഒരു സംഖ്യ ചെയ്യുമ്പോഴാണ് 2n ചെയ്യുമ്പോഴാണ് 64 കിട്ടുന്നത്. ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അപ്പോൾ അത് തന്നെയാണ് ചോദിച്ചത്, നമ്പർ ഓഫ് എലമെന്റ്സിന്റെ സെറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്, എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 2n ഏത് ചെയ്യുമ്പോഴാണ് 64 കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഈ 6 ചെയ്യുമ്പോഴാണ് 64 കിട്ടുന്നത്. ഇനി ഇത് അറിയില്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം. 2/3 8, 2/4 അങ്ങനെ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിക്കുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി അറിയായിരിക്കും. ഇനി അറിയാത്ത അതെന്തായാലും പഠിച്ചു വെക്കുക, കാരണം നമുക്ക് മിനിമം അറിയേണ്ടതാണ്. മാത്തമാറ്റിക്സിൽ പലപ്പോഴും അത് ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 2/1 എന്ന് പറയുന്നത് 2 ആണ്, 2/2 എന്ന് പറയുന്നത് 4 ആണ്, 2/3 എന്ന് പറയുന്നത് 8 ആണ്, 2/4 എന്ന് പറയുന്നത് 16, 2/5 എന്ന് പറയുന്നത് 32 ആണ്, 2/6 എന്ന് പറയുന്നത് 64 ആണ്. ഡബിളാക്കി പോവുക. ഇനി പിന്നെ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് പറയുന്നതായിരിക്കും. 2/7 എന്ന് പറയുന്നത് 128, പിന്നെ 2/8 എന്ന് പറയുന്നത് 256, ലാഗ് ഉണ്ട്, സോറി 2/9 എന്ന് പറയുന്നത് 512, പിന്നെ 2/10 അത് കാണുന്നുണ്ടാവില്ല. 2/10 എന്ന് പറയുന്നത് 1024, 2/10 ശരിയല്ലോ 1024, പിന്നെ 2/2 അതിൻ്റെ ആവശ്യമില്ല, 2048 അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അത്രയും പോകേണ്ടായിരിക്കില്ല. പിന്നെ ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇഫ് സെറ്റ് എ ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ദ ലെറ്റർ ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ് ആൻഡ് ബി വൈ സച്ച് ദാറ്റ് വൈയോ എക്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കുക. ഇവിടെ എക്സ് ഓൾറെഡി എടുത്തുകൊണ്ടാണ് ഇവിടെ വൈ കൊടുത്തത്. വൈ ഇസ് ദ ലെറ്റർ ഓഫ് ദ വേർഡ് സ്റ്റാറ്റിറ്റിക്സ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എ മൈനസ് ബി ഇന്റർസെക്ഷൻ ബി. നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ സോൾവ് ചെയ്യാം. അപ്പോൾ സെറ്റ് എ ആദ്യം നമുക്ക് എഴുതിക്കാം. സെറ്റ് എ എന്ന് പറയുന്നത് എന്തൊക്കെയാണുള്ളത്? ലെറ്റർ ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഇതൊക്കെ എം ഉണ്ട്, പിന്നെ മാത്തമാറ്റിക്സിൽ എ ഉണ്ട്, ടി ഉണ്ട്, എച്ച് ഉണ്ട്, ഇ ഉണ്ട്. ഇതുവരെ റിപ്പീറ്റേഷൻ ഒന്നും വന്നിട്ടില്ല. ഇനി ഇതാ എം. ഇനി എഴുതേണ്ട കാര്യമില്ല, കാരണം എം അവിടെ ഓൾറെഡി ഉണ്ടല്ലോ. എം എഴുതേണ്ട കാര്യമില്ല. എഴുതണോ? എ എഴുതേണ്ട കാര്യമില്ല, ഓൾറെഡി വന്നു. ടി എഴുതേണ്ട കാര്യമില്ല, ഓൾറെഡി വന്നു. ഐ എഴുതാം, ഐ ഇതുവരെ എഴുതിയിട്ടില്ല. പിന്നെ സി ഇതുവരെ എഴുതിയിട്ടില്ല, എഴുതാം. എസും എഴുതിയിട്ടില്ല. അപ്പോൾ ഇതായിരിക്കും സെറ്റ് എ. ഇനി സെറ്റ് ബി എന്താ നോക്കാം. ബിയിൽ സ്റ്റാറ്റിറ്റിക്സ് അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റാറ്റിറ്റിക്സ് എന്ന് പറയുന്നത് എസ് ആദ്യം വന്നു, ടി ആദ്യം വന്നു, കോമ ഇടണേ, STA, പിന്നെ ടി എഴുതേണ്ടായിട്ടുണ്ടോ? ഇല്ല, ഓൾറെഡി നമ്മൾ എഴുതി. ഇനി ഐ എഴുതണോ? ഐ ഇതുവരെ എഴുതിയിട്ടില്ല. ഈ സെറ്റിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ട് എഴുതണം. മറ്റേ സെറ്റിൽ നോക്കണ്ട. ഈ സെറ്റിൽ എഴുതുമ്പോൾ ഇക്കാര്യം മാത്രം നോക്കിയാൽ മതി. ഐ പിന്നെ എസ് എഴുതേണ്ട കാര്യമില്ല, എസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ടി എഴുതേണ്ട കാര്യമില്ല, ടി ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഐ എഴുതേണ്ട കാര്യം ഇല്ല, ഐ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. സി എഴുതാം, പിന്നെ എസ് എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ സെറ്റ് എയും കിട്ടി, ബിയും കിട്ടി. ഇനി അതല്ല ചോദ്യം, സെറ്റ് എയും ബിയും ഒക്കെ എഴുതണം ഒബ്വിയസ്ലി. അതിൽ ഉപരി വേറെ എന്തൊക്കെയോ ചെയ്യണം നോക്കാം. ഓഹോ,
ഇനി നമ്മളോട് ചോദിക്കുന്ന സബ് ക്വസ്റ്റ്യൻ നമ്പർ 1, അതെന്താ ചോദിക്കുന്നത്? A-B എന്ന് വെച്ചാൽ എന്താ? എയിലുണ്ട് ബിയിലില്ലാത്ത. എയിലുണ്ട് ബിയിലില്ലാത്ത ആയിരിക്കാം എം. എയിലുണ്ട് ബിയിലില്ല, അപ്പോൾ എം എഴുതാം എം. പിന്നെ എ നോക്ക്, എ രണ്ടിലും പറ്റില്ല. ടി ഇതിലുണ്ട് ഇതിലുണ്ട് പറ്റില്ല. എച്ച് ഇതിലുണ്ട് ഇതിലില്ല, പറ്റും. എച്ച് ധൈര്യമായിട്ട് എഴുതാൻ പറ്റും. ഇനി ഇ ഇതിലുണ്ട് ഇതിലില്ല, അപ്പോൾ ഇ നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത് ഐ ഇതിലുണ്ട് ഇതിലുണ്ട്, അപ്പോൾ പറ്റില്ല. സി ഇതിലുണ്ട് ഇതിലുണ്ട് പറ്റില്ല. ഇനി എസ് ഇതിലുണ്ട് ഇതിലുണ്ട്, അതിപ്പോൾ പറ്റില്ല. അപ്പോൾ ഈ MHE ഈ 3 ലെറ്റേഴ്സ് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അടുത്തത് 2 എന്ന് പറയുന്നത് A ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, A ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാർ. A-B കണ്ടുപിടിച്ചല്ലോ. ഇനി A ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ. നമുക്ക് എം രണ്ടിൽ കോമൺ ആണോ? അല്ല. എ കോമൺ ആണോ? അതെ, എ കോമൺ ആണ്. അടുത്തത് ടി കോമൺ ആണോ? ടി കോമൺ ആണ്. എച്ച് കോമൺ അല്ല. ഇ കോമൺ അല്ല. ഐ കോമൺ ആണ്. പിന്നെ സി കോമൺ ആണ്. ഇത്രയേ അല്ല. എസും കോമൺ ആണ്. കണ്ടോ, ഇവിടെ എസ് വരുന്നുണ്ട്, ഇവിടെ എസ് വരുന്നുണ്ട്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബിയും കൂടി കിട്ടിയല്ലോ. എത്രയേ ഉള്ളൂ. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫുൾ മാർക്ക് കിട്ടും. നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇഫ് 2 സെറ്റ്സ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? അതായത് 2 സെറ്റുകൾ ഡിസ്ജോയിന്റ് ആണെങ്കിൽ ഇതിലേതാണ് സത്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെൻ ഡയഗ്രം വരച്ച് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഞാൻ വെൻ ഡയഗ്രം വരച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു യൂണിവേഴ്സൽ സെറ്റ്, പിന്നെ ഇവിടെ ഒരു സെറ്റ് എ. ഇവിടെ ശ്രദ്ധിക്കേണ്ട, അവർ ഡിസ്ജോയിന്റ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം അതെന്താണ്, അത് തമ്മിൽ ഇന്റർസെക്റ്റിംഗ് റീജിയൻ ഇല്ല. ഇങ്ങനെ മാറിയിട്ടായിരിക്കും ഉണ്ടാവേണ്ടത്. നോക്കോ, 2 സെറ്റ്സ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നുണ്ട്. എ യൂണിയൻ ബി എ ആകുമോ? ഒന്ന് നോക്കി നോക്കി. എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഏതാ? ഇത് എ ആണ്, ഇത് ബി ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഈ ഭാഗം മുഴുവൻ, ബി എന്ന് പറയുന്നത് ഈ ഭാഗം മുഴുവൻ. എ യൂണിയൻ ബി എന്ന് പറയുന്നത് കൂട്ടിക്കുഴച്ച് എഴുതണം. അപ്പോൾ എ യൂണിയൻ ബി എന്ത് തന്നെ വന്നാലും എ മാത്രം എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അവർ എന്നാ പറഞ്ഞിട്ടില്ല എയിൽ. പക്ഷേ എ അല്ല, ഈ ബിയും കൂടി വരണ്ടേ, അത് ഉൾപ്പെടുത്തണ്ടേ. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്ത് നോക്കാം. എ യൂണിയൻ ബി ബി ആന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എ യൂണിയൻ ബി എ പറയുന്ന പോലെ തന്നെയല്ലേ ബി ആന്ന് പറയുന്നത്? അങ്ങനെ മാത്രം പറയാൻ പറ്റില്ലല്ലോ. ഇത് രണ്ടും കൂട്ടിക്കുഴച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ബി എന്നാണ് അവർ പറയുന്നത്, ബി മാത്രമല്ല എയും കൂടി വരണ്ടേ, അപ്പോൾ അതും തെറ്റാണ്. ഇനി എ ഇന്റർസെക്ഷൻ ബി ബി ആന്ന് പറയുന്നുണ്ട്. അതെന്താ പറച്ചില്ലല്ലേ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ജോയിന്റ് സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്റർസെക്ഷൻ പോർഷൻ ഉണ്ടോ? പിന്നെ അത് ബി എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നൾ സെറ്റ് ആണ്, ഒന്നും വരില്ല. എ ഇന്റർസെക്ഷൻ ബി ഇല്ല. എ ഇത് ബി ഇത് ഇന്റർസെക്റ്റിംഗ് പോർഷൻ ഇല്ല. അപ്പോൾ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആയിരിക്കും റൈറ്റ് ആൻസർ. ഞാൻ നേരത്തെ മാർക്ക് ചെയ്തോന്ന് ഞാൻ ഓർക്കുന്നില്ല. മാർക്ക് എന്തായാലും നോട്ടിൽ മാർക്ക് ചെയ്തിട്ട് ഇട്ടേക്കാം. പിന്നെ നോക്കേണ്ടത് മാർച്ച് 2013 വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കാം. യൂണിവേഴ്സിറ്റി സെറ്റ് 1 2 3 4 5 6 7 8 9 1 2 3 4 ബി എന്ന് പറയുന്നത് 2 4 6 8. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കുറേ കാര്യങ്ങൾ ഇതിൽ കണ്ടെത്താനുണ്ട്. അതാണ് ഇതിൻ്റെ രസം. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം കണ്ടെത്തേണ്ടത് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? എയിൽ നിന്നുള്ള എക്സ്ട്രാ ഉള്ള ആൾക്കാർ യൂണിയനിലുള്ള ആരൊക്കെയാണോ 1 2 3 4 ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട്, അത് ഉൾപ്പെടുന്ന കാര്യമില്ല. 5 6 7 8 9 അത്ര ആൾക്കാരാണ് എക്സ്ട്രാ ഇവിടെ വന്നിട്ടില്ല. അവരെല്ലാവരും എഴുതി. ഇനി ബി കോംപ്ലിമെന്റ് നോക്കാം. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 4 6 8 2 4 6 8 അല്ലാത്ത ആൾക്കാർ, അതായത് 2 4 6 8 ഇവരെയൊന്നും ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അവൾക്ക് ഓൾറെഡി ഉണ്ട് ബിയിൽ. അതല്ലാത്ത പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാരെ എഴുതിയാൽ മതി. അപ്പോൾ 1 3 5 7 9 ഇത്ര ആൾക്കാർ എഴുതി കഴിഞ്ഞാൽ അതായി. ഇനി എന്താ വേണ്ടത്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പോൾ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് കിട്ടി വെച്ചിട്ടുള്ള സുഖമാണ്. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് രണ്ടിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം എഴുതിയാൽ മതി. 5 കോമൺ അല്ല, 1 കോമൺ അല്ല, നമുക്ക് 6 കോമൺ അല്ല. യെസ്, 5 കോമൺ ആണല്ലോ. 5 കോമൺ ആണ്. പിന്നെ വേറെ കോമൺ അല്ല. 7 കോമൺ ആണ്, 9 കോമൺ ആണ്. റെഡി. 5 7 9 ആണ് എ ഇന്റർസെക്ഷൻ ബി എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇനി നോക്കേണ്ടത് എ യൂണിയൻ ബി എന്ന് കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. എ യൂണിയൻ ബിക്ക് നമുക്ക് കോംപ്ലിമെന്റിന്റെ ആവശ്യമൊന്നുമില്ല. ഇതാ എയും ബി തന്നിട്ടുണ്ടല്ലോ, ഇത് യൂണിയൻ ആക്കി എഴുതിയാൽ എല്ലാം കൂടി ചേർത്തിട്ട് എഴുതുക. അപ്പോൾ 1 2 3 4 1 2 3 4 2 ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്, അത് എഴുതുന്നുണ്ടായില്ല. 4 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 6 8 ആണ് പുതിയതായിട്ട് വന്നിട്ടുള്ളവർ, അതിനെ യൂണിയൻ ആക്കി എഴുതി. ഇനി ചോദിക്കുന്നത് ഹെൻസ് ഷോ ദാറ്റ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അത് ഷോ ചെയ്യണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, കാരണം ഓൾറെഡി ഇതൊക്കെ എഴുതി വെച്ചത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നോക്കിക്കോ, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് അത് കണ്ടുപിടിക്കാന്ന് പറയുന്നൊന്നുമില്ല. ഹോൾ കോംപ്ലിമെന്റ് ആണ്. എ യൂണിയൻ ബി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇതിലില്ലാത്ത യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാർ 1 2 3 5 6 8 1 വന്നു, 2 വന്നു, 3 വന്നു, 4 വന്നു, 6 വന്നു, 8 വന്നു. അതല്ലാത്ത ആൾക്കാരൊക്കെയുള്ള 5 7 9. നോക്കിക്കോ, 5 7 9. ഇനി നോക്കാം എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ. ഓക്കെ, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എഴുതി. ഇനി എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് നോക്കി.
അതല്ലേ നമ്മൾ തൊട്ട് മുമ്പ് എഴുതി വെച്ചേ. ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്, ഇതേ സാധനം തന്നെയാണോ ഇത്? അതെ. അപ്പോൾ ഇനി എന്താക്കുക, ഇത് രണ്ടും ഒന്ന് എഴുതി വെച്ചിട്ട് അവസാനം എഴുതുക LHS ഈക്വൽ ടു RHS. ഹെൻസ് പ്രൂവ്ഡ്. ഇത് ചോദിച്ച് ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൂവ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഇത് ഓൾറെഡി ഇത് സത്യം പറഞ്ഞാൽ എന്താ, ഇതാണ് ഡി മോർഗൻസ് തിയറം. അപ്പോൾ നമുക്ക് ഇതറിയാം. എന്നിട്ട് അത് വെച്ചിട്ട് ഓരോന്നുള്ള സെറ്റിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ എഴുതിയിട്ട് അതിനെ രണ്ട് സൈഡിലുള്ളതുപോലെ ആക്കുക. LHS സൈഡിലുള്ള പോലെ ആക്കുക, RHS സൈഡിലുള്ള പോലെ ആക്കുക. എന്നിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് ഷോ ദാറ്റ് അത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇത് ഷോ ചെയ്തു. അത് ഷോ ചെയ്യുന്നതിലാണ് മാർക്ക് അപ്പോൾ ചെയ്യുക. അടുത്തത് PQ are two sets such that number of elements in P is 12 and number of elements in Q minus P is 7. Find number of elements in P in union Q. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് വെൻ ഡയഗ്രം വരച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടുന്നൊരു പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ വെൻ ഡയഗ്രം വരച്ചാൽ മാത്രം കിട്ടുന്നതെന്ന് പറയുന്നതിലും തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് രണ്ട് സെറ്റുകളാണുള്ളത്, P ആൻഡ് Q. അപ്പോൾ P എന്നുള്ളൊരു സെറ്റ് നമ്മളിങ്ങനെ വരച്ചു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം വരുന്നത്, ഇതിപ്പോൾ ഇങ്ങനെയാണ് P ഉള്ളതെങ്കിൽ Q എങ്ങനെയായിരിക്കും വരയ്ക്കേണ്ടത്? ഇൻ്റർസെക്ട് ചെയ്യുന്ന തരത്തിൽ വരയ്ക്കണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്ജോയിൻ്റ് ആയിട്ട് എടുക്കുന്ന തരത്തിൽ വരയ്ക്കണോ? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സിമ്പിളാണ്. ഈ ചോദ്യത്തിൽ ഡിസ്ജോയിൻ്റ് എന്ന് പറയാത്തിടത്തോളം നമ്മൾ ഡിസ്ജോയിൻ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഇൻ്റർസെക്ട് ചെയ്തിട്ട് വരച്ചാലും കുഴപ്പമില്ല. ഇവിടെ അവർ പറയുന്നില്ലല്ലോ ഡിസ്ജോയിൻ്റ് ആണെന്ന് പറയുന്നില്ല. മാത്രമല്ല ഒരു ഹിൻറ്റും കൂടി ഉണ്ട്, Q minus P. അതായത് Qയിലുണ്ട് Pയിലില്ല എന്ന് പറയുന്ന റീജിയൻ ഒക്കെ ഉണ്ട്. അങ്ങനത്തെ റീജിയൻ ഉണ്ടാവണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഇൻ്റർസെക്ട് ചെയ്യണം. ഇനി ഇല്ലെങ്കിലും ഇത് ഇൻ്റർസെക്ട് ചെയ്തില്ല ഡിസ്ജോയിൻ്റ് ആക്കി വരച്ചെന്ന് വിചാരിച്ചു, എന്നാലും ആൻസർ കിട്ടും. അതെങ്ങനെയാണെന്ന് ഞാനത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ രണ്ടിൽ ഈ ഒരു കേസിൽ വരെ ആൻസർ തന്നെ വരും കേട്ടോ. നോക്കോ, ഇതിനെ ഞാൻ P എന്ന് പേര് വിളിച്ചു, ഇതിനെ ഞാൻ Q എന്ന് പേര് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ P എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? P എന്ന് പറയുന്ന റീജിയൻ ഏതാ? P എന്ന് പറയുന്നത് ഈ മുഴുവൻ റീജിയൻ. അതിലേത് ഈ ഭാഗം എന്ന് പറയുന്നത് P Q ഷെയർ ചെയ്യുന്ന റീജിയനാണ്. പക്ഷേ അത് Pൻ്റെ അല്ലാണ്ടാവുന്നില്ല, Pൻ്റെ റീജിയനിലാണ് ഇതൊക്കെ പെടുന്നത്. അപ്പോൾ അതിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ സോറി, ഇതാണ് Pൻ്റെ റീജിയൻ. ഇതിൻ്റെ ഉള്ളിലുള്ളത് 12 ആണ്. 12 എന്ന് പറയുന്നത് എന്താ? 12 എന്ന് നമ്പർ അല്ലല്ല, 12 എലമെൻറ്റുകളുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. 12 എന്ന് പറയുന്ന ഒരു നമ്പർ അല്ല, അതിൻ്റെ ഉള്ളിലുള്ള 12 എലമെൻറ്റുകളുണ്ട്. ഇനി നോക്ക്, നമ്പർ ഓഫ് Q മൈനസ് P എന്ന് വെച്ചാൽ Qയിലുണ്ട് Pയിലില്ലാത്ത ആൾക്കാർ. എന്ന് വെച്ചാൽ എന്താ? Q മൈനസ് P എന്ന് പറയുന്നത് എന്താ? Qയിൽ നിന്ന് Pനെ ഷെയർ ചെയ്യുന്ന ഭാഗം ഒഴിവാക്കി കളയുക. ഇത്രയും ഭാഗം ഒഴിവാക്കി കളയുക. ഭാഗ്യത്തിന് അത്രയും ഭാഗം തന്നെ സെലക്ട് ചെയ്യാൻ ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അതിൽ വേണ്ടത് ഇത്രയും ഭാഗം തന്നെയാണ്. നന്നായി. Q മൈനസ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഒരു ഭാഗം നമുക്ക് കിട്ടണം. അതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റുകൾ 7 ആണ്. അപ്പോൾ നോക്കണേ, ഇനി നോക്കിയോ, ഇനി ഞാൻ രസം നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ P യൂണിയൻ Q ആണ്. എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു അതായത് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഇത് P, ഇത് Q, ഇതായത് ഇൻ്റർസെക്റ്റിംഗ് റീജിയൻ എല്ലാം കൂടി ചേർത്തിട്ട് മൾട്ടിപ്ലൈ, അതായത് പലതവണ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരാത്ത തരത്തിൽ എഴുതുക. അങ്ങനെ എന്തിനാണ് P യൂണിയൻ Q എന്ന് പറയുന്നത്? അപ്പോൾ അങ്ങനെ എന്ന് പറയുന്നത് മൊത്തത്തിൽ എഴുതിയാൽ പോരെ, എന്ന് വെച്ചാൽ ഇതിന് മൊത്തത്തിൽ കൂട്ടിയാൽ പോരെ. ഭാഗ്യത്തിന് ഇവിടെ ഇൻ്റർസെക്റ്റിംഗ് റീജിയൻ ഒന്നുമല്ല. ഇത്രയും ഭാഗം 12, ഇത്രയും ഭാഗം 7, ജസ്റ്റ് അത് കൂട്ടിയാൽ മതി. അപ്പോൾ 12 + 7 എന്ന് പറയുന്നത് 19. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ആൻസർ കിട്ടി, 19 ആൻസർ കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മാർക്ക് ചെയ്യുക. ഇനി അഥവാ ആരെങ്കിലും തെറ്റിച്ച് ഇത് ഡിസ്ജോയിൻ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചു എന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിലും ഉത്തരം തെറ്റില്ല. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു കോപ്പി എടുത്തിട്ട് ഇവിടെ വെച്ചു. ഇനി ഈ ഒരു ഭാഗം പോട്ടെ. ഇതിങ്ങനെ ഡിസ്ജോയിൻ്റ് ആക്കിയാണ് വരച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗം നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം നോക്കിക്കോ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12. അതെന്തായാലും ഈ ഭാഗം തന്നെയാണ് വരാൻ പോകുന്നത്. ഈ ഭാഗം തന്നെയാണ് വരാൻ പോകുന്നത് 12. കാരണം അത് Pക്ക് മാത്രം അവകാശപ്പെട്ട ഭാഗങ്ങളാണ്. നമ്പർ ഓഫ് എലമെൻറ്റ് Q മൈനസ് P എന്ന് വിചാരിച്ചോ. Q മൈനസ് P എന്ന് പറയുന്നത് Qയിലുണ്ട് Pയിലില്ല എന്ന് പറയുന്നത്. ഡിസ്ജോയിൻ്റ് ആയിട്ട് കിടക്കുമ്പോൾ Qയിലുണ്ട് Pയിലില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഡിസ്ജോയിൻ്റ് ആക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നോക്കിക്കോ, ഡിസ്ജോയിൻ്റ് ആയി കിടക്കുമ്പോൾ Q മൈനസ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Qയിലുള്ള എല്ലാ എലമെൻറ്റും അത് Pയിലില്ലാത്ത എലമെൻ്റ് അല്ലേ. അപ്പോൾ Q മൈനസ് Pയിലുള്ള 7 എലമെൻറ്റ് എന്ന് പറയുന്നത് Qയിലുള്ള 7 എലമെൻറ്റിന് തുല്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അതായത് ഡിസ്ജോയിൻ്റ് ആയിട്ട് കിടക്കുമ്പോൾ Q മൈനസ് P എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. Q മൈനസ് P 7 എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ഈ Qയിലുള്ള എലമെൻറ്റ് തന്നെയാണ് 7, കാരണം അത് കോമൺ റീജിയൻ ഒന്നും ഷെയർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കിട്ടുന്ന ഇതിൻ്റെ ഉള്ളിലുള്ളത് 7 ആണ്. ഇനി നോക്കിക്കോ, ഇവിടെയാണെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? 12 + 7 ആയിരിക്കണം. കാരണം എന്താ? കോമൺ റീജിയൻ അല്ലെങ്കിൽ ടോട്ടൽ റീജിയനിൽ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഇത് യൂണിയൻ എടുക്കുമ്പോൾ ഇതും കൂട്ടുക വേണ്ട. 12 7 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുക? 19 തന്നെയല്ലേ കിട്ടുക. അപ്പോൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും 19 തന്നെയാണ് കിട്ടുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അത് അങ്ങനത്തെ ഒരു ചോദ്യമായിരുന്നു. അത് ആ ഒരു സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയൊരു ചോദ്യമാണ്. ഇനിയിപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഇഫ് M ഈസ് ദ സബ്സെറ്റ് ഓഫ് N, ഡ്രോ ദ വെൻ ഡയഗ്രാം ഓഫ് N - M. ഓക്കെ, വെൻ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുന്നത്.
നല്ല ചോദ്യം. വെൻ ഡയഗ്രാം വരയ്ക്കാൻ ആദ്യം തന്നെ യൂണിവേഴ്സൽ സെറ്റ് ഇങ്ങനെ വരച്ചിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടത് ഇതൊരു സബ്സെറ്റ് ആണ് അല്ലേ. അപ്പോൾ എം എന്ന് പറയുന്നതാണ് എന്നിൻ്റെ സബ്സെറ്റ്. അപ്പോൾ വലിയ സെറ്റ് എൻ ആയിരിക്കും. എൻ ഇസ് ദ സൂപ്പർ സെറ്റ്. അപ്പോൾ എൻ ഇങ്ങനെ വലുതായിട്ട് നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു സെറ്റാണ് എം. കണ്ടില്ലേ? ഇനി ഇത് എം, ഇത് എൻ. ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഇനി എം ഇസ് ദ സബ്സെറ്റ് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി എം അല്ലേ സബ്സെറ്റ്, സോറി തിരിഞ്ഞു പോയി. എം ആണ് കേട്ടോ സബ്സെറ്റ്. അപ്പോൾ എൻ ഈസ് ദ സൂപ്പർ സെറ്റ്, എൻ വലുതും എം ചെറുതും. ഇനി നോക്കിക്കോ, ഡ്രോ ദ വെൻ ഡയഗ്രാം ഓഫ് എൻ മൈനസ് എൻ എന്ന് വെച്ചാൽ എൻ മൈനസ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്നിൽ നിന്ന് എം കുറച്ചത്. എന്നിൽ നിന്ന് എം കുറച്ചതെന്ന് വെച്ചാൽ ഇതല്ലേ എൻ, അതിൽ നിന്ന് എം ഷെയർ ചെയ്യുന്ന ഈ റീജിയൻ കുറയ്ക്കുക എന്ന് വെച്ചാൽ എന്നിന് മാത്രം അവകാശപ്പെട്ട ഭാഗങ്ങൾ, അതായത് ഇതൊക്കെ തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതൊന്ന് കളർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ പരീക്ഷയ്ക്ക് അത് പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ പെന്ന് കൊണ്ട് മെല്ലെ ആണെങ്കിലും വര വരച്ചിട്ടാണെങ്കിലും അത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അത് വൃത്തികേടാക്കരുത്, നല്ല വൃത്തിക്ക് വരച്ചു കൊടുക്കുക. ഷെയ്ഡാക്കി കഴിഞ്ഞാൽ ഫുൾ മാർക്ക്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. മൈനസ് എം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് വെൻ ഡയഗ്രാം വരച്ചു കൊടുക്കുക. ഇത് യൂണിവേഴ്സൽ സെറ്റാണ്, അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇഫ് എ ആൻഡ് ബി ആർ ടു ഡിസ്ജോയിന്റ് സെറ്റ്, ഇത് ഞാൻ പറഞ്ഞു കണ്ടോ, ഡിസ്ജോയിന്റ് സെറ്റ് ആണ്, അത് അങ്ങനെ തന്നെ പറയും ഒരു ഡിസ്ജോയിന്റ് സെറ്റ് ആണ് എന്ന്. അല്ലെങ്കിൽ പറയാത്തിടത്തോളം ഡിസ്ജോയിന്റ് സെറ്റാണ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇഫ് എ ആൻഡ് ബി ആർ ടു ഡിസ്ജോയിന്റ് സെറ്റ് സച്ച് ദാറ്റ് എൻ ഓഫ് എ ഇസ് 4 എൻ ഓഫ് ബി ഇസ് 2. അപ്പം അതിൻ്റെ എൻ ഓഫ് എ മൈനസ് ബി, ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? എൻ മൈനസ് ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നോക്കിക്കോ, എൻ ഓഫ് എ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റ് ആദ്യം വരച്ചു വെക്കാം, എന്നിട്ടല്ലേ പറയുന്നത്. ഇത് എ, ഇത് ബി, ഡിസ്ജോയിന്റ് സെറ്റാണ് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താക്കാം, നമുക്കിത് കോമൺ റീജിയൻ ഇല്ലാത്ത തരത്തിൽ ഇങ്ങനെ വരയ്ക്കും. ഇത് എ, ഇത് ബി, ഇപ്പുറത്ത് വരയ്ക്കാം, അല്ലാണ്ട് അവിടെ വരയ്ക്കാം ബി. ഇനി നോക്കിക്കോ, ഫൈൻഡ് നമ്പർ ഓഫ് എ മൈനസ് ബി എന്ന് വെച്ചാൽ അതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റിൻ്റെ ഒരു ഡാറ്റ അവർ തന്നിട്ടുണ്ട്. എത്രയ്ക്ക് എലമെൻ്റ് ഉള്ള ഫസ്റ്റിൽ അവർ പറഞ്ഞത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ 4 എലമെൻ്റ് ഉണ്ട്. 4 എന്നുള്ള എലമെൻ്റ് അല്ല, 4 എലമെൻറ്റുകൾ ടോട്ടൽ ഉണ്ട്. ഇനി സെറ്റ് ബിൻ്റെ ഉള്ളിലുള്ളത്, സെറ്റ് ബിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? സെറ്റ് ബിൻ്റെ ഉള്ളിൽ ഉള്ളത് 2 ആണ്, 2 എലമെൻറ്റുകളുണ്ട്. അപ്പോൾ അത് ഞാൻ 2 വെച്ചിട്ട് കാണിക്കാം. ഇനി ചോദിക്കുന്നത് വേറെ ഒന്നല്ല, നമ്പർ ഓഫ് എ മൈനസ് ബി, എയിലുണ്ട് ബി ഇല്ല എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പോലെ അത് തന്നെയായി. കാരണം എയിലുണ്ട് ബി ഇല്ല എന്ന് പറയുന്നത് ഇതിപ്പോൾ ഡിസ്റ്റോയിൻ്റ് ആയിട്ട് കിടക്കുമ്പോൾ എയിലുള്ള എല്ലാം എയിൻ്റെ മാത്രമല്ലേ, ബി ആയിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ? അപ്പോൾ എയിലുണ്ട് ബി ഇല്ല എന്ന് പറയുന്നത് എയിലെ എല്ലാ എലമെൻറ്റും എയിൻ്റെ മാത്രമാണ്, ബി ഇല്ലാത്തതാണ്. അപ്പോൾ എൻ മൈനസ് ബി എന്ന് പറയുന്നത് ഡിസ്റ്റോയിൻ്റ് ആയി കിടക്കുമ്പോൾ എയിലുള്ള എല്ലാ എലമെൻറ്റും എ മൈനസ് ബിയിലെ ആൾ തന്നെയാണ്. അപ്പോൾ നമ്പർ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് എ തന്നെയാണ്. അതെന്ന് പറയുന്നത് ലാഗ് ഉണ്ട് എനിക്കറിയാം, 4 ആണ്. അപ്പോൾ ഉത്തരം സിമ്പിളാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം ഇല്ല, അതോടെ ചോദ്യങ്ങൾ കഴിയാണ്. അപ്പോൾ ഒരുപാട് ലാഗ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, എന്തായാലും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും അടുത്ത ക്ലാസ്സിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വരുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്നേഹം, ലൈക്കായിട്ട് സബ്സ്ക്രൈബായിട്ടൊക്കെ അറിയിക്കുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും സജഷൻസോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. പരമാവധി റിപ്ലൈ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. IM പ്രൊഫൈൽ എന്നുള്ള അക്കൗണ്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.